Good morning everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian and welcome to the Hindu editorial analysis of 9th August 2022. അപ്പോൾ ആദ്യം തന്നെ തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു വലിയൊരു ക്ഷമ പറയാണ്. ഐ അപ്പോളജൈസ്, ഐ റിയലി അപ്പോളജൈസ്, ഐ ഡു റിയലി. കാരണം വെച്ചാൽ ഒരുപാട് താമസിച്ചു. ഇപ്പം എന്നൊരു 12-13 മിനിറ്റോളം ഞാൻ താമസിച്ചു. ഇൻറ്റൻഷനലി അല്ല, ഓൾറെഡി ഇന്നലെ വൈകിട്ട് നിങ്ങൾ കണ്ടു കാണിരിക്കും, ഒരു സൂം ഇവൻറ്റ് കഴിഞ്ഞിട്ട് 11:30 ഇവൻറ്റ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. പിന്നെ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് കിടന്നപ്പോൾ ഒരുപാട് താമസിച്ചു. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറ്റിയൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയില്ല, പലർക്കും പല മോറൽ എത്തിക്സ്, മോറൽ ചിന്താഗതി ഉള്ളവരുണ്ടാവും. ബട്ട് ലെറ്റ്സ് എ മൈൻഡ് യു, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ഇത് ഒരു വലിയൊരു ഇറ്റ്സ് എ ഡിസിഷൻ ഓർ ഇറ്റ്സ് എ റൂൾ അബൌട്ട് ഇക്വാളിറ്റി. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്നുള്ള ഒരു ഇക്വാളിറ്റി ലോയെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഒരുപാട് ഇരുന്ന് വായിച്ചു പോയി. കുറച്ച് സമയം എടുത്ത് വായിച്ചു ഇന്ന്. അപ്പോൾ എനിക്ക് സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇച്ചിരി താമസിച്ച് പോയത്. ബട്ട് എനിക്കറിയാം അതൊരു ഇതായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഇസ് ആൻ അമേസിംഗ് ആർട്ടിക്കിൾ. ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ, ഇന്ത്യയിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് അമേസിംഗ്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സെഷൻ വിത്ത് അവർ കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: You are, every human being is the author of his own health or disease. You are the champion of your life. ഞാൻ ഇപ്പം പറയില്ലേ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുവാണോ അതോ നമ്മൾ ഇല്ലായിട്ടിരിക്കുവാണോ, നമ്മുടെ ഡിസീസ് ആണോ നമുക്കുള്ളത്, അതോ നമ്മുടെ ഹെൽത്ത്, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, നമ്മുടെ ചെറിയ ചെറിയ ചിട്ടകൾ, ചെറിയ ചെറിയ നമ്മൾ ശ്രദ്ധ കൊടുക്കാത്ത കുറേ കാര്യങ്ങൾ കാരണമാണ് നമുക്ക് എപ്പോഴും അസുഖങ്ങൾ വരിക. അതിപ്പോൾ മെന്റൽ ആയാലും അതിപ്പോൾ ഫിസിക്കൽ ആണെങ്കിലും. അപ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. സോ വി ആർ ദ ഓതർ ഓഫ് ഇറ്റ്. അത് ബുദ്ധൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ വേണം, ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളത്, നല്ലതാവണോ ഇതാവണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നല്ല മഴയാണ് ഇവിടെ. എനിക്കറിയത്തില്ല, നെറ്റ് ഇൻട്രപ്റ്റ് ആവില്ലെന്നാണ് വിശ്വസിക്കുന്നത്. ഇൻവേർട്ടർ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കറണ്ട് ഒന്നും പ്രശ്നമല്ല. ബട്ട് നെറ്റിന്റെ ഇഷ്യൂ വല്ലതും വരുമെന്ന് എനിക്കറിയില്ല. ബട്ട് ലെറ്റ്സ് മൂവ്. എവിടം വരെ പോകുന്നു അത്രത്തോളം നമുക്ക് പോവാം. അതുപോലെ തന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മഴ ഇച്ചിരി കനക്കുന്നുണ്ട് ഇവിടെ. അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു, സ്വസ്ഥമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനലിന്റെ പ്രത്യേകത എല്ലാ ക്ലാസ്സുകളും, SSC, ESIC, ഇൻഷുറൻസ്, ബാങ്കിങ്, അതുപോലെ കേരള PSC വിവിധ ക്ലാസ്സുകൾ, സുപ്രീം കോർട്ടിന്റെ, ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ലാസ്സുകളും ഇവിടെയുണ്ട്. എല്ലാ സബ്ജക്റ്റുകൾ പ്ലസ് എക്സാം അനാലിസിസ് വീഡിയോസ്, അതുപോലെ മോട്ടിവേഷണൽ വീഡിയോസ്, ഡീറ്റെയിൽ ആയിട്ട് PYQ ഡിസ്കഷൻസ്, എക്സാം നോട്ടിഫിക്കേഷൻസ് ഓരോന്നും പോലും വിടാതെ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുന്നുള്ള വീഡിയോസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ഓൾ ഇൻ വൺ ആയിട്ട് കിട്ടുന്നു ഈ ചാനലിൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിന്റെ കാര്യം വിട്ടുപോകരുത്. ആപ്പിന് വളരെ ചെറിയൊരു MB ആവശ്യമുള്ളൂ. നിങ്ങളത് ഡൗൺലോഡ് ചെയ്തേക്കുക, സൈൻ ഇൻ ചെയ്യുക. നിങ്ങൾക്ക് ഡെയിലി ക്വിസസ് കിട്ടും, മോക്ക് ടെസ്റ്റുകൾ കിട്ടും, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് കിട്ടും, ജോബ് അലേർട്സ് എല്ലാം ഇവിടെ കിട്ടും. ഒന്നും അറിയാതെ പോരും നിങ്ങൾ. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. സോ വളരെ യൂസ്ഫുൾ ആണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ആൻഡ് നമ്മുടെ ടെലിഗ്രാം ചാനൽ അംഗമാവുക. 2 ടെലിഗ്രാം ചാനലുണ്ട്. KPSC ഷോർട്ട് സെലക്ഷൻ, Adda247 കേരള സെൻട്രൽ എക്സാം. സോ ഈ 2 ടെലിഗ്രാം ചാനലിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ അറിയിക്കും. അപ്പോൾ അപ്ഡേറ്റഡ് ആയിരിക്കും എപ്പോഴും. സോ ദാറ്റ് ഇസ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഫീൽഡിൽ നിൽക്കുന്നവർ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും ഓരോ കാര്യങ്ങളെ പറ്റി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ആർട്ടിക്കിൾ 9-ാം തീയതിയാണ്, ഇന്ന് August 9. ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. 2 ഉണ്ട്, അതിൽ ഒരെണ്ണം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. വൊക്കാബുലറി നോക്കുന്നു, ഗ്രാമർ സ്ട്രക്ചേഴ്സ് നോക്കുന്നു. ആൻഡ് ഒബ്വിയസ്ലി ഇത് നിങ്ങളുടെ ജനറൽ അവയർനെസ് വർദ്ധിക്കാനുള്ള ഒരു സെഷനാണ്. കൂടാതെ നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, അതുപോലെ റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് ഗ്രാമറും വൊക്കാബുലറിയും റീബിൽഡ് ചെയ്തെടുക്കാനാണ് ഈ സെഷൻ. ഡെയിലി 8:30-ക്കാണ്. ചെറിയ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ വരുമ്പോൾ ഒക്കെ ഞാൻ ഒരു സമയം ഇച്ചിരി ഒന്ന് വൈകും. മനുഷ്യനുള്ള ക്ഷമിക്കുക കേട്ടോ. അതുപോലെ തന്നെ എല്ലാ എക്സാമിനും പോയവർക്ക് ഈ സെഷനിൽ പങ്കെടുക്കാം. നിങ്ങളുടെ വൊക്കാബുലറി ചുമ്മാ കൂടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഈ സെഷനിൽ പങ്കെടുക്കാം. ഈ സെഷന്റെ പ്രത്യേകത UPSC ആസ്പിറൻസ്, കേരള PSC ആസ്പിറൻസ്, SSC ആസ്പിറൻസ്, ESIC, ബാങ്കിങ്, സുപ്രീം കോർട്ട് അസിസ്റ്റന്റ് ആസ്പിറൻസ്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആസ്പിറൻസ്, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ, കേരള PSCയുടെ വിവിധ എക്സാംസ്, അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിന് പഠിക്കുന്ന കുട്ടികൾക്കും വേണ്ടിയുള്ള സെഷനാണ്. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഹായ് അർച്ചന, ആദ്യത്തെ ആയിട്ട് വരുന്നതാണോ? വെൽക്കം ടു അവർ ക്ലബ്. വരൂ, ജോയിൻ ചെയ്യാം കേട്ടോ. ക്ലൗഡി ആണല്ലേ? ഗുഡ് മോർണിംഗ് പിള്ളേരെ, ഗുഡ് മോർണിംഗ്. കുറേ നാളായിട്ട് റെജിനെ കാണുന്നത് അല്ലേ? കുറേ നാളായി നിന്നെ എന്താ പറയുക ലൈവിൽ വന്ന് കാണുന്നത്. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ? അങ്ങനെ ഇരിക്കാം. ഓക്കെ, യെസ്. വെയിലാണല്ലോ അവിടേക്ക്? അന്ന് ഇവിടെ നല്ല മഴയാട്ടോ. ഓക്കെ. റിജിൻ നല്ലൊരു ജോലിയിലാണ്, പുതിയ അഡാപ്റ്റേഷൻ ആയിട്ട് പുതിയൊരു നല്ല ജോലിയിലാണ്. അപ്പോൾ റിജിൻ എന്നെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഹിസ് സ്റ്റോറി, അവൻ വന്ന് പറയട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയാതിരുന്നത്.
റെജിൻ എന്നെ അറിയിച്ചിരുന്നു. ബട്ട് അതുപോലെ റെജിൻ സന്തോഷത്തോടെ ഇരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ, ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. അപ്പൊ അതാണ് ഒരു കാര്യം. കാരണം എഡിറ്റോറിയൽ കമ്മ്യൂണിറ്റിയിൽ ഒരു സ്ഥിരം അംഗം തന്നെയാണ് നമ്മുടെ റെജിൻ അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാം അല്ലേ. ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ വളരെ അഭിമാനത്തോടെ വളരെ സന്തോഷത്തോടെ ഒരു ആർട്ടിക്കിളിനെ പറ്റി പറയാനാണെങ്കിൽ, ഇന്ന് അബോർഷൻ ലോസ്, അബോർഷൻ സർവീസസിന് ഉള്ള ഇത് എന്താ പറയാ, അത് നമുക്ക് സ്ത്രീകൾക്ക്, വിമന് കാരണം വിമനാണ് എന്താണ് അബോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പോൾ അതിന് കുറെ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഴയ ലോ എന്താണെന്നും ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് കാര്യം ആ സർവീസസിന് അനുമതി നൽകി എന്നൊരു പോസിറ്റീവ് അപ്രോച്ചിലാണ് ഇന്നത്തെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നലെ രാത്രിയിൽ കിടന്നുറങ്ങിയത് താമസിച്ചാന്ന് പറഞ്ഞില്ലേ, രാത്രി കിടന്നുറങ്ങിയപ്പോഴേക്കും ആർട്ടിക്കിൾ വന്നിരുന്നു. അപ്പൊ തന്നെ ഞാനത് എന്താ പറയുക, സമയം കളഞ്ഞത് അങ്ങനെ ഞാൻ കളഞ്ഞതാണെന്ന് ഞാൻ പറയും. കാരണം അത് കേട്ടപ്പോഴേ എനിക്കതെന്തോ അയ്യോ എന്താ ആർട്ടിക്കിൾ ടൈറ്റിലൊക്കെ നോക്കി ഞാൻ നോക്കുവാണ്. അപ്പം ഒരു നമുക്ക് അബോർഷൻ സർവീസ് അവൈൽ ചെയ്യാനുള്ള ഒരു അനുമതി കിട്ടുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഇല്ലീഗൽ എനിമോർ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് സംതിങ് വെരി പോസിറ്റീവ് ആൻഡ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഇത് പറഞ്ഞ എൻ്റെ ഫ്ലോ കളയുന്നില്ല. ലെറ്റ്സ് ഗോ. അതുപോലെ തന്നെ രണ്ടാമത്തെ വെച്ചാൽ നമ്മുടെ വൈസ് പ്രസിഡന്റ്, ന്യൂ വൈസ് പ്രസിഡന്റ് സെലക്ട് ചെയ്തു. വെങ്കയ്യ നായിഡു പോയി, ഇപ്പോൾ വേറെ ആളാണല്ലേ. അപ്പോൾ അതിനെപ്പറ്റി അദ്ദേഹം വന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ, വരുന്ന ഇന്ത്യയിലെ മാറ്റങ്ങളെ പറ്റിയൊക്കെയാണ്. സോ ദാറ്റ് ഈസ് സംതിങ് പൊളിറ്റിക്കൽ. അത് നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. സിമ്പിൾ റീഡ് ആണ്, വലിയ വൊക്കാബുലറി ഒന്നുമില്ല. ബട്ട് ഈ ആർട്ടിക്കിളിൽ വൊക്കാബുലറി ഒരുപാടുണ്ട്. നമ്മൾ വായിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ വൊക്കാബുലറി ഒരുപാട്, ഫ്രേസൽ വേർബ്സ് ഉണ്ട്, വൺ വേർഡ്സ് അല്ല ബട്ട് ഇഡിയംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് ടൈറ്റിൽ തന്നെ കൊടുത്ത സാധനമാണ് ഓൺ ആൻ ഈക്വൽ ഫുട്ടിംഗ്. ഓൺ ആൻ ഈക്വൽ ഫുട്ടിംഗ് ഇഡിയമാണ്. ഓൺ ആൻ ഈക്വൽ ഫുട്ടിംഗ് എന്ന് പറഞ്ഞാൽ വിത്ത് സെയിം റൈറ്റ്സ് ഓർ കണ്ടീഷൻസ് ആസ് സംബഡി. സെയിം ആയിട്ട് മറ്റു ഏതൊരാളെ പോലെയും അതേപോലെ സെയിം റൈറ്റ്സ്, സെയിം കണ്ടീഷൻസ്, ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ എങ്കിൽ യു ക്യാൻ സേ വി ആർ ഓൺ ഈക്വൽ ഫുട്ടിംഗ്. വി ആർ ഓൺ ആൻ ഈക്വൽ ഫുട്ടിംഗ്. അങ്ങനെ പറയണേ, ഓൺ ആൻ ഈക്വൽ ഫുട്ടിംഗ് എന്ന് പറഞ്ഞാൽ സെയിം റൈറ്റ്സ്, സെയിം കണ്ടീഷൻസ് മറ്റൊരാളെ പോലെ ഏതൊരാളെ പോലെയും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ വി ആർ ഓൺ എ സെയിം ഫുട്ടിംഗ് എന്ന് പറയാൻ പറ്റും. another word, another phrase is set right. set right ശരിയാക്കുക എന്ന് പറയില്ല നമ്മള്. I'll set it right, I'll set it right, ഞാനത് സെറ്റ് റൈറ്റ്. ലോസ് കറക്റ്റ് ആയിട്ട് സെറ്റാക്കി നമ്മൾ മലയാളത്തിൽ പറയില്ല, അതേ സാധനമാണ് സെറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ. സെറ്റ് റൈറ്റ്, സെറ്റ് സംതിങ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്ലേസ് സംതിങ് ഇൻ ഓർഡർ, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുക, ഒരു കാര്യത്തിന് റിപ്പയർ ചെയ്യുക, മെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രോപ്പർ ഓർഡറിൽ വെക്കുക. വേണ്ടെടുത്ത് കറക്റ്റ് ആയിട്ട് അതിനെ പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിന് നമുക്ക് പറയാം യു സെറ്റ് സംതിങ് റൈറ്റ് എന്ന് പറയാം. സെറ്റ് എന്ന വേർബിന്റെ പാസ്റ്റ് ടെൻസ് സെറ്റ് ആണ്, V3 സെറ്റ് തന്നെയാണ്. അതൊന്ന് നോട്ട് ചെയ്തോണം, സെറ്റഡ് ഒന്നും ഇല്ല കേട്ടോ. അടുത്തത് പാർട്ട് വേസ്. പാർട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. പാർട്ടീഷൻ കേട്ടിട്ടില്ലേ? പാർട്ടീഷൻ തന്നെ ഡിഫറൻസ് ഇതാണല്ലോ, എന്താ പിരിയ എന്നുള്ളതാണ്. പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാന്റെ പാർട്ടീഷനെ പറ്റി നമുക്കറിയാം. സോ പാർട്ട് വേസ് എന്ന് പറഞ്ഞ ഒരു ഫ്രേസ് ആണ്, ഇഡിയം എന്ന് തന്നെ പറയാം. പാർട്ട് വേസ്, എൻഡ് എ റിലേഷൻഷിപ്പ്. ഇഫ് ടു പീപ്പിൾ പാർട്ട് വേസ് എന്ന് പറഞ്ഞാൽ ദേ എൻറ്റേർഡ് ദെയർ റിലേഷൻഷിപ്പ്. പാർട്ടഡ് തന്നെയാണ് V3. ഓർത്ത് വെച്ചോളൂ. പാർട്ട് വേസ്, പാർട്ട് വേർബ് ആണ്. പാർട്ട് ഇസ് നോട്ട് നൗൺ. നമ്മൾ നൗൺ പറയില്ലേ, അതല്ല ഇവിടെ ഇത് പാർട്ട് വേർബ് ആണ്. പാർട്ട് ചെയ്തു. അപ്പൊ വേർബ് ആയിട്ട് വരുമ്പോൾ പാർട്ടഡ് എന്ന് തന്നെ V3 വരും. V2 വരും കേട്ടോ, ഓർത്തോണം. ഓക്കെ, അപ്പൊ അതൊരു കാര്യം. എറണാകുളത്ത് വെയിലാണോ? ഓ ശരി. ഇവിടെ നല്ല മഴയാണ്. ഇന്ന് രാവിലെ ഞാൻ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്ത് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല മഴ വന്നു. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചു, ഈശ്വര ഇന്ന് നല്ല മഴയാണല്ലോ, എന്താണോ പരിപാടി എന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു, മഴയാണോ അവിടെ, എന്താ അവസ്ഥ എന്ന്. ചിലപ്പോൾ ഇവിടെ വയനാട്ടിൽ നിന്ന് മഴയായിരിക്കാം, പുൽപ്പള്ളിയിൽ ഇച്ചിരി മഴയാണ് അല്ല അനുപേ, നമ്മുടെ ഇവിടെ മഴയല്ലേ? യെസ്, ബ്രേക്കപ്പ്. യെസ്, പാർട്ട് വേസിന് എൻഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് നമ്മൾ പറയില്ലേ, ബ്രേക്കപ്പ് റിലേഷൻഷിപ്പ് പറയില്ലേ, ബ്രേക്കപ്പ് ആസ് എ ഫ്രേസൽ വേർബ് ഉപയോഗിക്കാം. യെസ് റെജിൻ, ദാറ്റ്സ് വെരി ഗുഡ്. അടുത്ത് നോക്കിയേ, ഓൾ ദ വേ ടു ദ ടോപ്പ്. പ്യോർലി ഇൻഫോർമൽ ആയിട്ടൊരു യൂസേജ് ആണ്. ഓൾ ദ വേ ടു ദ ടോപ്പ്, ഐ വിൽ ഗോ ഓൾ ദ വേ ടു ദ ടോപ്പ്. ഞാൻ എത്ര അറ്റം വരെ അല്ലേ, എത്ര അറ്റം വരെ പോകാൻ പറ്റുമോ ഞാൻ അത്ര അറ്റം വരെ പോകുന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടില്ലേ. അത് മലയാളത്തിലൊക്കെ പറയില്ലേ, സിനിമയിലെ ഡയലോഗ്, സ്ഥിരം ഡയലോഗ്, ഓൾ ദ വേ ടു, ഐ ഗോ ഓൾ ദ വേ ടു ദ ടോപ്പ്. ഏറ്റവും ടോപ്പ് വരെ ഞാൻ പോകും. എത്ര അറ്റം വരെ എനിക്ക് പോകാൻ പറ്റുള്ളൂ, ഭൂമിയുടെ എത്ര അറ്റം വരെ പോകാൻ പറ്റുള്ളൂ അതുവരെ പോകും. ഐ ഗോ ഓൾ ദ വേ ടു ദ ടോപ്പ് ഇൻ സെർച്ച് ഓഫ് ഹർ. അവളെ തേടി അല്ലെ അവനെ തേടി ഞാൻ ഏത് അറ്റം വരെ പോകും എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ കണ്ടിട്ടില്ലേ. ആ സാധനം ശരിക്കും ഇംഗ്ലീഷിലും ഉണ്ട്, ബട്ട് ഇറ്റ് ഇസ് എൻ ഇൻഫോർമൽ യൂസേജ്. കാര്യം ഇത്രേ ഉള്ളൂ, ആസ് ഫാർ എസ് സംബഡി ഓർ സംതിങ് അറ്റ് എ ഹയർ ലെവൽ. എത്രത്തോളം ഉയരങ്ങൾ വരെ എനിക്ക് പോകാൻ പറ്റുമോ അത്ര ഉയരം വരെ ഞാൻ ചെല്ലും എന്നൊക്കെ പറയില്ലേ, അതാണ് ഓൾ ദ വേ ടു ദ ടോപ്പ്. ഇൻഫോർമൽ യൂസേജ് ആണ്, ബട്ട് അറിഞ്ഞിരിക്കാം. എന്താണെങ്കിലും ഫ്രേസൽ വേർബ്സ് ഒക്കെ ഇൻഫോർമൽ ആണ്, ഇഡിയംസ് ഒക്കെ ഇൻഫോർമൽ ആണ്. അപ്പോൾ എക്സാമിന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ വി ഹാവ് ടു ബി അവെയർ ഓഫ് ഇറ്റ്. അതൊന്ന് നോക്കാം അല്ലെ. അടുത്ത് നോക്കിയേ, വെയിറ്റ് അപ്പോൺ. രണ്ട് വെയിറ്റ് അപ്പോൺ ഓർ വെയിറ്റ് ഓൺ എന്ന് പറയാം കേട്ടോ. വെയിറ്റ് അപ്പോൺ അല്ലെങ്കിൽ ഓൺ എന്ന് പറയാം. ഈ രണ്ടിനും ഒരേ മീനിങ് ആണ്. ഒരേ മീനിങ്. വെയിറ്റ് അപ്പോൺ വെയിറ്റ് ഓൺ ഒരേ മീനിങ് ആണ്.
അതായത് രണ്ടർത്ഥമുണ്ട്. ആന്റിസിപ്പേറ്റ് ചെയ്യുക, പ്രതീക്ഷിക്കുക, വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുക, എപ്പോൾ വരാനാ എന്ന് കാത്തിരിക്കുക. ഐ വെയിറ്റഡ് അപ്പോൺ ഫോർ എ ലോങ് ടൈം, ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു. ഐ വെയിറ്റഡ് എന്ന് ഓൾറെഡി പറയും. അതുകൂടാതെ വെയിറ്റ് അപ്പോൺ എന്നൊരു ഫ്രേസൽ വെർബ് ഉണ്ട്. ആന്റിസിപ്പേറ്റ് ചെയ്തു, പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളൊരർത്ഥമാണ് ഒന്നിനുള്ളത്. ആൻഡ് രണ്ടാമത്തെ കാര്യം, നമ്മൾ വെയിറ്റർ പറയില്ലേ, വെയിട്രസ് പറയില്ലേ, ഒരു ആൾക്കാരെ അറ്റൻഡ് ചെയ്യുക, സെർവ് ചെയ്യുക എന്ന് പറയില്ലേ, ഫുഡൊക്കെ സേവ് ചെയ്യാനൊക്കെ നമ്മൾ ഇരിക്കുന്ന ഹോട്ടലിലൊക്കെ ചിലപ്പോൾ വെയിറ്റേഴ്സിനെ കാണില്ലേ. സോ ദാറ്റ് ഇസ് വെയിറ്റ് അപ്പോൺ. സെർവ് ചെയ്യുക ഓർ അറ്റൻഡ് സംബഡി, ഒരാളെ അറ്റൻഡ് ചെയ്യുക. അതിന് നമുക്കെന്ത് പറയാം, അറ്റൻഡന്റ് ഒക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. വെയിറ്റ് അപ്പോൺ, ഓൺ ആയാലും അപ്പോൺ ആയാലും കറക്റ്റ് ആണ്, ഒരേ ഇതാണ്. ഓർത്തോണത് എന്താണ്, സെർവ് ചെയ്യുക അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുക എന്നൊരു അർത്ഥത്തിലാണ്. അറ്റൻഡ് ചെയ്യുക അറിയില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയാം, വെയിറ്റ് അപ്പോൺ എന്ന് പറയാം. രണ്ട് രീതിയിൽ പോകാം കേട്ടോ. അടുത്ത് നോക്കിയേ, പോയിന്റ് ഔട്ട്. ഇവിടെ നല്ല അവിടെ നല്ല മഴയല്ലേ, അവിടേക്ക് നല്ല മഴയല്ലേ, ഇവിടെ നല്ല മഴയാണ് അനുഭവം. അതാ ഞാൻ രാവിലെ പറഞ്ഞത്, ഭയങ്കര മഴയാണ്. അതാണ്. സോ അടുത്ത് നോക്കിയേ, പോയിന്റ് ഔട്ട്. എന്താ പോയിന്റ് ഔട്ട് ചെയ്യുക, ഇന്നലെയും പറഞ്ഞു പോയിന്റ് ഔട്ട് ചെയ്തല്ലേ. ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇന്ന് കമ്മീഷൻ പോയിന്റഡ് ഔട്ട് ദാറ്റ്, ഇന്നൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു, ഷോ ചെയ്തു, കാണിച്ചു തന്നു, നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് ക്ഷണിച്ചു എന്ന് പറയാലോ. ദാറ്റ് ഈസ് പോയിന്റ് ഔട്ട്. പോയിന്റ് ഔട്ട് മീൻസ് ഐഡന്റിഫൈ അല്ലെങ്കിൽ ഷോ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ലെറ്റ്സ് ലുക്ക് അറ്റ് യുവർ സെന്റൻസസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സെറ്റിലോട്ട് പോകണം. തീർന്നിട്ട് അടുത്ത സെറ്റ് ഉണ്ട് കേട്ടോ. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഈവൻ ദോ അല്ല ഉദ്ദേശിച്ചു, അറിയാതെ പോയതല്ല ഷമാസെ. ഈവൻ ദോ ആർട്ടിക്കിൾ 14 സ്റ്റാൻഡ്സ് ഫോർ ഇക്വാലിറ്റി, സിറ്റിസൺസ് ആർ നോട്ട് on an equal footing with President of India. Yes. Both rich and poor are on equal footing in an ideal country. Yes, definitely. Very good, Chaitanya. ആദ്യമായിട്ട് ചൈതന്യ ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ കുറെ ആയല്ലോ ഇപ്പം ലൈവിൽ കണ്ടിട്ട്. ആണോ അതോ ആദ്യമായിട്ട് വരുന്നതാണോ? ബട്ട് ഐ സോ യു സംവെയർ എന്ന് എനിക്കൊരു മനസ്സിലൊരു ഫീൽ. ഐ ഹാവ് സീൻ യു. ചൈതന്യ എന്നൊരു പേര് എനിക്ക് ഓർമ്മയുണ്ട്, ബട്ട് ഇന്നലെ ഒന്നും ഞാൻ കണ്ടില്ല. ഇസ് ദാറ്റ് റൈറ്റ്? അതോ എനിക്ക് തോന്നിയതാണോ? ഉസ്മാനെ, ഗുഡ് മോർണിംഗ്. In order to solve this case, I will hollow out all the way to top. That is great. Part ways in marriages are still unacceptable to many. Part ways അഭിനയ അതിനൊരു പ്രശ്നമുണ്ട്. പാർട്ട് വേസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വേർബ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ കൊടുക്കുക, പാർട്ടിംഗ് വേസ് ജെറണ്ട് ആയിട്ട് കൊടുത്തേ, അപ്പൊ അത് സബ്ജക്റ്റ് പാർട്ടിംഗ് ആയി മാറും കേട്ടോ. പാർട്ടിംഗ് വേസ് ഇൻ മാരേജസ് ആർ സ്റ്റിൽ അൺഅക്സെപ്റ്റബിൾ. ആണെന്നും കൊടുക്കരുത്, വേർബും അത് കൊടുക്കരുത്. അവിടുത്തെ ജെറണ്ട് ആണ് അത് സബ്ജക്റ്റ് വരേണ്ടത്. എന്ത് വരണം? ഒന്നുകൂടെ പറയാം, തിരുത്താം. പാർട്ടിംഗ് വേസ് ഇൻ മാരേജസ് ഇസ് സ്റ്റിൽ അൺഅക്സെപ്റ്റബിൾ ടു മെനി. അതെ, ഇപ്പോഴും ഡിവോഴ്സ് ആരും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഐ വുഡ് സേ അതാണ് ഈക്വൽ ആയിട്ടൊരു കാര്യം. ഇഫ് യു തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് നോ ലോnger ഗോയിങ് വെൽ, നന്നായിട്ട് പോകുന്നില്ലെങ്കിൽ രണ്ടുപേരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഇറ്റ്സ് ബെറ്റർ ടു പാർട്ട് വേസ്. നല്ലതിന് വേണ്ടിയിട്ട് പിരിയുന്നത് നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ. വി ഹാവ് ടു ഗിവ് റെസ്പെക്ട് ടു, മ്യൂച്വൽ റെസ്പെക്ട് വേണം അല്ലെ. റെസ്പെക്ട് ടു ഈച്ച് വൺ അനദർ അല്ലെങ്കിൽ ഈച്ച് അതർ എന്ന് പറയില്ലേ, ആ സാധനം. യെസ്. എന്താ പ്രതിർകക്ഷി. അയ്യോ, എനിക്ക് മനസ്സിലായില്ല മലയാളം. എനിക്ക് അത് കത്തുന്നില്ലല്ലോ റെജിനെ. എനിക്ക് മലയാളം ഇനി അറിയില്ലാത്തതുകൊണ്ടാണോ? അശ്വതി, ഗുഡ് മോർണിംഗ്. Left partisans cited that they set right Kerala from the quagmire situation at the time of election, but barely not as of now. ഇല്ലില്ല, അത് വെറുതെ പറയുന്നത്, നമുക്കറിയാലോ അത് അല്ലേ. LDF വരും, എല്ലാം ശരിയാവും എന്ന് പറയില്ലേ. ബട്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഒരു കാര്യമുണ്ട്, വലിയ പറച്ചിലൊക്കെ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവരങ്ങ് തുറക്കാൻ തുടങ്ങും അല്ലേ. എന്താ പറയുക, നിലം അങ്ങ് തുറക്കാൻ തുടങ്ങും. കിട്ടുന്നത്രയും പോരട്ടെ. ഇതിപ്പോൾ സിൽവർ ലൈനും പോലും അത് തന്നെയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ വേറെ ഉണ്ട്. അപ്പോൾ ആ പൈസ അതിന് ഉപയോഗിക്കാതെ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്ത് നല്ലതായിരിക്കും അല്ലേ. അങ്ങനെ ഹൈക്കോർട്ട് ട്രാൻസ്ലേറ്റ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ്. ഡു യു സ്റ്റാർട്ട് യുവർ ക്ലാസ്സസ്? ഉറപ്പായിട്ടും ചെയ്യാം, കൊണ്ടുവരും. ഹൈക്കോർട്ടിന്റെ എല്ലാ എക്സാംസിനും നമ്മൾ ക്ലാസ്സുകൾ ഉണ്ടാവും. ഉസ്മാനെ നമ്മളത് കൊണ്ടുവരാം കേട്ടോ. കാരണം ഒരുപാട് പോസ്റ്റുകളുണ്ട്, നല്ലതാണ്. പെട്ടെന്ന് ജോലി കിട്ടുന്ന പോസ്റ്റുകളാണ് ഹൈക്കോർട്ട്. ഏത് ഓഫീസ് അസിസ്റ്റന്റ് വന്നാലും ട്രാൻസ്ലേറ്റർ പോസ്റ്റ് വന്നാലും ഏത് പോസ്റ്റ് വന്നാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാം. ഉസ്മാനെ നമ്മൾ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചെയ്യാം. ഓക്കെ, യെസ്. പ്രതീക്ഷിക്കുക, അതാണ് നീ പറഞ്ഞ. ആന്റിസിപ്പേറ്റ്. ഞാൻ വിചാരിച്ചു പ്രതീക്ഷകളുടെ പേടിച്ചു പോയി. ഓക്കെ, കറക്റ്റ്. ഐശ്വര്യാണ് എൻ്റെ സിസ്റ്ററിന്റെ ഫോൺ. ശരി ഐശ്വര്യ, വെറുതെ അല്ല. ഞാൻ ഒരു ദിവസം ചൈതന്യം കണ്ട്. അന്നും ചൈതന്യം പറഞ്ഞായിരുന്നത്. എനിക്ക് ഒരു ഡൗട്ട്, ചിലപ്പോൾ അതായിരിക്കും എൻ്റെ ഒരു ഓർമ്മയിൽ കിടക്കുന്നത്. മേ ബി. എനിവേസ്, യെസ്. നമ്പി നാരായൺ മൂവ് ഓൾ ദ വേ ടു ദ ടോപ്പ് ഫോർ ദ റോക്കറ്റ് സയൻസ് ഇൻ ഇന്ത്യ. ബട്ട് കഴിഞ്ഞിട്ട് ഗോ എന്ന് നിർത്തരുത്. ബട്ട് എന്തോ സംഭവിച്ചു എന്ന് പറയണം കേട്ടോ. ലിൻറ്റോ, ഐ വോണ്ട് ടു മൂവ് ഓൾ ദ വേ ടു ദ ടോപ്പ് ഫോർ അച്ചീവിംഗ് മൈ ഗോൾസ്. ദാറ്റ്സ് ഗ്രേറ്റ്. കപ്പിൾ പാർട്ടഡ് വേസ് വിത്ത് മ്യൂച്വൽ കൺസെന്റ്. ഗ്രേറ്റ്. നന്ദന, ഗുഡ് മോർണിംഗ്. ബട്ട് ഗവൺമെന്റ്, അതിന്റെ ബാക്കിയില്ലേ, ബട്ട് ഗവൺമെന്റ് പോയിന്റ് ഔട്ട് ഹിം ആസ് എ ക്രിമിനൽ. ബട്ട് ഗവൺമെന്റ് പോയിന്റ് ഔട്ട് അല്ല, ബട്ട് ഗവൺമെന്റ് പോയിന്റ്സ് ഔട്ട് അതിന്റെ ബാക്കിയാണല്ലേ. ബട്ട് ഗവൺമെന്റ് പോയിന്റ്സ് ഔട്ട് ഹിം ആസ് എ ക്രിമിനൽ എന്ന് കൊടുക്കണേ. പോയിന്റ്സ് ഔട്ട്, ഗവൺമെന്റ് സിംഗുലർ അല്ലേ, അപ്പോൾ പോയിന്റ്സ് ഔട്ട് കൊടുക്കുക. അതുപോലെ നമ്പി നാരായൺ സിംഗുലർ ആയതുകൊണ്ട് മൂവ്സ് ഓൾ ദ വേ കൊടുക്കണം.
ഒന്നെങ്കിൽ എന്തുകൊണ്ട് നമ്പിനാരൻ്റെ ഒരു സിംഗുലർ അല്ലേ, അപ്പോൾ മൂവ്സ് ഔട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കുക, മൂവ്ഡ് ഔട്ട് കൊടുക്കുക. അങ്ങനെ മൂവ്ഡ് ഔട്ട് കൊടുത്താൽ ബട്ട് ഗവൺമെന്റ് കഴിഞ്ഞിട്ട് അവിടെയും പാസ്റ്റ് ടെൻസ് തന്നെ കൊടുക്കണം, പോയിന്റ് ഔട്ട്. കാരണം ആൻഡ് രണ്ടും ഈക്വൽ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സെയിം പാർട്സ് ഓഫ് സ്പീച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കൊടുക്കുക കേട്ടോ. ഒന്നെങ്കിൽ നമ്പിനാരായൺ മൂവ്സ് ഓൾ ദ വേ എന്നിട്ട് ബട്ട് ഗവൺമെന്റ് പോയിന്റ്സ് ഔട്ട്, അല്ലെങ്കിൽ നമ്പിനാരായൺ മൂവ്ഡ് ഓൾ ദ വേ എന്നിട്ട് ബട്ട് ഗവൺമെന്റ് പോയിന്റഡ് ഔട്ട് കൊടുക്കണം. ലിൻറ്റോ, I think you understand. Clear alle? According to the Constitution of India, every citizen alla Harishma, every citizen ennu parayumbo oro vyaktiyum oro citizenum singular aanu, verb singular kodukkanam. Every citizen is on an equal footing ennu kodukka ട്ടോ. Yes. Supreme Court pointed out the importance of Article 14 in abortion cases also. Yes. മാം എന്ന കല്യാണം കഴിക്കുന്നത്, ഞാനിപ്പോൾ കല്യാണത്തെ പറ്റി ആലോചിക്കുന്നില്ല. അത് കൊള്ളാലോ. ഞാൻ സന്തോഷത്തോടെ സുഖമായിട്ട് വീട്ടുകാരെ പോലും അയ്യോ എനിക്ക് ഭയങ്കര ജോലിത്തിരക്കാന്നൊക്കെ പറഞ്ഞ വീട്ടുകാരെ പോലും കൺവിൻസ് ചെയ്ത് ഒരു തരത്ത് ജീവിക്കുമ്പോൾ ലൈവിൽ കയറി വന്നിട്ട് എനിക്ക് പാര പടിയുന്നു അഭിനയ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് കാണാൻ പറ്റത്തില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് ഞാൻ ഏതോ ഒരു ദിവസം ലൈവിൽ ഇരുന്നപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചോളൂ, മാം എന്നാ കല്യാണം കഴിക്കുന്നത്? അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ലായിരുന്നേ. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ എഡിറ്റോറിയൽ കമ്മ്യൂണിറ്റിയാണ്. യു ആർ സോ ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ അത് പറയുമ്പോൾ വിത്തൗട്ട് അഡ്രസ്സിങ് ദാറ്റ് എനിക്ക് പോകാൻ പറ്റില്ല. കൊള്ളാം. ആൻറ്റിസിപ്പേറ്റ്, പ്രതീക്ഷിക്കുകയാണടാ, ആണ്. ഞാൻ പെട്ടെന്നേ പ്രതീക്ഷിക്കുകയാണ്. ബട്ട് നിന്റെ ഇംഗ്ലീഷിലുള്ള ടൈപ്പ് കണ്ടപ്പോൾ എനിക്കിത് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ. You are right. Eldo's poll goes all the way to top in the recently concluded Commonwealth Games. Yeah, great. Yes. Okay, so എനിക്ക് വയ്യ, എന്നെ കൊണ്ട് തന്നെ തോറ്റു ഞാൻ. ഷീസ് പോയിന്റ് ഔട്ട് അല്ല അനശ്വര, ഷീ പോയിന്റ്സ് ഔട്ട്, അവള് പോയിന്റ് ഔട്ട് ചെയ്തു എന്ന് കൊടുക്കണം കേട്ടോ. ഈസ് പോയിന്റ് ഔട്ട്, ഈസ് ഒരിക്കലും അല്ലെങ്കിൽ ബി ഫോർമുലേഷൻ ഒരിക്കലും നമ്മൾ V1ന്റെ കൂടെ ഉപയോഗിക്കില്ല. ഐസ് അങ്ങ് കട്ട് ചെയ്തേ എന്നിട്ട് ഷീയുടെ കൂടെ കൊടുക്കുക. ഷീ സിംഗുലർ ആയതുകൊണ്ട് വെർബ് സിംഗുലർ കൊടുക്കാൻ എസ് ഇട്ട് കൊടുക്കുക. ഷീ പോയിന്റ്സ് ഔട്ട് സം ഓഫ് ദി ഡ്രോബാക്സ് ഓഫ് ദ സിസ്റ്റം എന്ന് കൊടുക്കാം. ഓക്കെ, സത്യമാണല്ലേ? ആണ്. റിൻറ്റു മാം ഓൾവേസ് പോയിന്റ്സ് ഔട്ട് ദ inevitability of descriptive writing in exams. Yes, I do. I talked to Isabella and together we decided to part ways with that person. That is great. All right. Parents always treat their children on an equal footing. Yes. ആണോ? എല്ലാ പേരൻസും ആണോ? അനുപേ, പേരൻസിന് ഓൾവേസ് കൊടുക്കില്ല. പേരൻസ് പ്ലൂറൽ അല്ലേ? ഓൾവേസ് കൊടുക്കും. ഓൾവേസ് കൊടുക്കില്ല. ആണോ? അതിനെപ്പറ്റിയല്ല ഞാൻ പറയാൻ, വേറെ എൻ്റെ ശ്രദ്ധ മാറിപ്പോയി. പേരൻസ് അങ്ങനെയാണ് കൊടുക്കുന്നത്. എനിക്കറിയില്ല. എൻ്റെ വീട്ടുകാർക്ക് ഇടയ്ക്ക് ഇച്ചിരി സ്നേഹം ചേട്ടായിട്ട് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ജെൻഡർ ഈക്വാളിറ്റി എല്ലായിടത്തും ഇല്ല, പെട്രാർക്കൽ സൊസൈറ്റിയാണ് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഒരുപാട് സ്ഥലത്തിലുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. ഗുഡ് മോർണിംഗ് വൈഷ്ണവ്, ഗുഡ് മോർണിംഗ്. Due to her quibbing behavior, he decided to part ways with her. Great. Sentence is great. Don't hesitate to part ways. Part ways in our negative relationship. Part ways in a negative relationship. അല്ലെങ്കിൽ with a person എന്നാണ്. ഐശ്വര്യ എങ്ങനെ കൊടുക്കണം? Don't hesitate to part with a person or don't hesitate to part ways കൊടുക്കണം. Part ways in our relationship എന്ന് കൊടുക്കുക കേട്ടോ. Frequent tussles between them had parted ways. All right. Parted their ways. Parted their ways. അങ്ങനെ കൊടുക്കുക. അവരുടെ വേസ് പാർട്ട് ചെയ്തു അങ്ങനെ കൊടുക്കണേ. അപ്പോൾ അത് കറക്റ്റ് മീനിങ് ആവുള്ളേ. Great events wait upon you. All right. Yes. All right. KTU thinks that they are all the way to the top as IIT. അത് കൊള്ളാം. He pointed out the benefits of daily exercise. That is great. Okay. We can't wait upon what will happen in next moment. That is great. India is all the way to the top of economically powerful walk in the all the way to the top of economically powerful nation. അതിലേക്ക് പോവാണ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇക്കണോമിക്കലി പവർഫുൾ കൺട്രി എന്ന് കൊടുക്കണം. കാരണം ഇക്കണോമിക്കലി പവർഫുൾ വന്നാൽ അവിടെ നിർത്തരുത്. എന്താ വെച്ചാൽ ഓൾ ദ വേ ടു ദ ടോപ്പ് ഇങ്ങനെ കൊടുക്കുമല്ലോ നമ്മൾ. നോക്കിയേ, ഓൾ ദ വേ ടു ദ ടോപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷന് ശേഷം എപ്പോഴും ഒബ്ജക്റ്റ് വരണം. ഇത് ഇക്കണോമിക്കലി എന്ന് പറയുന്നത് അഡ്വേർബ് ആണ്. പവർഫുൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ആ അഡ്ജക്റ്റീവ് ക്വാളിഫൈൻ അഡ്വേർബ് കൊടുത്തു. അപ്പോൾ ഈ അഡ്ജക്റ്റീവ് കൊടുത്തേക്കുന്നത് ഒരു നൗണിന് ക്വാളിഫൈൻ ആയിരിക്കണമല്ലോ. അപ്പം നൗൺ അവിടെ വേണം. അപ്പം എന്ത് കൊടുക്കണം എന്ന് പറയാൻ, ഇന്ത്യ ഈസ് ഓൾ ദ വേ ടു ദ ടോപ്പ് ഓഫ് ഇക്കണോമിക്കലി പവർഫുൾ കൺട്രി ഓർ നേഷൻ എന്നൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ പവർ എന്നൊക്കെ കൊടുക്കാം. പവർഫുൾ പവർ എന്ന് പറയും, പവർഫുൾ സംതിങ് അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷൻ, സംതിങ് ലൈക്ക് ദാറ്റ് ഏത് കൊടുക്കാം. അക്കോർഡിംഗ് ടു ആർ ജുഡീഷ്യറി എവറി സിറ്റിസൺ ഓൺ ആൻ ഈക്വൽ ഫുട്ടിങ്. അനക വെറും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. എവറി സിറ്റിസൺ ഇസ് വേർബ് ഇവിടെ പോയി. ഞാൻ ഇന്നാളും പറഞ്ഞു അല്ലേ, ശ്രദ്ധിക്കണേ, വേർബ് ഇപ്പം മിസ്സിംഗ് ആണ്. നമ്മുടെ ഹാർട്ട് ഓഫ് ദ സെന്റൻസ് ആണ്, മിസ്സിംഗ് ആവരുത് കേട്ടോ. ഡോണ്ട് മിസ് മൈ വേർബ് കേട്ടോ.
ഐ വെയിറ്റ് upon ഹിന്ദു എഡിറ്റോറിയൽ ഡെയിലി. ആണോ? ദാറ്റ് ഈസ് ഗ്രേറ്റ്. അതും ഞാനിട്ടോ രാവിലെ ചാടി എണീക്കും, അയ്യോ സമയം പോയോ എന്ന് നോക്കും. എന്തുണ്ടാ, അയ്യോ എനിക്ക് എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യാനുണ്ട്, ഞായറാഴ്ച വരെ ചാടി എണീക്കല. ഇപ്പം അതാണിപ്പോൾ അവസ്ഥ. ഈ ഒരു സാധാരണ ഈ ഒരു പ്രായത്തിൽ വേറെ എന്തൊക്കെ ഉണ്ടല്ലോ ആൻസിപ്പേറ്റ് ചെയ്യാൻ. എൻ്റെ ആൻസിപ്പേഷൻ മൊത്തം എഡിറ്റോറിയൽ. എഡിറ്റോറിയൽ രാവിലെ എഡിറ്റോറിയൽ ചെയ്യണം, അത് മാത്രമേ എൻ്റെ വിചാരമുള്ളൂ. ഐ ലവ് എഡിറ്റോറിയൽ ആൻഡ് ഐ ലവ് ദിസ് കമ്മ്യൂണിറ്റി കേട്ടോ. ഐ really do. I really mean it when I say it. I waited upon my friend since 8 o'clock in the morning. That is great. Team Planet ആദ്യമായിട്ട് വരുന്നതാണോ? I didn't recollect. എനിക്ക് റിക്ലക്ട് ചെയ്യാനേ പറ്റുന്നില്ല ഈ പേര്, അതുകൊണ്ടാണ് I couldn't recollect. The emperor had dozens of servants to wait upon him. That is great. Okay. Finally, they part a ways പറയില്ല ഷൈനി. They part ways. ഇല്ല, കട്ട് ചെയ്യേ. ഒരിക്കലും നമ്മൾ പ്ലൂറൽ നൗണിന്റെ കൂടെ കൊടുക്കില്ലല്ലോ. പ്ലൂറൽ നൗൺ അല്ലേ വേസ്, അപ്പോൾ ഒരിക്കലും കൊടുക്കരുത്. ആ അങ്ങ് കട്ട് ചെയ്ത് പറയാം. Finally, they part ways due to the ego problems of them. എന്ന് കൊടുത്തു, അത് കുഴപ്പമില്ല. കൂടെ കട്ട് ചെയ്തോളാണ്. The tribes don't get on an equal footing in the society. Yes, that's right, Dheeraj. Both men and women are to be kept on an equal footing. Set. അത് കറക്റ്റ് ആണ് കൃഷ്ണാഞ്ജന. Experts criticize that his anticipation of short is not up to the mark. That is great. എന്താ അല്ലേ, അങ്ങനെ ഒരുപോലെ ട്രീറ്റ് ഒന്നും ചെയ്യില്ല മിസ്സേ. എന്നാലും പറയുമ്പോൾ ഭംഗിക്ക് പറയാലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അനുഭവം നീ ചങ്കടമുത്തേ, എനിക്ക് നിന്നെ കാണണം, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സത്യം അല്ലേ, നമ്മൾ അങ്ങനെയാന്നേ. എന്താ ചെയ്യുക, വീട്ടിലെപ്പോഴും ഉണ്ടെന്നേ. ചിലർ ഒരു തട്ടെപ്പോഴും കീപ്പ് ചെയ്യും വീട്ടുകാർ. എനിക്കത് തോന്നിയിട്ടുണ്ട്, ഞാനത് പറയുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് ഞാൻ എൻ്റെ അപ്പൻ്റെ പ്രത്യേക ശാസ്ത്രങ്ങളോട് ഞാൻ യോജിച്ച് നിൽക്കില്ലെന്ന് പറയില്ലേ. പുള്ളി ഞാൻ തമ്മിൽ ഇച്ചിരി ചകടാ പൊട്ടി. എന്താ ചെയ്യുക, പുള്ളി ഞാൻ തമ്മിലല്ല, പുള്ളിയുടെ ചിന്താഗതിയും എൻ്റെ ചിന്താഗതിയും ഒരുമിച്ച് പോവില്ല. ദാറ്റ് ഡസൻറ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറയും. ഞാൻ എപ്പോഴും പറയും, നമ്മൾ തമ്മിൽ ചേരുമെന്ന്, നമ്മുടെ രണ്ടുപേരുടെ ചിന്താഗതികൾ തമ്മിൽ ചേരുന്നു പോവില്ല മോനെ എന്ന് ഞാൻ പറയാറുണ്ട്. The Supreme Court pointed out that abortion rights are fundamental for women to be on an equal footing with men in this patriarchal society. That's great. മിസ്സിന് ചേട്ടായി അനിയത്തിമാരും ഉണ്ടല്ലേ? ഉണ്ട്. ചേട്ടായിയാണ് നമ്മുടെ റിജിൻ സെബാസ്റ്റ്യൻ സാറ്, പിന്നെ അനിയത്തിമാരും ഉണ്ട്. അങ്ങനെ 4 പേരുള്ള ഒരു അടിപൊളി കുടുംബം. എനിക്ക് ഓർമ്മ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അതുകൊണ്ടാണ് ഭയങ്കര കമ്പനി, ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. വി ആർ സോ ക്ലോസ്, അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഐ എം സോ കണ്ടന്റ് ആ കാര്യത്തിൽ. യു വിൽ സെറ്റ് അപ്പനും അമ്മയുടെയും ചിന്താഗതികളോട്ട് നിൽക്കില്ലെങ്കിലും ഞങ്ങൾ 4 പേരുടെയും ചിന്താഗതികൾ ഭയങ്കര സെറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര വി ആർ സോ കണ്ടന്റ് ആ കാര്യത്തിൽ. വി വിൽ സെറ്റ് റൈറ്റ് സൂൺ. യെസ്, വി വിൽ സെറ്റ് റൈറ്റ് സൂൺ. ഹൈക്കോർട്ട് പോയിന്റ് ഔട്ട് ടു മെയിൻറ്റെയിൻ ദ റോഡ്സ് within 2 weeks. Yes, ഹൈക്കോർട്ട് പറഞ്ഞല്ലേ. യെസ്, പേരൻസ് ഫെയിൽ ടു മെയിൻറ്റെയിൻ ഓൺ ആൻഡ് പറയില്ല, മെയിൻറ്റെയിൻ ആൻഡ് ഈക്വൽ ഫുട്ടിങ് ടു അങ്ങനെ കൊടുക്കുക. ഈക്വൽ ഫുട്ടിങ് എന്ന് ഓൺ കൊടുക്കാതെ ഈക്വൽ ഫുട്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ അത് നൗൺ അല്ലേ. അപ്പോൾ എന്താണെന്ന് മെയിൻറ്റെയിൻ ഓൺ കൊടുക്കണ്ട പ്രവി, ഇങ്ങനെ കൊടുത്താൽ മതി. പേരൻസ് ഫെയിൽ ടു മെയിൻറ്റെയിൻ ആൻഡ് ഈക്വൽ ഫുട്ടിങ് ടു ഓൾ ദ ചിൽഡ്രൻ. മൈ ബാഡ്. ഓൺ ഇവിടെ വേണ്ട കേട്ടോ, അതും കട്ട് ചെയ്താൽ മതി. ആഫ്റ്റർ അറ്റൻഡിംഗ് ദി എക്സാം ഹി വെയിറ്റഡ് അപ്പോൺ ദ റിസൾട്ട്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. റിസർവേഷൻ ഓഫ് വിമൻ ഇൻ ദ ലെജിസ്ലേറ്റീവ് സിസ്റ്റം സെറ്റ് റൈറ്റ് ടു ideal society working on an equal footing. That's right. Good morning Tinsy. Tinsy, ഓർമ്മയുണ്ട്, ഇന്നലെ ഞാൻ ഓർത്തു, അത് ശരിക്കും ഓർത്താണ്. ഞാൻ PDF അയച്ചു തരും, ഉറപ്പാണ്. ദാറ്റ്സ് മൈ വേർഡ്. ഇന്ന് ഞാൻ എന്തായാലും ചെയ്തിട്ട്, ഇന്ന് പകരം കുറച്ച് സമയം എനിക്ക് ഫ്രീ ഉണ്ട്, ഞാൻ എന്തായാലും അയച്ചു തരാം, PDF അയച്ചു തരാം. ഐ നോ ഇറ്റ്സ് യുവർ ടൈം ആൻഡ് ഐ വിൽ സെറ്റ് ഇറ്റ് റൈറ്റ്. ഞാൻ എന്തായാലും അയച്ചു തരാം കേട്ടോ. കാര്യം ഇന്നലെ ഞാൻ ഫുൾ ടൈം ബിസിയാണ്. ഫുൾ ടൈം രാത്രി 11:30 വരെ കണ്ടിന്യൂസ്ലി വർക്കിംഗ് ആയിരുന്നു. എന്നിട്ട് ആ ഭക്ഷണം പോലും കഴിച്ചേ. സോ ഇന്നലെ കുളിക്കാൻ പോലും പറ്റില്ല, ലിറ്ററലി ലെറ്റ് മീ ടെൽ യു. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തായാലും ചെയ്തു തരാം കേട്ടോ. ഗുഡ് മോർണിംഗ് അതുല ഗുഡ് മോർണിംഗ്. യെസ് വൈഷ്ണവ്, താങ്ക് യു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ, എല്ലാവരും ഒരു ലൈക്ക് ഇട്ടേ. സോ കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ആൻഡ് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഗുണമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ഇടുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സെറ്റ്. അടുത്ത സെറ്റ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക. സ്റ്റാൻഡ് ഔട്ട് എന്ന് വെച്ചാൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുക എന്നൊരർത്ഥം ഉണ്ടല്ലേ. ഒരു കാര്യം നമ്മൾ മറ്റുള്ള ഒരാളിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുക, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയൂലേ, അതിനെ സ്റ്റാൻഡ് ഔട്ട് എന്ന് പറയും. അടുത്തത് പെർസിസ്റ്റന്റ് ഒപ്പോസിഷൻ ഓർ സപ്പോർട്ട്. ഒരു കാര്യത്തിന് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒന്നിൽ നിൽക്കാവുള്ളൂ, ഒരെണ്ണത്തിൽ രണ്ട് തോണി കാലി ഔട്ടരുത്, പക്ഷെ ഒറ്റ തോണിയിലെ കാലം ഔട്ടാവുള്ളൂ. ഐദർ യു ആർ ഇൻ ദ ഒപ്പോസിഷൻ, അപ്പം നീ സ്റ്റാൻഡ് ഔട്ട് ചെയ്തു നോക്കണം, ഓർ യു ആർ സപ്പോർട്ട് ഓഫ് സംബഡി. അപ്പൊ എന്തായാലും നീ ഏതെങ്കിലും ഒരു നുഖത്തിൽ നിൽക്കുന്നു എന്ന് പറയില്ലേ, അതിനെ നമ്മൾ പറയാണ് സ്റ്റാൻഡ് ഔട്ട്. ഓർത്ത് വെച്ചോണേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബട്ട് എനിവേസ് ഒന്നുകൂടെ പറയാം അല്ലേ. ഹി പോയിന്റ് ഔട്ട് ഹിസ് എബിലിറ്റി ഇൻ ടീച്ചിങ്. ഹി പോയിന്റ് ഔട്ട് അല്ല, ഹി പോയിന്റ്സ് ഔട്ട്. ധീരജ്, ഹി എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ, അപ്പോൾ പോയിന്റ്സ് ഔട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റൻസ് കൊടുക്കാം, പോയിന്റഡ് ഔട്ട് കൊടുക്കാം, ഏതാണോ അക്കോർഡിംഗ് ടു യു. പാസ്റ്റൻസോ പ്രസന്റൻസോ. പ്രസന്റൻസ് ആണെങ്കിൽ സബ്ജക്റ്റ് അനുസരിച്ച്, സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ വെർബ് സിംഗുലർ, സബ്ജക്റ്റ് പ്ലൂറൽ എങ്കിൽ വെർബ് പ്ലൂറൽ. ആദ്യത്തെ റൂൾ ഓഫ് കോൺകോഡ് ആണ്, അതൊന്ന് നോക്കി പോകണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ്. എക്സാമിന് എപ്പോഴും വരുന്നുള്ള ക്വസ്റ്റൻസ് ആണ് ഇങ്ങനത്തെ. രാഹുൽ പോയിന്റഡ് ഔട്ട് ദ തീഫ് ടു ദ പോലീസ്. ദാറ്റ് ഇസ് ഗ്രേറ്റ്.
സിസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത് മാം എന്നോ? ഒരാളിപ്പം ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുവാണ്, പി ജിക്ക് വേണ്ടി പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ് ഞങ്ങളുടെ അനിയത്തിക്കുട്ടീനെ പുറത്തോട്ട് വിടാനുള്ള ഒരു പ്ലാനിലാണ്. സോ അവൾ അതിന് വേണ്ടിയിട്ട് പ്രോസസ്സൊക്കെ ആയിട്ട് ലാസ്റ്റ് ഫേസിൽ നിൽക്കുകയാണ്. ഷീ ഈസ് വെയിറ്റിംഗ്. അഡ്മിഷൻ എടുത്തു, ഫസ്റ്റ് ക്വാർട്ടർ ഫീ അടച്ചു. പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പോയില്ലെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ഓൾസോ വർക്കിംഗ്. നമ്മുടെ ബൻസു ആപ്പിൽ വർക്ക് ചെയ്യാണ്, മാത്ത് പഠിപ്പിക്കുവാണ്, മാത്തിൻ്റെ ടീച്ചറാണ്. ഷീ ഈസ് എ ഗ്രേറ്റ് ടീച്ചർ. ആൻഡ് അപ്പോൾ വർക്ക് ചെയ്യുന്നു, പ്ലസ് പി ജി പഠിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകാൻ വേണ്ടി നോക്കുവാണ്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സിസ്റ്റർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. എനിവേസ്, സ്വാഭാവികമാണല്ലേ, സ്വാഭാവികം. അതാണ്. പ്രൊജക്റ്റോ? എന്താ പ്രൊജക്റ്റ് ഉദ്ദേശിച്ചേ? പ്രൊജക്റ്റ് ചെയ്യുക. എന്താ പ്രൊജക്റ്റ് എന്നോ? പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാന്ന് പറയില്ലേ നമ്മൾ? പാർവതിക്ക് അറിയില്ലേ പ്രൊജക്ടർ? നമ്മൾ എന്തിനാണ് പ്രൊജക്ടർ ഉപയോഗിക്കുന്നത്? പണ്ട് കാലം ഇപ്പം എനിക്കറിയത്തില്ല. ഇപ്പം സ്മാർട്ട് ടി വി സ്മാർട്ട് സ്ക്രീനുകളൊക്കെ വന്നല്ലേ. അതിന് മുമ്പ് നമ്മൾ പണ്ടൊക്കെ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഒക്കെ, എനിക്ക് തോന്നുന്നു 90s ഉള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു വീഡിയോ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു സയൻസ് എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സ്കൂളിൽ പ്രൊജക്ട് ചെയ്ത് തരുന്ന പ്രൊജക്ടർ വെച്ചിട്ടായിരുന്നു. ലാപ്ടോപ്പ് ഇവിടെ വെക്കും, ഒരു പ്രൊജക്ടർ വെക്കും. അപ്പോൾ അതിൻ്റെ ലൈറ്റ് അടിച്ച് ലാപ്ടോപ്പിൽ നിന്നുള്ളത് ആ സ്ക്രീനിൽ, വൈറ്റ് സ്ക്രീനിലോട്ട് വരും. മേ ബി ചുമ്മാ ഒരു തുണിയൊക്കെ ഇട്ടിട്ടായിരിക്കും, വൈറ്റ് തുണി മാത്രം കെട്ടിയിട്ടുള്ള സ്കൂളുകൾ വരെ പോയിട്ട് ഞാൻ പണ്ട് അസാപ്പിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ നമുക്ക് വൈറ്റ് സ്ക്രീൻ ഇല്ലാതപ്പോൾ പല സ്കൂളുകളും കേട്ടോ, പല സ്കൂളുകളും അങ്ങനെ ഇല്ലാതപ്പോൾ വൈറ്റ് സ്ക്രീൻ കെട്ടിയിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അസാപ്പിലെ കമ്മ്യൂണിക്കേറ്റീവ് ട്രെയിനറായിട്ട് ആണ് വർക്ക് തുടങ്ങിയത്. ഞാൻ എൻ്റെ പി ജി പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അസാപ്പിൽ ഞാൻ കോട്ടയമാണ്, ഞാൻ ഫുൾ കംപ്ലീറ്റ് കോട്ടയമാണ്. അപ്പോൾ കോട്ടയത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ എന്താണ് അവിടെ ചില സ്കൂളുകളിൽ തീരെ ഗവൺമെൻറ് സ്കൂളുകളാണ് പഠിപ്പിക്കുന്നത് നമ്മൾ. അപ്പോൾ IT പഠിപ്പിക്കണമെങ്കിൽ ഞാൻ ഇവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം, പിള്ളേർ കാണിച്ചു കൊടുക്കണം ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ ജിമ്പും അതും ഇതൊക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് IT, ഇപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുപോകണം, അവിടെ ലാപ്ടോപ്പ് ഉണ്ട്. പക്ഷേ സംഭവം പെൻഡ്രൈവിലൊക്കെ ഞാൻ സാധനം കൊണ്ടുപോകുമ്പോൾ മിക്കവാറും ചില ദിവസം സ്ക്രീൻ അവിടെ ഉണ്ടാവില്ല. പിന്നെ ഗവൺമെൻറ് സ്കൂളായിട്ട് കുട്ടികളെല്ലാം തകർത്ത് മറിച്ച് കുളമാക്കിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അതോറിറ്റീസ് അത് നോക്ക് തോലുമില്ല. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് സ്ക്രീനിൽ വെച്ച് നമ്മൾ കെട്ടിയിട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കില്ലേ, കണ്ടിട്ടില്ല? അത് മൂവീസൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതാണ് പ്രൊജക്ടർ, അതിൻ്റെയാണ് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ അതെന്താണ് പ്രൊജക്റ്റ് ചെയ്യുക, ഒരു കാര്യം എടുത്ത് കാണിക്കുക എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ എന്താ അതിങ്ങനെ വ്യത്യസ്തപ്പെട്ട് നിൽക്കുക, അതിനെയാണ് സ്റ്റാൻഡ് ഔട്ട് പറയാം. അടുത്തതൊരു ഇഡിയമാണ് ചെറി പിക്ക് ചെയ്യുക. ചെറി പിക്കിംഗ് എന്നൊക്കെ പറയും. നൗണായിട്ട് ചെറി പിക്കിംഗ് എന്ന് പറയാം, ചെറി പിക്ക് ചെയ്യുക വേർബായിട്ട് പറയും. ചെറി പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെലക്ട് ഓൺലി ദി ബെസ്റ്റ് വൺസ് ഫ്രം എ ഗ്രൂപ്പ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് അവർ കൂടുതലായിട്ട് ചെറിയ വെച്ചിട്ടാണ് അവർ പറയുന്നത്. കാരണം ചെറി പിക്ക് ചെയ്തിട്ട് വരാൻ പറയും. ഇപ്പോൾ എനിക്ക് ചാൾസ് ഡിക്കൻസ് അല്ല പല നോവലുകളും വായിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിലും, വായിക്കണമെന്ന് ഞാൻ പറയില്ല, മൂവീസ് കണ്ടാലും മതി. ഞാൻ മൂവിയുടെ ആളാണ്, അതുകൊണ്ട് വായിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് മൂവീസിനാണ് ഇഷ്ടം. അതാണ് എനിക്കിഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എനിവേസ്, ചെറി പിക്ക് എന്ന് പറഞ്ഞാൽ ചെറി എടുക്കില്ല, നല്ല നോക്കി നമ്മൾ എടുക്കില്ലേ, സെലക്ട് ചെയ്യില്ല, അതിനെയാണ് ചെറി പിക്ക് എന്ന് പറയാം. ചെറി പിക്കിംഗ് ഒരു പ്രൊസീജിയറുമാണ്. ഇറ്റ്സ് എ നൗൺ, ജെറൻ ഫോർമുലേഷനിൽ പറയും അല്ലേ, വെർബൽ നൗൺ ആണ്. സോ ചെറി പിക്കിംഗ് നിങ്ങൾ കാണാൻ പറ്റും, സെലക്ഷൻ ഓഫ് ഓൺലി ദ ബെസ്റ്റ് വൺസ് ഫ്രം എ ഗ്രൂപ്പ് എന്നാണ് ചെറി പിക്കിംഗ് എന്ന് പറയാം. അപ്പോൾ സെലക്ട് ചെയ്യുക ഓൺലി ദ ബെസ്റ്റ് വൺസ് ഫ്രം എ ഗ്രൂപ്പ് ആണ് ചെറി പിക്ക് ചെയ്യുക എന്ന് പറയുക. ടേക്ക് ഓവർ ദ റെയിൻസ്. അടുത്തത് ഇന്നലെ നമ്മൾ പറഞ്ഞു റെയിൻ ഇൻ ചെയ്യുക, അത് ഫ്രേസൽ വെർബ്. സെയിം മീനിങ് ആണ് റെയിൻ ഇൻ ചെയ്യുക, അതേ മീനിങ് ആണ് ടേക്ക് ഓവർ ദ റെയിൻസ്. റെയിൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് കൺട്രോൾ അല്ലേ. അപ്പോൾ ടേക്ക് ഓവർ ദ കൺട്രോൾ, ടേക്ക് ഓവർ ദ റെയിൻസ് എന്ന് പറഞ്ഞാൽ ടേക്ക് ദ കൺട്രോൾ ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു ഇതിന്റെ കൺട്രോൾ ചെയ്യാണ് നമ്മൾ. കൺട്രോൾ ആയിട്ട് ടേക്ക് ഓവർ ചെയ്യാന്നൊക്കെ പറയില്ലേ, സെയിം സാധനം അല്ലേ, അസ്യൂം കൺട്രോൾ ഓഫ് സംതിങ്, അത് തന്നെയാണ് ടേക്ക് ഓവർ ദ റെയിൻസ് എന്ന് പറഞ്ഞാൽ. കടിഞ്ഞാണ് അല്ലേ, കടിഞ്ഞാണ് പിടിച്ചിട്ടുക, കടിഞ്ഞാണ് പിടിക്കുകയാണ് നമ്മൾ. കടിഞ്ഞാണ് കുതിരയുടെ കടിഞ്ഞാണൊക്കെ പിടിക്കാൻ പറയില്ലേ, അതിനാണ് ടേക്ക് ഓവർ ദ റെയിൻസ്. ഞാൻ പറഞ്ഞില്ല റെയിൻസ് നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കുന്നു പറഞ്ഞില്ലേ, ഇവിടെ ഇത് നൗണായിട്ട് ഉപയോഗിക്കും. ഓവർ കണ്ടോ, പ്രിപ്പോസിഷൻ ആണ്, പ്രിപ്പോസിനേഷൻ ഒബ്ജക്റ്റ് ആയിട്ടാണ് റെയിൻസ് വന്നേക്കുന്നത്, കണ്ടോ, അതാണ്. അടുത്ത് നോക്കിയ പിള്ളേരെ, റെയിൻ ഇന്നലെ ഒരുപാട് പറഞ്ഞു, റെയിനിലോട്ട് ഞാൻ ഇനി കിടക്കുന്നില്ല. അ ചിങ്ക് ഇൻ സംബഡീസ് ആം, അ ചിങ്ക് ഇൻ സംബഡീസ് ആം എന്ന് വെച്ചാൽ ഒരു വീക്ക്നെസ് ആണ്. ഈ വീക്ക്നെസ്സിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. വെറൊരു നമ്മൾ അഖിലിസ് ഹീൽ എന്ന് പറഞ്ഞാൽ അത് വീക്ക് സ്പോട്ട് എന്ന് അർത്ഥം അല്ലേ, അത് ഓർത്തോണേ. അഖിലിസ് ഹീൽ കേട്ടിട്ടില്ലേ, അഖിലിസിന്റെ ഹീൽ എന്ന് പറയില്ലേ, അയാളുടെ ഹീലിന് ഇത് പറ്റുകൊണ്ട് അഖിൽസ് ഹീൽ, അയാളുടെ അഖിലിസ് ഹീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേരുടെ കാലിൽ അമ്പ് കൊണ്ടുകൊണ്ട് അത് കഴിഞ്ഞിട്ടും പിന്നെ അയാളുടെ വീക്ക് സ്പോട്ട്, അത് വീക്ക് സ്പോട്ട്. അപ്പോൾ അതും ഒരു ഇതിപ്പോൾ പറഞ്ഞപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വീക്ക് സ്പോട്ട് അല്ലെങ്കിൽ വീക്ക്നെസ് തന്നെയാണ് ഇതിന്റെ മീനിങ്, സെയിം മീനിങ് ആണ്. വീക്ക് സ്പോട്ട് ഞാൻ എക്സ്ട്രാ എടുത്ത് വെച്ചെന്നുള്ളൂ. അപ്പോൾ ഈ അഖിലിസ് ഹീലും ആ ചിങ്കിൻ സംബഡീസ് ആമെന്ന് പറഞ്ഞാലും ഒരു വീക്ക്നെസ് ആണ്. പക്ഷേ ഈ ചിങ്കിൻ സംബഡീസ് ആമിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ വീക്ക്നെസ് ഉപയോഗിച്ച് വേറെ ആൾക്കാരെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു വീക്ക്നെസ്, ചിലർക്ക് ഒരു വീക്ക്നെസ് വെച്ചിട്ട് അവരത് ഹരവാക്കിയെടുക്കും. ഈ വീക്ക്നെസ് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അയ്യോ എനിക്കിങ്ങനെയാണ് കേട്ടോ, എനിക്കങ്ങനെ, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് വലിയ ഭാഗ്യമൊന്നുമില്ല നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു പരാധീനത അല്ലെങ്കിൽ നമ്മുടെ ഒരു പോരായ്മയെ നമ്മളതൊരു മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റുള്ളവരെ
കണ്ണ് കെട്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ചിങ്ക് ഇൻ സംബഡീസ് ആം. പക്ഷേ എക്സാമിന് വരുമ്പോൾ ഞാനത് പറഞ്ഞത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാൻ വേണ്ട. എക്സാമിന് വരുമ്പോൾ ഇത്രയും വലിയ ഇതൊന്നും വരില്ല, വീക്ക്നെസ്സിനെ വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിഞ്ഞിരുന്നാൽ മതി. ചിങ്ക് ഇൻ സംബഡീസ് ആം എന്ന് പറഞ്ഞാൽ ആം എന്ന് പറയുമ്പോൾ കേട്ടോ, അതുകൊണ്ട് ആമർ ചിങ്ക് ഇൻ സംബഡീസ് ആമർ എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് എന്നാണ് അർത്ഥം. ഒന്ന് നോക്കണേ, ഓർത്തോളാം. ഹർ ഹെയർ മേക്സ് സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ ക്രൗഡ്. ടീച്ചിങ് ഫാമിലി. ടീച്ചിങ് ഫാമിലിയാണ്, ഞങ്ങൾ ടീച്ചിങ് ആണ്. എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല. അപ്പനും അമ്മയും ടീച്ചറൊന്നുമല്ല, അച്ഛനും അമ്മയും കൃഷിയാണ്. എവിടെ നിന്നാണോ ടീച്ചിങ് ഞങ്ങൾക്ക് വന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ ആലോചിക്കാറുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, അതെന്താണോ അപ്പനും അമ്മയും രണ്ടുപേരും എന്താണ്, ഒരാൾ ഹോം മേക്കറാണ്, അമ്മ ഹോം മേക്കറാണ്, അപ്പനാണ് കൃഷി, കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്, കൃഷിയൊക്കെ ആയിട്ടാണ് പുള്ളി. അപ്പം അതുകൊണ്ട് നമുക്ക് എവിടെ നിന്നാണ് ഈ ഒരു ഇത് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ അല്ലേ, ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും. പിന്നെ നമ്മുടെ കസിൻസ് കുറേ പേരുണ്ട് കേട്ടോ, ടീച്ചേഴ്സൊക്കെയാണ്. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം, എവിടെയെങ്കിലും ബ്ലഡിലോ പണ്ട് റൂട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും, അറിയത്തില്ലല്ലോ. ഇന്റിമസി ഇൻ ഫാമിലി റിലേഷൻഷിപ്പ് ഈസ് സംതിങ് ദറ്റ് സ്റ്റാൻഡ്സ് ഔട്ട് ഇൻ ഇന്ത്യൻ കൾച്ചർ. യെസ്, ആണ്. മൈ ഫാദർ സെറ്റ് റൈറ്റ് ദ ഓൾഡ് ബൈക്ക് ഫോർ മൈ യങ് ബ്രദർ. ദാറ്റ് ഇസ് ഗ്രേറ്റ്. അത് കൊള്ളാം. യുവർ വീഡിയോ ക്ലാസ്സസ് സ്റ്റാൻഡ് ഔട്ട് ഫ്രം other classes in the YouTube. Thank you so much, Pravi. I'm honored and I'm really happy. Thank you, Tom. പക്ഷേ റിന്റു താഴോട്ടിറങ്ങ്, ഉത്തരത്തിന്മേൽ കയറി നിൽക്കുക അല്ലേ, വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നെ ഒന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഞാനങ്ങ് അല്ലേ ജാടയായിപ്പോയല്ലോ, എനിക്ക് ജാടയാണോന്ന് ഞാൻ ഇപ്പോൾ വേണ്ടല്ലേ. മൈ ഫാദർ അത് പറഞ്ഞല്ലേ. റിന്റു മാം stood out from the faculty as she goes on all the way to top for the betterment of editorial session. Thank you, ഷമാസേ. എൻ്റെ പിള്ളേരെ നിങ്ങൾ ഇങ്ങനെ പൊക്കല്ലേ അല്ലേ. ലേസിനെസ് ഇസ് എ ക്ലിങ്ക് അല്ല ചിങ്ക്. നന്ദിച്ച ചിങ്ക്. എനിക്ക് നന്ദിച്ച എന്നുള്ള പേരും ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിനോട്, എനിക്ക് ആദ്യമായിട്ടല്ല പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്ദിച്ച എന്നുള്ള പേര് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ ഉസ്മാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ്, അത് ഞാൻ ഇടയ്ക്ക് ഉസ്മാനേ എന്ന് വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേര്. 2 പേരുകളും ഇഷ്ടം കേട്ടോ. ചില പേരുകൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്യും എനിക്ക്, അങ്ങനത്തോണ്ട് ഞാൻ പറഞ്ഞു. ലേസിനെസ് ഇസ് എ ചിങ്ക് ഇൻ ദ ആമർ ഓഫ് മെനി പീപ്പിൾ. കേട്ടോ, ചിങ്കാണേ, അത് ഓർക്കണേ. ഈ സ്റ്റാൻഡ് ഔട്ട് മേക്ക് എ പാരന്റ് ഉണ്ട്. നീ ഇന്നാളെ ഒരു ഇതാണ് ചോദിച്ചു, സ്റ്റാൻഡ് ഔട്ട് മേക്ക് എ പാരന്റ് എന്ന് പറഞ്ഞിട്ടോ. സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക, മേക്ക് എ പാരന്റ്, ക്ലിയർ ആകുക എന്നുള്ള ഒരു അർത്ഥം കൂടെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു ഫ്രേസൽ വേർബിന് പല മീനിങ് ആണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. അതേടാ, മേക്ക് എ പാരന്റ് കറക്റ്റ്, മേക്ക് ക്ലിയർ അപ്പാരന്റ്. ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസം +2 പ്രിലിംസ് നമ്മളെന്നും അപ്പാരന്റ്ലി ഡിസ്കസ് ചെയ്യില്ലേ. ഈ കഴിഞ്ഞ ദിവസം +2 പ്രിലിംസ് അപ്പാരന്റ്ലി വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു പിള്ളേരെ, +2 പ്രിലിംസ് എക്സാമിന് അപ്പാരന്റ്ലിയുടെ മീനിങ് എന്താണെന്ന് ചോദിച്ചായിരുന്നു. അപ്പാരന്റ്ലി നിങ്ങൾക്ക് അറിയാലോ, അല്ല ഒസ്റ്റെൻസിബിളി, നമ്മൾ ഒസ്റ്റെൻസിബിളിന്റെ മീനിങ് ആയിട്ടാണ് അപ്പാരന്റ്ലി പഠിച്ചത്. ഒസ്റ്റെൻസിബിളി ഇത് വന്നായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ വന്നായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു, അയ്യോ എഡിറ്റോറിയലാണ് കൂടുതലല്ല, ഒരു 90% എഡിറ്റോറിയൽ നിന്നാണ് വന്നത്. ഈവൻ ഇക്കണോമിക്സിലെ ചോദ്യങ്ങൾ വരെ, ഇക്കണോമിക് ആർട്ടിക്കിൾ, നമ്മുടെ ഫിനാൻസ് ആർട്ടിക്കിൾ എന്നാണ് ചോദ്യം വന്നത്. അതായത് പക്ക ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എഡിറ്റോറിയൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇക്കണോമിക്സ്. ഇനിയുള്ള PSC എക്സാമിന് ഇക്കണോമിക്സ് പഠിക്കാൻ അത് മതി, വേറെ ഒന്നും എക്സ്ട്രാ ബുക്കുകൾ പോലും റെഫർ ചെയ്യണ്ട. ഇനി അതൊന്നും ആ ഒരു പോളിസി ഒന്നും വേറെ ഒരു എക്കണോമിക്സിന്റെ ബുക്കിൽ നിങ്ങൾക്ക് കിട്ടൂല. അല്ലെ പിന്നെ നിങ്ങൾ ഇക്കണോമിക്സിന് ഗ്രാജുവേറ്റ് ആണ് ദിവ്യയെ പോലെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞു ഓർത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം. ഇതിലെങ്ങനെയാ കാശ് അയച്ചു കൊടുക്കുന്നത്? എന്തിൽ കാശ് അയച്ചു കൊടുക്കുന്നത്? സിദ്ധാർത്ഥ എന്തിലാണ് കാശ് അയച്ചു കൊടുക്കുന്നത്? എവിടെ കാശ്? ആര് കൊടുത്തു കാശ്? അനാവശ്യമായിട്ട് നീ ആർക്കും കാശ് കൊടുക്കണ്ട. കാശ് കൊടുക്കുന്നു, എന്ത് കാശ്? ഐ വിൽ ഡെഫിനറ്റ്ലി ചെറി പിക്ക് യുവർ ക്ലാസ്സസ്. താങ്ക് യു. അടിപൊളി. പ്രോക്രാസ്റ്റിനേഷൻ ഈസ് എ ചിങ്ക് ഇൻ മൈ ആർമർ. കൊള്ളാം, അത് കൊള്ളാം. BCCI cherry picked the Indian players for the upcoming Asia Cup. Yes, I take over the reins in the crucial match. That's great. The bowler calls for ഒന്നെങ്കിൽ രാഹുലെ കോൾസ് അല്ലെങ്കിൽ കൊടുക്കണം കോൾഡ് കൊടുക്കണം. കോൾസ് ഫോർ ദ വിക്കറ്റ് ആൻഡ് അമ്പയർ സ്റ്റാൻഡ്സ് ഔട്ട്. അപ്പോൾ കോൾസ് അമ്പയർ സ്റ്റാൻഡ്സ് ഔട്ട് അല്ലേ, ആൻഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും കോൾസേ കൊടുക്കാവുള്ളൂ. ദ ബോളർ കോൾസ് ഫോർ ദ വിക്കറ്റ്. ബോളർ സിംഗുലർ ആണ്, അതുകൊണ്ട് കോൾസ് സിംഗുലർ വേർബ് കൊടുക്കേ. ആൻഡ് സ്റ്റാൻഡ്സ് ഔട്ട് ഓൺ ദ ഡിസിഷൻ അപ് ടു ദ 11th hour of the game. That's great. Many aspirants who attended the editorial session point out that their parents cherry picked male over female gender. Yes, they do. അല്ലേ? എന്താ ഷമാസ് നിന്റെ അഭിപ്രായം? നീ ഒന്നും പറഞ്ഞല്ലോ. വിളഞ്ഞ വാഴക്കുല വെട്ടുക. അയ്യോ എനിക്ക് മനസ്സിലായില്ല. ചെറിപ്പിക്കിന്റെ മീനിങ് ആണോ? അങ്ങനെയാണോ? മലയാളത്തിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ടോ? ഷോപ്കീപ്പർ ഗ്ലേഡ് അറ്റ് മീ ആസ് ഐ വാസ് cherry picking the vegetables. അതുകൊള്ളാം. മൈ ക്ലാസ് ടീച്ചർ സ്റ്റാൻഡ് ഔട്ട് ഇതുണ്ടേ, ഗ്യാപ്പ് ഉണ്ട്, അപ്പോഴത് ഫ്രേസൽ വേർബ് ആവുകയാണ്. ടീം പ്ലാനറ്റ് മൈ ടീച്ചർ സ്റ്റാൻഡ് ഔട്ട് ആണോ? അല്ല, ടീച്ചർ സിംഗുലർ അല്ലേ, അപ്പോൾ വേർബ് സിംഗുലർ കൊടുത്തേ. സ്റ്റാൻഡ്സ് ഔട്ട് ടു ദ അച്ചീവ്മെന്റ് ഓഫ് അവർ ക്രിക്കറ്റ് ടീം കൊടുക്കാം. കം ഡൗൺ. അതെ, ഞാൻ ഇറങ്ങി വന്നു. ലിൻഡോ, ഞാൻ നേരത്തെ ഇറങ്ങി വന്നു. ഞാൻ ഇവിടെ തന്നെയാണ്, സീറ്റിൽ തന്നെ ഇരിപ്പുണ്ട്. യെസ്, പ്രസന്റ്. പൊളിറ്റിക്സ് ഇൻസൈഡ് BCCI ഓഫൻ ലീഡ്സ് cherry picking ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലേയേഴ്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. മാം ഒരു ഡൗട്ട് ഉണ്ട്, പറഞ്ഞു. SMTS റോ സ്കോർ എത്ര വേണം ഒരു ചാൻസ് ഒക്കെ കിട്ടാൻ? സോറി ഫോർ ആസ്കിങ് ഇൻ ദിസ് സെഷൻ. എനിക്കൊരു മെയിൽ അയക്കാവോ? ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം, കാരണം അത് നമുക്ക് ഇതിനൊന്ന് അനലൈസ് ചെയ്യാതെ പറയാൻ പറ്റില്ല. എനിക്കൊരു മെയിൽ അയക്കാവോ? Rintu.Sebastian
adda247.com. അതാണ് എൻ്റെ മെയിൽ കേട്ടോ. എനിക്കൊരു ഒഫീഷ്യൽ മെയിൽ ഐ ഡി ആണ്. അതിലോട്ട് ഒരു മെയിൽ അയക്കുവാണെങ്കിൽ ഐ ഡു ചെക്ക് ആൻഡ് ദെൻ ഐ വിൽ ടെൽ യു കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഉറപ്പായിട്ടും ചെക്ക് ചെയ്തിട്ട് പറയാം. ചെക്ക് ചെയ്ത് എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് നോക്കിയിട്ട് പറയാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോഴത്തെ എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ച് നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്ന് പറഞ്ഞ് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ടീം പ്ലാനറ്റ് എനിക്കൊരു മെയിൽ അയച്ചോളൂ. ഐ വിൽ ബി ഗെറ്റിംഗ് ബാക്ക് ടു യു. സോ a smart person know how to cherry pick the opportunity. That is great sentence. Kerala KPSC says it introduced the two-tier examination system for cherry picking from the examinees. Yes, aanu satyam. Apparently opposing partisans always a chink. Avada verb evadada. Apparently opposing partisans are always a chink in ruling partisans' armor at right juncture. Vende avada verb missing aanu aaru koduthe Vinu. Most of the banks take over the reins of Shiny. Most of the banks take over the reins of those who are not paying the borrowed money. Borrowing money alla onnodu parayam. Most of the banks take over the reins of those who are not paying the borrowed money. കടമെടുത്ത മണി അവിടെ വീത്തിരി തന്നെ കൊടുക്കണം, borrowed money കൊടുക്കണം കേട്ടോ. I take over the reins on time management. That's great. The management took over the reins over the staffs illa staffinte plural staff thaneyana Harishma. Staffs illa ട്ടോ ഒന്ന് ഓർത്തോണത്. Teacher cherry picked the students for a sports. That is great. For a sport, ഒരു സ്പോർട്സ് പ്ലൂറൽ കൊടുക്കുക കേട്ടോ. ധീരജ്, we must stand out against bigotry. ആണ്, വേണം, ഉറപ്പായിട്ടും വേണം. Let's move പിള്ളേരെ മതി. ഇതാണ് നമ്മുടെ idioms and phrases. Let's move to the വേർഡ്സിലോട്ട് പോയാലോ. സോ ഇന്ന് എപ്പോഴും പറയുന്ന പോലെ 15% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾ കൊണ്ട്, നമ്മുടെ ഓൺലൈൻ കോഴ്സുകളൊക്കെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അറിയാലോ എൻ്റെ കോഡ് Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ഏതൊരു വ്യൂ ഓഫേഴ്സിൽ കൊടുത്ത് ക്ലിക്ക് എടുക്കുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 15% ഡിസ്കൗണ്ടിൽ കോഴ്സ് അവൈൽ ചെയ്യാം. നമ്മുടെ സുപ്രീം കോടതി അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകൾ നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 3400 രൂപ ഞാൻ പറഞ്ഞിരുന്നു, അത് മാറിപ്പോൾ 3150 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. കോഴ്സ് ഫീ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടും കോഴ്സ് പർച്ചേസ് ചെയ്യാം. Y314 Y314 എന്ന കോഡ് ഉപയോഗിക്കുക. ഈ ഒരു അസിസ്റ്റന്റ് സുപ്രീം കോടതി അസിസ്റ്റന്റ് എക്സാം ഡേറ്റ് വന്നിട്ട് നമുക്ക് ഇനിയും പഠിക്കാൻ സമയമുണ്ട്. നമുക്ക് നല്ല വിശാലമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ് ഒക്കെ പഠിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകാം. വിത്ത് ടെസ്റ്റ് സീരീസ് ഇ ബുക്ക് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഒരു കംപ്ലീറ്റ് ബാച്ച് ആണ്. ധൈര്യമായിട്ട് ചോദിച്ചാൽ കേട്ടോ. അതുപോലെ തന്നെ SSCയുടെ ബാച്ച്, ഞാൻ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു ബാച്ചാണ് SSCയുടെ ബാച്ച്. 1250 ഇപ്പോൾ 250 ആണ് എനിക്ക് തോന്നുന്നത്. 350 രൂപ. യെസ്, 1350 രൂപ കുറഞ്ഞിട്ടുണ്ട്. 1350 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, SCയുടെ കംപ്ലീറ്റ് ബാച്ചാണ്. CGL CHSL MTS വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ ബാക്കിയെല്ലാം നിങ്ങളുടെ കൈക്കുള്ളിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ജൂലൈ 1 മുതൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. മൺഡേസ്, വെൻസ്ഡേസ് ആൻഡ് ഫ്രൈഡേസ് ആൻഡ് സാറ്റർഡേസ് 4 ദിവസമാണ് ക്ലാസ്. ആഴ്ചയിൽ 4 ദിവസം, ബാക്കി ദിവസം പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ ടെസ്റ്റ് സീരീസ് ഒക്കെ അവൈലബിൾ ആണ്. ഒരേ ഒരു കാര്യമുള്ളൂ, പഠിക്കാൻ വരിക, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. 5 മാസം നീട്ടുന്ന ഒരു ലോങ് കോഴ്സാണ്, വലിയ ബാച്ചാണ് കേട്ടോ. 3 PM to 4:30 and 6:30 to 8 2.5 മണിക്കൂർ ക്ലാസ്സുകളാണ്. ക്ലാസ് വരിക, ജോയിൻ ചെയ്യാൻ, നമുക്ക് നേരെ പോകാം. കൂപ്പൺ കോഡ് മറക്കണ്ട, Y314 Y314. പിള്ളേരെ, അടുത്ത് നമ്മുടെ വേർഡിലോട്ട് തുടങ്ങാം കേട്ടോ. ഫ്ലോ. എന്താണ് ഫ്ലോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ? ദർ ഇസ് എ ഫ്ലോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇവനൊരു ഫ്ലോ ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്, നമ്മുടെ നിയമത്തിനൊരു ഫ്ലോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിഫക്റ്റ് ഉണ്ട്, ബ്ലെമിഷ് ഉണ്ട്, ഫോൾട്ട് ഉണ്ട് എന്നാണ്. അതേ സാധനത്തിന് വെർബായിട്ട് ഉപയോഗിക്കും. ദേ ആർ ഫ്ലോഡ്. അവർ ഫ്ലോഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? അവര് എന്താ പറയാ, അവര് മാർഡാണ്, അവര് എന്താ പറയാ, മാർഡാണ് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, സ്പോയിൽഡ് ആണ് അല്ലെ എന്ന് പറയാം. വീക്കൻ ചെയ്യുക, സ്പോയിൽ ചെയ്യുക, ഇൻവാലിഡേറ്റ് ചെയ്യുക എന്ന ഫ്ലോ എന്നുള്ള വേർബിന്റെ അർത്ഥം. നൗണായിട്ട് വേർബായിട്ട് ഫ്ലോ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ളതാണ്, പക്ഷെ ഇന്ന് ഇരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എഴുതിയതാ. അടുത്ത അവയിൽ. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു അവയിലിന് 2 അർത്ഥമുണ്ട്. നൗണായിട്ട് അർത്ഥം ഇത്രേ ഉള്ളൂ, ഉപയോഗം അല്ലെങ്കിൽ ബെനിഫിറ്റ്. അവയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു യുവർ അവയിൽ, ഇറ്റ് ഈസ് ഫോർ യുവർ അവയിൽ, ഇറ്റ് ഈസ് ഫോർ യുവർ അവയിൽ. Our classes, editorial session is for your avail. നിന്റെ യൂസിന് വേണ്ടിയാണ്, നിന്റെ ബെനിഫിറ്റ് വേണ്ടിയാണ് എഡിറ്റോറിയൽ ക്ലാസ്സസ് എന്ന് പറയും. ഞാനത് എൻ്റെ ബെനിഫിറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ബിക്കോസ് എഡിറ്റോറിയൽ ക്ലാസ്സസ് ഹെൽപ്പ് മീ എ ലോട്ട്. ഞാൻ സത്യം പറയാണ്, ഫ്രം മൈ പെർസ്പെക്റ്റീവ് ആൻഡ് ആസ് ഐ ലൈക്ക് ടു പുട്ട് ഇറ്റ്, ഞാൻ പറയാം, എൻ്റെ വൊക്കാബുലറി അത്ര അടിപൊളിയൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 10-11 മാസം എഡിറ്റോറിയൽ ഞാൻ എന്ന് തുടങ്ങി അന്ന് മുതൽ ഐ കുഡ് ഫീൽ ദാറ്റ് സ്റ്റാൻഡേർഡ് ഇൻ മീ. എനിക്ക് ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു യൂസേജ്, കറക്റ്റായിട്ടുള്ള യൂസേജ് ഓഫ് വേർഡ്സ്, അടിപൊളിയായിട്ട് പെട്ടെന്ന് വേർഡ്സ് വരും. പണ്ടത്തേക്കാളും കുറച്ചുകൂടെ സ്പീക്കിംഗ് ഇംപ്രൂവ്ഡ് ആയി, കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് ആയി, ഐ കുഡ് സീ ദാറ്റ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് ക്ലാസ് എടുത്തപ്പോൾ, ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ട്രെയിനറാണ്, സോ പേഴ്സണൽ ക്ലാസ് എടുത്തപ്പോൾ ആ കുട്ടിയോട് പറയുകയും കൂടി ചെയ്തു, മിസ്സെ കുറച്ച് സ്ലോ ആക്കൂ. ഐ തോട്ട് ഓ മൈ ഗോഡ്, അപ്പോൾ ഇച്ചിരി കൂടിപ്പോയി എന്ന് നമുക്ക് തോന്നും. കാരണം വെച്ചാൽ ഒന്നാമത് ഞാൻ സ്പീഡ് സ്പീക്കറാണ്, നിങ്ങൾക്ക് അറിയാലോ അത്.
അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഐ കുഡ് ഫീൽ ദാറ്റ് ആ ഡിഫറൻസ്. നിങ്ങൾക്കും അത് പറ്റും. നിങ്ങൾക്ക് കറക്റ്റ് വേർഡ്സ് പഠിച്ചു വെച്ചാൽ പിന്നെ ഫ്ലോ അങ്ങ് വരും, പിള്ളേർ താനേ അങ്ങ് വരും. അപ്പം നിങ്ങൾ റിമെമ്പർ വേർഡ്സ് യൂസ് ചെയ്യുക, ഡെയിലി കാണുക എഡിറ്റോറിയൽ, നോട്ട് റെഫർ ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ ആം ഹിയർ കേട്ടോ. അപ്പോൾ അവൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, എയ്ഡ് ചെയ്യുക എന്നൊക്കെയാണ്. പക്ഷേ ഇന്ത്യൻ ഉപയോഗത്തിൽ ഓർത്തോണേ, ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നായിരുന്നു, ഇന്ത്യൻ യൂസിൽ, ഇന്ത്യൻ ഇംഗ്ലീഷിൽ യൂട്ടിലൈസ് ചെയ്യുക, യൂസ് ചെയ്യുക എന്ന്, ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള അർത്ഥവും ഈ പറഞ്ഞ അവയിലുണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അടുത്തത് ഇൻഹെറന്റ് അഡ്ജക്റ്റീവ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻഹെറന്റ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, ഉള്ളിലുള്ളത് എന്ന് പറയില്ലേ. ഇൻഹെറന്റ് ആണെങ്കിൽ ഇൻട്രിൻസിക്, എക്സിസ്റ്റിംഗ്, ഇനേറ്റ്, ഇമ്മനന്റ്, 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 ഇമ്മിനന്റ് അല്ല, ഇമ്മനന്റ് ആണ്. ആൻഡ് ഇൻബോൺ എന്നാണ് അർത്ഥം. ഇമിനന്റ് ആണ് വരാൻ പോകുന്ന, അപ്രോച്ചിങ് അല്ലെ, വരാൻ പോകുന്ന. ഇമ്മിനന്റ് ഡേഞ്ചർ അല്ലെ, ഇമിനന്റ് ഡേഞ്ചർ അല്ലെ. നമ്മുടെ meteorological department has warned us about the imminent danger, imminent crisis of climate crisis എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. അടുത്ത ബയസ്. ബയസ് എന്ന് പറയുന്ന നൗൺ ആയിട്ടും verb ആയിട്ടും ഉപയോഗിക്കാം. prejudice, പാർഷ്യാലിറ്റി എന്നൊക്കെ ബയസ് എന്ന് പറയാം. അതുപോലെ ഇൻഫ്ലുവൻസ്, ഡിസ്റ്റോർട്ട് എന്ന് നമുക്ക് വേർബായിട്ട് ഉപയോഗിക്കാം. ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെ, ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുക, ഡിസ്റ്റോർട്ട് ചെയ്യുക, വളച്ചൊടിക്കുക എന്നൊക്കെ എന്തിനർത്ഥമുണ്ട്? ഈ പറയുന്ന ബയസ് ചെയ്യുക എന്നുള്ളതിനെ വെർബായിട്ട് പറയാം. ബയസ് എന്ന് പറയുന്നത് പ്രെജുഡിസ്, മുൻവിധി, പാർഷ്യാലിറ്റി എന്ന് നമുക്ക് പറയാം. അടുത്ത വെസ്റ്റ് ചെയ്യുക അല്ലെ, ആസ് പെർ ദി എന്താണ് പവർ വെസ്റ്റഡ് ഇൻ മീ, എനിക്ക് വെസ്റ്റ് ചെയ്യപ്പെട്ട് തന്നിരിക്കുന്ന പവർ അനുസരിച്ച് അല്ലെ. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു വെസ്റ്റ് ഉണ്ട്, നമ്മുടെ ബനിയനില്ലേ, ഇന്ന ബനിയൻ, അതിന് ഇന്ന ബനിയൻ പറയുന്ന പേരും വെസ്റ്റ് എന്ന് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ എന്തായാലും എക്സാമിന് ചോദിക്കില്ല, ഇന്ന ബനിയൻ എന്താ വെസ്റ്റ്, അവൻ ചോദിക്കില്ല. നമ്മളോട് ചോദിക്കുന്നതിന്റെ വേർബിന്റെ മീനിങ് ആയിരിക്കും. സോ വെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൺഫർ ചെയ്യപ്പെടുന്ന, ഗ്രാൻഡ് ചെയ്യപ്പെടുന്ന, ബെസ്റ്റോ ചെയ്യപ്പെടുന്ന, എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന കർത്തവ്യം. ദ പവർ വെസ്റ്റഡ് ഇൻ മീ ഓർ ദ ഡ്യൂട്ടി വെസ്റ്റഡ് ഇൻ മീ ഈസ് ടു താങ്ക് യു ഓൾ, ടു ഗിവ് യു എ വേർഡ് ഓഫ് താങ്ക്സ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇനി മുതൽ സ്പീച്ച് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ദ ഡ്യൂട്ടി, ദ ഒബ്ലിഗേഷൻ വെസ്റ്റഡ് ഇൻ മീ ഈസ് ടു ഗിവ് യു എ വേർഡ് ഓഫ് താങ്ക്സ്. സോ ലെറ്റ് മീ ഗെറ്റ് ഇൻ ടു ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ അടിപൊളിയായിട്ട് പറയാം. അപ്പൊ ഈ വെസ്റ്റ് ഒക്കെ ഉപയോഗിക്കുക, ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നല്ലൊരു വേർഡ് അല്ലേ. കൺഫർ ചെയ്യുക, ബെസ്റ്റോ ചെയ്യുക, ഗ്രാൻഡ് ചെയ്യുക, ഓർ എൻട്രസ്റ്റ് ചെയ്യുക. സോ ഇതെന്റെ മിസ്റ്റേക്കാണ്. ഇൻവെസ്റ്റ് ആണ്, ഒരു എന്നെ വിട്ടുപോയി, ഐവെസ്റ്റ് അല്ല, ഇൻവെസ്റ്റ് ആണ്. ഞാനത് വെട്ടിയിട്ട് എഴുതി കാണിക്കാം. എന്നിട്ട് ഞാൻ നോട്ട് തരുമ്പോൾ ഞാനത് സെറ്റ് ആക്കിയിട്ട് എഴുതിയേക്കാവേ. ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ, ഇൻവെസ്റ്റ് ചെയ്യുക, നിക്ഷേപിക്കുക എന്ന് പറയില്ലേ. എന്നിൽ നിക്ഷിപ്തമായിട്ടിരിക്കുന്ന കടമ ഇതാണെന്നൊക്കെ പറയില്ലേ, അതാണ് ഈ വെസ്റ്റ് കേട്ടോ. ഓർത്തിരിക്കുക, ഈ വേർഡ്സ് ഒക്കെ ഡെയിലി ഉപയോഗിക്കുക. പിന്നെ ഒരു കാര്യം പറയാതിരിക്കുക പറ്റില്ല, എഡിറ്റോറിയൽ ഇമ്പോർട്ടൻസ് പിന്നെയും ഗൗരവമായിട്ട് ഞാൻ പ്രസംഗിക്കും. അത് അത്ര എനിക്ക് അനുഭവിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം +2 പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ COP26 പറ്റി ചോദിച്ചു. കണ്ടോ, നമ്മൾ എന്നും ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ COP26 പറ്റി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. COP26 ഗ്ലാസ്ഗോയിലാണ് നടന്നത് പറഞ്ഞു അല്ലേ. അതിന്റെ അജണ്ട എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അല്ലെ? അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഗ്ലാസ്ഗോയിലാണ്, നമ്മൾ പറഞ്ഞായിരുന്നു ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്നെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ COP26 എന്നാണ് ആ സമ്മിറ്റിന്റെ പേര്. COP26 ആണ് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള ഇപ്പോൾ നടന്നത്. COP26 പറഞ്ഞിരുന്നല്ലേ. ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഡെയിലി നിങ്ങൾ കിടന്നുറങ്ങി എണീറ്റ് പാടെ ബെഡിൽ കിടന്നാലും നിങ്ങൾ ഇതൊന്ന് കേട്ട് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമോ, ഇഷ്ടമുള്ള പോലെ കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും. ഇഷ്ടപ്പെട്ട് വായിച്ച് കേട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. അപ്പോൾ എക്സാമിൽ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ഈ പറഞ്ഞു പോകുമ്പോൾ ഇവിടെ കൂടെ കേട്ട് ഇവിടെ കൂടെ കളയരുത്. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ ഇവിടെ കൂടെ കേട്ട് ഇവിടെ കൂടെ കളഞ്ഞു. ചിലർ വരുന്ന കുറ്റങ്ങൾ അല്ലെ, പല ആൾക്കാർ നമ്മളോട് നെഗറ്റീവായ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇവിടെ കേട്ട് കളഞ്ഞു. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഓർത്തിരിക്കുക, ഇഷ്ടപ്പെട്ട് ഓർത്തിരിക്കുക. അപ്പം നമുക്ക് എൻ്റെ ജനറൽ നോളജ് വർദ്ധിക്കാനില്ല. ഈ ഒരു സമൂഹത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ അത്യാവശ്യം നിലയും വില എനിക്ക് വേണമെങ്കിൽ എനിക്ക് അത്യാവശ്യം ഒരു തോട്ട് പ്രോസസ് ഒക്കെ നടക്കണം, ലോജിക്കൽ തിങ്കിങ് ഒക്കെ വേണം എന്നുള്ളൊരു ഐഡിയ ഉള്ളവരാണെങ്കിൽ you will definitely love learning things like this. ജനറൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് തന്നെ സന്തോഷത്തോടെ തന്നെ ക്രിയേറ്റ് ചെയ്യും. കാരണം നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയി ആവുമ്പോഴും ഒരു ഗവൺമെന്റ് സെക്ടറിൽ പോയി ജോലി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേണ്ടത് എന്താ? അത്യാവശ്യം ഒരു ബോധം വേണം അല്ലെ, എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു ബോധം വേണം. സോ നമുക്കതിനെ എന്തായാലും ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ എടുക്കാം. ഐ ഹോപ്പ് ദാറ്റ് ഈസ് മേക്കിംഗ് സെൻസ്. ക്ലിയർ? അടുത്തോട്ട് പോട്ടെ പിള്ളേരെ. അപ്പോൾ വീഡിയോ കാണുന്നോണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, പക്ഷെ ലൈക്ക് കുറവാണല്ലോ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഞാൻ പറഞ്ഞു തരണോ? ഈ ലൈക്ക് ഇടുന്ന കാര്യം ഞാൻ പറഞ്ഞു തരണോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ഇടുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഈ ലൈക്ക് വീഡിയോസിൽ അത് കടന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും വരാൻ പോകുന്നില്ല. പിന്നെ എപ്പോഴും റെഫർ ചെയ്യണം തോന്നിയെങ്കിൽ അയ്യോ ഇന്നാൾ പറഞ്ഞ വേർഡ് ഒന്ന് റെഫർ ചെയ്തേക്കാം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കാൻ ഒരു ഗുണമായിരിക്കും ഈ സെഷൻ കേട്ടോ. യെസ്, അടുത്തത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞ ഒരു വരെ KPSC adapted the 2-stage examination to fill the excessive number of applicants. അതും കറക്റ്റാണ്, നല്ല സെൻസ്.
Yes, he does not seem to understand or does not choose to admit that he cannot cherry pick. That is great, Sanitha. Great sentence. I'm going to avail my casual leaves for visit alla to visit my parents. ഒന്നെങ്കിൽ അനശ്വര to visit my parents അല്ലെങ്കിൽ for visiting my parents. For കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വരണം, അതായത് നൗണോ പ്രൊനൗണോ. നൗൺ ആയിട്ട് വേർബിന് ഉപയോഗിക്കുന്നത് എങ്ങനെ ing ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്നെ കൊടുക്കണം I am going to avail my casual leaves for visiting my parents അല്ലെങ്കിൽ to visit my parents. ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. Vested interest is a heritable interest. That is great. Every civil servant should take decisions without any bias. That is great. Every judge should be taking അങ്ങനെയും വേണം അല്ലേ, without any bias. The report point out the flaws in the law. That is great. She always shows her inherent nature. We are living in a gender biased society. Yes. Inherent powers of the court exercises by the court. Exercises inherent powers of the court exercised by the court അല്ലെ. Inherent powers of the court exercised by the court court in order to prevent, അവിടെ ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ തിരുത്തി തരാം. അത് പാസീവ് വോയിസിൽ കൊടുക്കുക. പാസീവ് വോയിസ്. Inherent powers of the court are exercised എന്താ, ഇൻഹറന്റ് പവറുകൾ, കോർട്ടിന്റെ ഇൻഹറന്റ് പവറുകൾ എക്സസൈസ് ചെയ്യപ്പെടുന്നു കോർട്ട് വഴി ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഫെയിലിയർ ഓഫ് ജസ്റ്റിസ്. അപ്പൊ എങ്ങനെ കൊടുക്കണം അറിയോ പ്രവി? ഇൻഹറന്റ് പവേഴ്സ്, ഇവിടെ പാസീവ് കൊടുക്കണം. ഇൻഹറന്റ് പവേഴ്സ് ഓഫ് ദ കോർട്ട് ഇസ് എക്സസൈസ്ഡ് ബൈ ദ കോർട്ട് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഫെയിലിയർ ഓഫ് ജസ്റ്റിസ്. ഞാൻ സബ്മിറ്റിനെ പറ്റി കുറെ ചായല്ലോ നമ്മൾ. എനിക്കൊന്ന് പാർവതി വരുന്നതിന് മുമ്പാണ് എനിക്ക് തോന്നുന്നത്, അതിന് മുമ്പാണ് ക്ലാസ് സബ്മിറ്റ് നടന്നത്, അതിന് മുമ്പാണ് നമ്മളത് പറഞ്ഞത്. കുറെ നാളെ ആർട്ടിക്കിൾ ഹിന്ദു എഡിറ്റോറിയൽ വരുന്ന എല്ലാ ആർട്ടിക്കിളും ഞാൻ ഡിസ്കസ് ചെയ്യാം. അതിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി ഒരു ആർട്ടിക്കിൾ നമ്മൾ വിടാറില്ല. കാരണം സുപ്രീം കോർട്ടിന്റെ ഒക്കെ എക്സാം വരുമ്പോൾ, ഡിസ്ക്രിപ്റ്റീവ് എക്സാം വരുമ്പോൾ ഈ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ വരും. കാരണം അതൊരു പുതിയ ഇതാണ്. എല്ലാ കൺട്രീസും 2030 ആകുമ്പോഴേക്കും കാർബൺ എമിഷൻ കുറയ്ക്കണം, അങ്ങനെ ഒരു സബ്മിറ്റ്, അത് പാരീസ് അഗ്രിമെന്റും അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അതൊന്ന് നോക്കണേ, അറിയില്ലെങ്കിൽ നോക്കണം കേട്ടോ, എവിടെയാണെന്നൊന്ന് ചെക്ക് ചെയ്യണം. എൻ്റെ ടെലിഗ്രാം ഇല്ലേ, എൻ്റെ ടെലിഗ്രാം ചാനലിൽ എന്തായാലും ഇട്ടിട്ടുണ്ട് അതൊക്കെ കേട്ടോ. I bias my people at the time of UG by posting memes. ഈ കൊള്ളാലോടാ. Prime Minister of India vested with many executive powers. Prime Minister of India vested അല്ല, Prime Minister of India is vested. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പവർ പ്രൈം മിനിസ്റ്റർ കൊടുക്കുന്നുണ്ട്. അപ്പൊ കൊടുക്കപ്പെടുന്നു എന്നാണ്, പ്രൈം മിനിസ്റ്ററിന് കൊടുക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ എന്നെ കൊടുക്കണം അനുഷ്ഠ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇസ് വെസ്റ്റഡ് വിത്ത് മെനി എക്സിക്യൂട്ടീവ് പവേഴ്സ്. അവിടെ പാസിവൈസേഷൻ വേണം, പാസീവ് വോയിസ് വേണം കേട്ടോ. ആസ്പിരന്റ് മസ്റ്റ് അവെയിൽ ദ എഡിറ്റോറിയൽ സെഷൻ ടു ഇംപ്രൂവ് ദെയർ വൊക്കാബുലറി. വൊക്കാബുലറി മാത്രമാണോ? ഫോർ ദെയർ ടു ഇംപ്രൂവ് ദെയർ വൊക്കാബുലറി, ജനറൽ അവയർനെസ് ആൻഡ് റീഡിംഗ് എബിലിറ്റി. 3 കാര്യങ്ങൾ അല്ലെ. ഒരു വെടിക്ക് 4-5 പക്ഷികളാണ് നമ്മൾ ഒറ്റയടിക്ക് ചെയ്യുന്നത്. അതിനാണ് എഡിറ്റോറിയൽ സെഷൻ ഇത്ര ഞാൻ നെഞ്ചോട് ചേർക്കുന്നത് കേട്ടോ. The editorial session vested the power of acknowledgement of economics in English. Yes, of course it does. മാം എക്സാമിന് ആന്റണിംസ് ചോദിക്കില്ല, ഉറപ്പായിട്ട് ചോദിക്കും. സിനപ്സിന്റെ ഒപ്പം അതിന്റെ ആന്റണിംസ് കൂടി ക്ലാസ് ചെയ്യോ? സമയം ഒരുപാട് പോകും, അതുകൊണ്ട് അതില്ല. മലയാളം മീനിങ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ആന്റണി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും ഞാൻ ആന്റണി പറഞ്ഞു വിടാറുണ്ട്. ഞാൻ എന്തായാലും വൊക്കാബുലറി സെഷൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു തരാം, വേറെ എക്സ്ട്രാ എടുത്തു തരാം കേട്ടോ. അതില്ല, കാരണം എഡിറ്റോറിയൽ ഓൾറെഡി നമ്മൾ സെനൻസ് സ്ട്രക്ചർ എല്ലാം കൂടി വരുമ്പോൾ ഒരുപാട് ടൈം പോകുന്നുണ്ട്. ഇന്നലെ തന്നെ 2 മണിക്കൂർ നമ്മൾ എടുത്തു. നിങ്ങൾ ക്യാൻ യു ബിലീവ് ഇറ്റ്? ഇന്നലെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, എൻഡ് ചെയ്ത പ്രവർത്തനം 2 മണിക്കൂറോ ഞാൻ പോലും അറിഞ്ഞില്ല. ബയസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ ദ ഗവൺമെന്റ് ഇൻ ദ കേസ് ഓഫ് പബ്ലിക് employment. Yes, she points out some of the flaws of the political system in the country, that is in India. Yes, not ending the confirmed Kerala PSC exams will flowed പറയില്ല രാഹുലെ. ഫ്ലോ ചെയ്യും, ഇൻവാലിഡേറ്റ് ചെയ്യും എന്നാണ്. വിൽ എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി വെർബ് ആണ്. അതിനുശേഷം V1 V2 വരരുത്, V3 വരരുത്. എപ്പോഴും ശ്രദ്ധിക്കണേ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഒന്നുകൂടെ എടുത്തു പറയുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഏതൊരു മോഡൽ ഓക്സിലറി വെർബിന് ശേഷവും എപ്പോൾ ഇത് മോഡൽ ഓക്സിലറി വെർബ് ഒരു ഹെൽപ്പിംഗ് വെർബ് ആണ്. അതുകൊണ്ട് ഒരു മെയിൻ വെർബ് അതിനുശേഷം നിർബന്ധമായിട്ട് മണ്ടിക്കണം. ആ വരുന്ന വെർബ് V1 ആയിരിക്കണം, വെർബിന്റെ ഫസ്റ്റ് ഫോം. മറക്കരുത്, ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല, മോഡൽ ഓക്സിലറി വെർബിന് ശേഷം വരുന്ന V1 ആയിരിക്കും. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് പോയിന്റ് രാഹുൽ, പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. ഓർത്ത് വെക്കണം കേട്ടോ. വിൽ ഫ്ലോ ദ പ്രൊഫൈൽ ഓഫ് എവറി കാൻഡിഡേറ്റ്സ് അല്ല, എവറി കാൻഡിഡേറ്റ്. എവറിയുടെ കൂടെ വീണ്ടും അടുത്ത പോയിന്റ്, എവറിയുടെ കൂടെ, ഈച്ചിന്റെ കൂടെ, ഐദറിന്റെ കൂടെ, നൈദറിന്റെ കൂടെ എപ്പോഴും എന്ത് കൊടുക്കണം? സിംഗുലർ സബ്ജക്റ്റേ കൊടുക്കാൻ പാടുള്ളൂ. നൈദറിന്റെ കൂടെ എന്ത് വേണം? സിംഗുലർ സബ്ജക്റ്റേ കൊടുക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് തിങ് സിംഗുലർ നൗണ്. അതിനുശേഷം വരുന്ന വേർബ് സിംഗുലർ വേർബും ആയിരിക്കും. പോയിന്റ് ടു ബി നോട്ടഡ് കേട്ടോ. എവറി കാൻഡിഡേറ്റ്സ് അല്ല, എവറി കാൻഡിഡേറ്റ് കൊടുക്കണം കേട്ടോ. എവറി ഗവൺമെന്റ് ജോബ് ആസ്പിരന്റ് മേക്ക് അവെയിൽ. ആസ്പിരന്റ് മേക്ക് അവെയിൽ അല്ല, മേക്സ് അവെയിൽ. ആസ്പിരന്റ് സിംഗുലർ അല്ലേ, അപ്പോൾ മേക്സ് അവെയിൽ കൊടുക്കണോ. മേക്സ് അവെയിൽ ഓഫ് എഡിറ്റോറിയൽ സെഷൻ ഫോർ സ്കോറിംഗ് ബെറ്റർ. യെസ്, പേരൻസ് ആർ ബയസ് ഇൻ നേച്ചർ. ആർ ബയസ്ഡ്. അവിടെ വെർബ് അല്ലേ കൊടുക്കണ്ടേ? അവരെ ബയസ്ഡ് ആണ് അല്ലെ, എന്തോ കാരണം കൊണ്ട് അവർ ബയസ്ഡ് ആണ്. അപ്പൊ പാസീവ് വോയിസ് ഷമാസെ, പേരൻസ് ആർ ബയസ്ഡ്
V3 ആണെങ്കിലും ബയസ്ഡ് കൊടുക്കണേ. Parents are biased in nature, but children misunderstand that they are cherry-picked. Cherry-picked over siblings. നീ എനിക്കിട്ട് കൊട്ടിയതാണല്ലോ, സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യമായിരിക്കും, പേരൻസ് ചിലപ്പോൾ ബയസ്ഡ് ആയതുകൊണ്ടായിരിക്കും അല്ലേ, അതല്ലാതെ നിങ്ങളതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതാണ്. നീ കൊള്ളാലോ ഷമ്മാസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എനിക്കിട്ട് കൊട്ടിയതാന്ന് എനിക്ക് മനസ്സിലായി, എന്നാലും സംഭവം ശരിയാ. സത്യം, ഇന്നലെ ലോങ് സെഷൻ ആയിരുന്നല്ലേ. ഇന്നലെ പെട്ടെന്ന് അത് കഴിഞ്ഞപ്പോൾ ഓർത്തെ. PC ജോർജ് ലൊഗോറിയ ടേൺഡ് ഇൻ ടു എ ഫ്ലോ ഫോർ ഹിംസെൽഫ്. ആണ് സത്യം. മൂവിങ് ഓൺ, അടുത്ത സെറ്റ് പിടിച്ചോ. മാനിഫെസ്റ്റ്ലി. എന്താ മാനിഫെസ്റ്റ്ലി? മാനിഫെസ്റ്റ് അഡ്ജക്റ്റീവ് ആണ്, ഡിസ്പ്ലേ ചെയ്യുക, ലൈക്ക് ഒബ്വിയസ് ആയിട്ട് കാണിച്ചു തരിക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മാനിഫെസ്റ്റ് അഡ്ജക്റ്റീവ് ആയിട്ടും പറയൂട്ടോ, അതുപോലെ നൗണും ഉണ്ട്. ഡിസ്പ്ലേ ചെയ്യുക വേർബും ഉണ്ട്. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റ് എന്ന അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്, ഒബ്വിയസ് ആണ്, അൺഡൗട്ട് ആണ് എന്നുള്ള. അപ്പോൾ അതിൽ മാനിഫെസ്റ്റ്ലി പറഞ്ഞ ക്ലിയർലി, ഒബ്വിയസ്ലി, അൺഡൗട്ടഡ്ലി എന്നുള്ളതാണ്. LY ആണ്. അഡ്ജക്റ്റീവിനോട് LY ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അഡ്വേർബ് കിട്ടും എന്നുള്ള കാര്യം മറക്കണ്ട. ക്ലിയർ LY, ഒബ്വിയസ് LY, അൺഡൗട്ടഡ് LY ആൻഡ് മാനിഫെസ്റ്റ് എന്നുള്ളതും അഡ്ജക്റ്റീവ് ആണ്. അതിനോട് LY ഇട്ട് കൊടുത്താൽ അഡ്വേർബ് കിട്ടുന്നു. അടുത്തത് ആർബിട്രറി. എന്താണ് ആർബിട്രറി? ആർബിട്രറി മീൻസ് കപ്രീഷ്യസ്, വിംസിക്കൽ അല്ലെങ്കിൽ റാൻഡം അല്ലെ. അവിടുന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ ആർബിട്രറി ആയിട്ടുള്ള എന്ന് പറയാൻ പറ്റും അല്ലെ. വേറൊരു അർത്ഥം കൂടെ ഉണ്ട് ആർബിട്രറിക്ക്, ഡെസ്പോട്ടിക് ആയിട്ടുള്ള, വളരെ ടിറനിക്കായിട്ട് പേടിപ്പിച്ച മനുഷ്യനെ അല്ലെ. ടിറനിക്കൽ ആയിട്ടുള്ള, വളരെ ഡെസ്പോട്ടിക് ആയിട്ടുള്ള റൂള് അല്ലെ. മറ്റേ അടിച്ച് എല്ലാവരും അങ്ങ് സപ്രസ് ചെയ്യുന്ന ഒരു റൂൾ, വളരെ ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു റൂള്, അതിനെ ഡെസ്പോട്ടിക് റൂൾ എന്ന് പറയും. അപ്പോൾ ഡൊമിനന്റ്, ഡെസ്പോട്ടിക്, ടിറനിക്കൽ എന്നും എന്തിനുണ്ട്? നമ്മുടെ ആർബിട്രറി എന്നൊരു വാക്കിനുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അടുത്ത് ഹാസിൽ. ഹാസിൽ എന്ന വാക്ക് നൗണാണ്, വേർബാണ്. എന്താ ഹാസിൽ? ഇൻകൺവീനിയൻസ്, ബോദർ, ബുദ്ധിമുട്ട്. ഇൻകൺവീനിയൻസ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ബോദർ ബുദ്ധിമുട്ട്. അതേ സാധനത്തിന്റെ വേർബും ഹാസിൽ പറയും. ഹറാസിയ, പെസ്ട്രിയ, ഉപദ്രവിക്കുക, ശല്യപ്പെടുത്തുക എന്നാണ് ഹാസൽ എന്ന വേർബിന്റെ അർത്ഥം കേട്ടോ. അടുത്ത സൈറ്റ്, വളരെ കോമൺ ആയിട്ടുള്ള വേർഡാണ്. സൈറ്റ് റെഫർ ടു, എന്തെങ്കിലും ഒരു കാര്യത്തിനോട് റെഫർ ചെയ്യുക, ഹിന്റ് ചെയ്യുക, മെൻഷൻ ചെയ്യുക. വേർബായിട്ട് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. സൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രൈസ് ചെയ്തു, കമന്റ് ചെയ്തു അല്ലെ. എന്താ പറയാ, നമ്മളെ പുകഴ്ത്തി പറയില്ലേ, അതിനെ പറയാം. അടുത്ത റീറ്റെയിൻ ആണ്. വാട്ട് ഈസ് റീറ്റെയിൻ? കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, റിസർവ് ചെയ്യുക. ഓർത്ത് വെച്ചോളെ, ഇതൊക്കെ നമ്മൾ സ്ഥിരം പഠിക്കുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യുക, വാക്കുകൾ എക്സ്ട്രാ ആയിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ശീലമായി പോയിട്ട് പഠിക്കുന്നു. വി ഹാവ് ടു ബെസ്റ്റ് മോറൽസ് വിത്ത് ourselves. Yes, every student can avail the editorial session and improve his vocab. Yes, എല്ലാ കുട്ടികൾക്കും all are welcome. എല്ലാവരും വരാം, ഇവിടെ എല്ലാവർക്കും ഉള്ളതാണ്. ഈ വാതായനം എപ്പോഴും തുറന്നു കൊടുക്കും അല്ലേ, ആണ്. ലെറ്റ്സ് മൂവ്. അടുത്ത സെന്റൻസ്. ഇതൊക്കെ വളരെ കോമൺ എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ വേഗം പോകാൻ സമയം കളയുന്നത്. ഇപ്പൊ തന്നെ 9:34. നമ്മൾ ഒരുപാട് ലാഗ് ചെയ്യിപ്പിക്കണ്ട. ലെറ്റ്സ് മൂവ്. അയ്യോ, കുറച്ച് ഇത് പോയല്ലോ, എന്നാലും കുഴപ്പമില്ല. ഇതാ അടുത്ത പിടിച്ച പിള്ളേരെ, ഡിസ്ക്രീഷൻ. എന്താ ഡിസ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ? ഡിസ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ സർക്കംസ്പെക്ഷൻ, കെയർ, കോഷൻ എന്നൊക്കെ ഒരർത്ഥമുണ്ട്. വേറൊരു അർത്ഥം വെച്ചാൽ, അതാണ് ഒരർത്ഥം. വേറൊരർത്ഥം വെച്ചാൽ ചോയ്സ്, ഓപ്ഷൻ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എന്നോടുണ്ട് കേട്ടോ. ഡിസ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ്, ഓപ്ഷൻ, ചോയ്സ് എന്നൊരർത്ഥം കൂടി ഉണ്ട്. രണ്ടർത്ഥമാണ് നമ്മൾ പറയുമ്പോൾ നോക്കിക്കോ. ഒരർത്ഥം മീൻസ് സർക്കംസ്പെക്ഷൻ, കോഷൻ, കെയർ, ശ്രദ്ധ. അടുത്തത് ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞാൽ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഡിസ്ക്രിഷൻ. ഞങ്ങൾ ഡിസ്ക്രിഷനോട് വെയിറ്റ് ചെയ്യുക, ജഡ്ജ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഒരു ചോയ്സിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് എന്നുള്ളത്. ഇന്ന് ഡിസ്ക്രിഷൻ, ജഡ്ജ്മെന്റ്, ഓപ്ഷൻ, ചോയ്സ് എന്നൊരു അർത്ഥത്തിലാണ് വരുന്നത്. അടുത്ത അനോമലി. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത അനോമലി. അപ്പോൾ സമയം കറക്റ്റായിട്ട് കിട്ടില്ല, പെട്ടെന്ന് ഞാൻ ഓടിച്ചു വിട്ട് എഴുതിയോണ്ട് ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയിട്ടോ. അപ്പോൾ അനോമലി എന്ന് പറയുന്നത് ഓഡിറ്റി, എന്തോ ഒരു അപാകത, പെക്യൂലാരിറ്റി, അബ്നോമാലിറ്റി, ഇറഗുലാരിറ്റി, അതിനെയാണ് അനോമലി എന്ന് പറയാം കേട്ടോ. അനോമലി. അടുത്ത നോക്കിയോ, കംപ്രൈസ്. കഴിഞ്ഞ ദിവസം എനിക്ക് അറിയത്തില്ല, ഷമ്മാസ് അല്ലേ എനിക്ക് ഡൗട്ട് ചോദിച്ചത് കംപ്രൈസ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് എഴുതാനുള്ള കാരണം. എനിക്കൊന്നും എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ കംപ്രൈസിന്റെ കൂടെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. കംപ്രൈസിൻ്റെ ഓഫ് എന്നൊരു പ്രിപ്പോസിഷൻ ഉണ്ട് എന്ന്. കംപ്രൈസ് ഓഫ്, മിസ്സേ കംപ്രൈസ് ഓഫ് എന്നല്ല വരുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാനിവിടെ എടുത്തൊന്ന് പറയാണ്. കാരണം എന്താ വെച്ചാൽ പലർക്കും തെറ്റുന്നതാണ്. കംപ്രൈസ് എന്ന വേർബ് ട്രാൻസിറ്റ് വേർബാണ്. അതിനുശേഷം ഓഫ് എന്ന പ്രിപ്പോസിഷൻ വരുന്നത്, ദാറ്റ് ഈസ് റോങ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോപ്പ് അപ്പ് വിത്ത് ഇല്ല അല്ലെ, പറഞ്ഞിട്ടില്ലേ. കോപ്പ് വിത്ത് ഉണ്ട്, കോപ്പ് അപ്പ് വിത്ത് ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. അതുപോലെ കോപ്പ് വിത്ത് ആണ്. പക്ഷെ നമ്മൾ കേട്ട് പരിചയമുണ്ട്. കോപ്പപ്പ് വിത്ത് കേട്ടൊക്കെ നമ്മൾ ശീലമാവും. ഇല്ല, കോപ്പപ്പ് വിത്ത് അല്ല, ഡീൽ വിത്ത് പോലെ കോപ്പ് വിത്തേ ഉള്ളൂ. കോപ്പ് എന്ന് പറയുന്ന വേർബാണ്. അതുകൊണ്ട് കോപ്പ് വിത്തേ ഉള്ളൂ. അപ്പം അവിടെ വേണ്ട, കോപ്പ് വിത്തേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഡീൽ വിത്ത് അല്ലെ. ഡീൽ വിത്ത് എന്നാണ് അതിന്റെ മീനിങ്. ഡീൽ വിത്ത് സംതിങ് എന്നാണ് അത് അർത്ഥം. അപ്പോൾ കംപ്രൈസ് ഓഫ് അന്ന് കണ്ടെയ്ൻ ചെയ്യുന്ന കൺസിസ്റ്റന്റ് കൂടെ ഓഫ് എന്ന പ്രിപ്പോസിഷൻ, ഫിക്സഡ് പ്രിപ്പോസിഷൻ ഉണ്ട് കേട്ടോ. കണ്ടെയ്നിന് പ്രിപ്പോസിഷൻ വേണമെന്നില്ല, വേണമെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെന്ന് എൻ്റെ കാര്യം. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മനസ്സിലായോ. ഈ കംപ്രൈസ് എന്ന വേർബിന് ഒബ്ജക്റ്റ് ആണ് നേരെ വരുന്ന, പ്രിപ്പോസിഷൻ വരുന്നില്ല, ഒന്ന് ഓർത്തോളാം. അതിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് അർത്ഥം. കൺസിസ്റ്റ് ചെയ്യുക, കണ്ടെയ്ൻ ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോം ചെയ്യുക എന്നാണ് ഈ പറയുന്ന കംപ്രൈസ്. മേഡപ്പ് ഓഫ് പറയില്ലേ, മേഡപ്പ് ഓഫ്, അതാണ് എൻ്റെ മീനിങ് കേട്ടോ.
അപ്പോൾ അറിയില്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മെയ്ഡ് അപ്പ് ഓഫ് എന്നുള്ള അർത്ഥമാണ് ഇതിന് വരുന്നത്. മെയ്ഡ് അപ്പ് ഓഫ്, ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്. അതിൻ്റെ കൂടെ കൺസിസ്റ്റ് ഓഫ്, മെയ്ഡ് അപ്പ് ഓഫ് ഒക്കെ പറയും. പക്ഷെ കംപ്രൈസിൻ്റെ കൂടെ ഓഫ് ഇല്ല, കാരണം കംപ്രൈസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവ് വേർബാണ്, നേരെ ഒബ്ജക്റ്റ് ആണ് വരേണ്ടത്. അടുത്തത് ഇനിക്വിറ്റി. ഇനിക്വിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേ ഇക്വിറ്റി, ആ ഇനിക്വിറ്റി അല്ല കേട്ടോ, ഇത് ഇനിക്വിറ്റി മാറിപ്പോരുത്. ഇനിക്വിറ്റി അതൊന്നും അല്ല, ഇത് ഇക്വിറ്റി. ഐ ആണ് ഈ അല്ല, ഐ ആണ്, വേറെയാണ് സാധനം. ഓർത്ത് വെച്ചു, ഇതൊന്നും ശ്രദ്ധിച്ചോണം, പലപ്പോഴും മാറിപ്പോകാനൊരു ചാൻസ് കൂടുതലായ ഒരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്. ഇനിക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്കറ്റ്നെസ്, വൈസ്, ഒരു പോരായ്മ, ഒരു വൈസ്, ഒരു വിക്കറ്റ്നെസ്, ഒരു പ്രശ്നം. ഇമ്മൊറാലിറ്റി, ഇംപ്രോപ്രൈറ്റി. പ്രോപ്പറായിട്ടുള്ള സാധനമല്ല, ഇംപ്രോപ്രൈറ്റി ആണ്. ഇറ്റ്സ് എൻ ഇംപ്രോപ്രൈറ്റി, ഇറ്റ്സ് എ വൈസ്, ഇറ്റ്സ് എൻ ഇമ്മൊറാലിറ്റി, ഇറ്റ്സ് എ വിക്കറ്റ്നെസ്. അതിനെയാണ് ഇനിക്വിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനിക്വിറ്റി ഓർത്തോളം. അടുത്തത് എക്സോട്ട്. ഇന്നലെ നമ്മൾ എക്സോട്ടേഷൻ പഠിച്ചല്ലേ, എൻകറേജ്മെന്റ്, ഏർജിങ്, പെർസ്വേഷൻ ഒക്കെ പഠിച്ചില്ലേ, എക്സോട്ടേഷൻ പഠിച്ചില്ലേ. അതിന്റെ നൗൺ ഫോർമുലേഷൻ ആണ് ഇന്നലെ പഠിച്ചു. ഇന്നത്തെ അതിന്റെ വേർബ് എക്സോട്ട്. ഇന്നലെ നമ്മൾ എക്സോട്ടേഷൻ പഠിച്ചു. നോക്കാത്തവർ ഇന്നലത്തെ ഒന്നെടുത്ത് നോക്കണേ. ഏർജിങ്, പെർസ്വേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നൗൺ പഠിച്ചു. അതിന്റെ അതേ വേർബ് ഫോർമുലേഷൻ ആണ്. ഏർജ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, എൻജോയ് ചെയ്യുക, പെർസ്വേഡ് ചെയ്യുക എന്നാണ് അർത്ഥം. ഓർത്തോണേ. So let me see your sentences. Manifestation is the best strategy to brush aside his fray about future. That is great. Bias against women permeates every level of the judicial system. Yes, it is her discretion whether to abort or not. Very good, Chamase. അത് സത്യമാണ്. ആണ് അല്ലേ. Despite and in spite of, അതുപോലെ അല്ലേ. Despite, in spite of അല്ല. ഡെസ്പൈറ്റിന്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ്, രണ്ടിനും ഒരേ മീനിങ് ആണ്. ഒന്ന് ഡെസ്പൈറ്റ് പ്രിപ്പോസിഷൻ ആണ്, കറക്റ്റാ, രാഹുൽ പറഞ്ഞ കറക്റ്റാ. അല്ലെങ്കിൽ അതേ സാധനമാണ് ഇൻസ്പൈറ്റ് ഓഫ്. ഇൻസ്പൈറ്റ് ഓഫിന് പക്ഷേ ഇന്ന് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഉണ്ടേ. ഇൻസ്പൈറ്റ് കഴിഞ്ഞിട്ട് ഓഫ്, ഒരു എഫ് ഉള്ളേ, ഓർത്തോണേ, അതുള്ളൂ കേട്ടോ. രാഹുൽ ഇങ്ങനെയാണ്, ഇന്ന് ഗ്യാപ്പ്, സ്പൈറ്റ് ഗ്യാപ്പ്, ഓഫ്. OFF ഇല്ല, വെറും ഓഫേ ഉള്ളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണം. അടുത്തത്, there are however other flaws also in his procedure. Great. Revolutions happen in many countries of the world against arbitrary and anti-people monarchical rule there. Yes. Since there is a storm overhead, the pilot will depart the airport at his own discretion. Depart the airport ഓ, എയർപോർട്ട് ഡിപ്പോർട്ട് ചെയ്യുന്നല്ല, എയർപ്ലെയിൻ ഡിപ്പാർട്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ എയർപോർട്ട് അല്ല, എയർപ്ലെയിൻ. കോണ്ടെക്സ്റ്റിലെ തെറ്റി, മീനിങ് മാത്രമായി തെറ്റിപ്പോയി. ഗ്രാമാറ്റിക്കലി അത് കറക്റ്റ് ആണ് അല്ലേ. നന്ദന ഉദ്ദേശിച്ച് എയർപ്ലെയിൻ അല്ലേ, മാറിപ്പോയതാണോ എയർപോർട്ട്, അതോ ടൈപ്പ് ആണോ? അത് ചിലപ്പോൾ ഓട്ടോ കറക്റ്റ് ആയിരിക്കും, അത് ഇതാക്കിക്കോണം. വൺ പേഴ്സൺ ക്യാൻ ചൂസ് ഹിസ് ഓർ ഹെർ career with their discretion, not someone else's. Okay, that's great. വൺ എന്ന് മാത്രമുള്ള പ്രൊപ്പോസിഷൻ ആയിരുന്നെങ്കിൽ, വൺ പേഴ്സൺ ആയതുകൊണ്ട് ഹിസ് ഓർ ഹെറിന് പോലെ ഹിസ് തന്നെ കൊടുത്താൽ മതി. ദാറ്റ് ഇസ് ദ റൈറ്റ് വേ. കോമ്പറ്റീവ് ഇംഗ്ലീഷിൽ ഹിസ് ഓർ ഹെർ കൊടുക്കണില്ല, വെറും ഹിസ്. അവിടെ നമ്മൾ പട്രിയാർക്കൽ റൂൾ ആണ്, മസ്കുലിൻ പ്രൊനൗൺ ആണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്തോളം. അല്ലെങ്കിൽ മസ്കുലിൻ അഡ്ജക്റ്റീവ് ആണ്, പൊസീവ് ആണ് കൊടുക്കുക. ശ്രദ്ധിച്ചോണേ, വൺ പേഴ്സൺ, ഒരു പേഴ്സൺ എന്ന് കൊടുത്തത് കൊണ്ടാണ് ഹിസ് എന്ന് അവിടെ വരുന്നത്. പക്ഷെ വൺ എന്നായിരുന്നെങ്കിലോ വൺ ക്യാൻ ചൂസ് വൺസ് കരിയർ എന്ന് വരും കേട്ടോ. വൺ ക്യാൻ ചൂസ് വൺസ് കരിയർ എന്ന് വരണം. അല്ലെങ്കിൽ വൺ പേഴ്സൺ ക്യാൻ ചൂസ് ഹിസ് കരിയർ with his discretion, with his discretion, not someone else's എന്ന് കൊടുക്കണം. അനശ്വര അവിടെയാ കറക്റ്റ്. Court can exercise its discretion not arbitrarily, but it must be just and reasonable. That is great. His efforts were to no avail. That is great. Hashi, good morning. താമസിച്ചല്ലോ, ടൈപ്പ് ആണല്ലേ. KCB is going to be privatized. The board can decide the minimum charge and common man can't അഫോർഡ് മാനിഫെസ്റ്റ്ലി ആണ് അല്ലേ. അതെന്ത് പരിപാടി? KCB ചുമ്മാ GST അത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഓർത്തു. ബില്ല് വന്നപ്പോഴേ ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു. അപ്പം പറഞ്ഞ ഡയലോഗ് എന്നറിയാം, നിന്റെ ക്ലാസ് എടുക്കൽ കൂടുന്നുണ്ട് ഇവിടെ ബില്ല് കൂടുന്നതെന്ന്. എന്നെ മിക്കവാറും അപ്പനെ ഇറക്കി വിടുന്ന എനിക്ക് വന്നത്. ഇറ്റ് ഈസ് ഇൻഹറന്റ് ഇൻ എവറി ഹ്യൂമൻ ബീങ്. ഞാൻ മിക്കവാറും വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്നത് തോന്നുന്നത്. ഐ എം ഗോയിങ് ടു മൂവ് ഔട്ട് ഫ്രം മൈ ഫാമിലി അല്ലെ, ഫ്രം മൈ ഹൗസ് എന്നാ എനിക്ക് തോന്നുന്നത്. പിള്ളേരെ ഇതാ എൻ്റെ അവസ്ഥ. കാരണം എന്തറിയാം, കറണ്ട് ബില്ല് കൂടി അപ്പം പറയും നിന്റെ ക്ലാസ് എടുപ്പ് പറഞ്ഞ എപ്പോൾ ഫുൾ ടൈം ലാപ്ടോപ്പിലല്ലേ, കണ്ണാടിയും വെച്ചു, ഇപ്പൊ എന്താ കറണ്ട് ബില്ലും കൂടുന്നു എന്ന് പറഞ്ഞു. എന്താ ചെയ്യാല്ലേ, പുള്ളിയെ കൊണ്ട് ഭയങ്കര തള്ളയാ. മൂവിങ് ഓൺ. അടുത്തത് ഫെയ്റ്റ്. എന്താണ് ഫെയ്റ്റ്? നിങ്ങൾ ഓർക്കുമായിരിക്കും ഫെയ്റ്റ് എന്ന വാക്ക്, മറ്റേ ഫെയ്റ്റ് ഇല്ലേ, വിധി. ആ ഫെയ്റ്റും ഇതും ഫെയ്റ്റ് എന്ന് തന്നെ പ്രൊനൗൺസിയേഷൻ, എന്താ പറയുക, സിമിലർ പ്രൊനൗൺസിയേഷൻ ഉള്ള വേർഡാണ് ഫെയ്റ്റ്. ഈ ഫെയ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഹോമോഫോൺ ആണ്. ഫെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഓണർ, എന്റർടൈൻ, ഓണർ ചെയ്യുക എന്നാണ്, വേർബാണ്. എന്റർടൈൻ ചെയ്യുക, പ്രൈസ് ചെയ്യുക, വെൽക്കം ചെയ്യുക. ഐ റിയലി ഓണർ യുവർ ഡിസിഷൻ. ഞാൻ നിന്റെ ഡിസിഷനെ ഓണർ ചെയ്യുന്നു അല്ലെ, അഭിമാനത്തോടെ കാണുന്നു, ആൻഡ് അതിനെ ഞാൻ അംഗീകരിക്കുന്നു അല്ലെ, എന്റർടൈൻ ചെയ്യുന്നു, ഞാൻ അതിന്റെ കൂടെ കട്ട സപ്പോർട്ടാ. പ്രൈസ് ചെയ്യുന്നു അല്ലെ, വെൽക്കം ചെയ്യുന്നു. ദാറ്റ് ഇസ് ഫെയ്റ്റ് ചെയ്യുക. ഫെയ്റ്റിന്റെ പാസൻസ് കേട്ടോ. ഫെറ്റ് എന്നൊക്കെ വിചാരിക്കും, അല്ല കേട്ടോ, ഇത് ഫെയ്റ്റഡ്. ഇതാണ് കേട്ടോ V2 V3
അതോട് ഓർത്ത് വെച്ചോളാം, ഇനി തെറ്റരുത്, അതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് ആന്റിഡിലൂവിയൻ. ആന്റിഡിലൂവിയൻ അഡ്ജക്റ്റീവാണ്. ആന്റിഡിലൂവിയൻ എന്ന് ശരിക്കും പറഞ്ഞാൽ എന്നറിയോ, ഈ ആന്റിഡിലൂവിയൻ നോഹയുടെ പണ്ടത്തെ പെട്ടകത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബിബ്ലിക്കൽ ഒരു കഥയുണ്ട്, നോഹയുടെ പെട്ടകത്തിൽ എല്ലാ ഭൂമിയിലുള്ള എല്ലാ തരത്തിലും ആനിമൽസിന്റെ ഓരോന്നിനെയും എടുത്തിട്ടു. കാരണം നോഹയുടെ ദൈവം പറഞ്ഞു എടാ നോഹെ, നീ സൂക്ഷിച്ചോ, നീ നല്ലവനായതുകൊണ്ട് നീ നിന്റെ മക്കളും കുറച്ച് ആൾക്കാരും കൂടെ എടുത്ത് ഈ പെട്ടത്തിൽ കയറണം. എന്നിട്ടൊരു കാര്യം ചെയ്തു, ഭൂമിയിലെ എല്ലാ മൃഗങ്ങളുടെ കുറ്റും ഈരണ്ടെണ്ണം വെച്ച് ജോഡിയായിട്ട് നീ എടുത്തോണം. ഈരണ്ടെണ്ണം തോന്നുന്നു, ജോഡി വെച്ചെടുത്തോളം. എന്നിട്ട് അവരെ കൂട്ടി നീ രക്ഷപ്പെട്ടോ, ഇപ്പോഴേ രക്ഷപ്പെട്ടു, കാരണം ഞാൻ ഈ ഭൂമി മൊത്തം പ്രളയം കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ പ്രളയത്തിന് മുമ്പുള്ള സമയത്തിനെയാണ് ആന്റിഡിലൂവിയൻ എന്ന് പറയാം. ബിബ്ലിക്കൽ കൊണോട്ടേഷനിൽ ആന്റിഡിലൂവിയൻ എന്ന് പറഞ്ഞത്. കാരണം ഇത് ഇംഗ്ലീഷ് ഭാഷ അറിയാലോ, നമുക്ക് വരത്തനാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ബിബ്ലിക്കൽ കൊണോട്ടേഷനിലാണ് പറയുന്നത്, അല്ലാതെ നമ്മുടെ എന്താ പറയുക രാമായണ മഹാഭാരതം ഒന്നും അവിടെ എപ്പിക്സിനൊന്നും അവിടെ അംഗീകാരമില്ല. കാര്യം അംഗീകാരമില്ല എന്നല്ല, യു മീൻ വേർഡ്സിനെ പറ്റി യു അണ്ടർസ്റ്റാൻഡ് എന്ന് വിചാരിക്കുന്നു അല്ലേ, ഐ മീൻ ആ ഒരു ഇതിൽ. അപ്പോൾ ആന്റിഡിലൂവിയൻ എന്ന് പറഞ്ഞാൽ പ്രളയത്തിന് മുമ്പുള്ള കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അഡ്ജക്റ്റീവായിട്ട് പറയുമ്പോൾ ഓർത്തോണം, പ്രളയത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് അല്ലെങ്കിൽ പ്രിമീവൽ പീരീഡ് ആണ്, അല്ലെങ്കിൽ ഏർലിയസ്റ്റ് പീരീഡ് ആണ്, ഏൻഷ്യൻ പീരീഡ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. സോ ആന്റിഡിലൂവിയൽ എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ, അതൊക്കെ പുരാതനം, അതൊക്കെ പണ്ടല്ലേ, അതൊക്കെ എന്ത് കാലം, നിങ്ങളുടെ കാലമൊക്കെ എന്താ കാലമാണ്, അതൊക്കെ ശരിക്കും ഉള്ള കാലമാണോ എന്നൊക്കെ നമ്മൾ ചില പേരൻസിനോട് ചോദിക്കില്ല, ഗ്രാൻഡ് പേരൻസിനോടൊക്കെ. അതാണ് ആന്റിഡിലൂവിയൻ പീരീഡ്. ഓർത്ത് വെച്ചോണം ആന്റിഡിലൂവിയൻ. ഓർക്കാം. അടുത്തത് ഇൻകംബന്റ്. നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. ഇൻകംബന്റ് എന്ന് പറഞ്ഞാൽ ഹോൾഡർ, ഒക്യുപ്പന്റ്, ഒരു സ്ഥാനത്തിരിക്കുന്ന ഓഫീസർ അതിനെയാണ് ഇൻകംബന്റ് എന്ന് പറയാ. അഡ്ജക്റ്റീവായിട്ട് പറയുമ്പോൾ ബൈൻഡിങ് അല്ലെങ്കിൽ കറണ്ട്. ബൈൻഡിങ് ആണെന്ന് പറഞ്ഞാൽ ഒബ്ലിഗേറ്ററി ആണ്, ഒബ്ലിഗേറ്ററി റിക്വയർഡ് ആയിട്ടുള്ള, ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള, വേണ്ടതാണ്, അതാണ് ബൈൻഡിങ് എന്ന് ഒരു അർത്ഥമുണ്ട്. അല്ലാതെ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, എക്സിസ്റ്റന്റ് ആയിട്ടുള്ള, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ കറണ്ട് ആയിട്ടുള്ള, എക്സിസ്റ്റിംഗ് ഓർ കറണ്ട് എന്നുള്ള അർത്ഥവും ഈ പറയുന്ന ഇൻകംബന്റിനുണ്ട് കേട്ടോ. ഓർത്തോണം, നമ്മുടെ ഇൻകംബന്റ് പ്രസിഡന്റ് പോയി എന്നുള്ള രീതിയിൽ പറയാണ്. അടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ വൈസ് പ്രസിഡന്റ് അടുത്ത റീഇൻഫോഴ്സ് ചെയ്യുക. റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോർട്ടിഫൈ ചെയ്യുക, ബോൾസ്റ്റർ ചെയ്യുക. മഴ കനക്കുന്നുണ്ടല്ലോ, ഇത് നന്നായി കനക്കുന്നുണ്ട്. റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോർട്ടിഫൈ ചെയ്യുക, ബോൾസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. റീഇൻഫോഴ്സ്മെന്റ് കേട്ടിട്ടില്ലേ? സപ്പോർട്ട്, ഗവൺമെന്റ് കുറച്ച് റീഇൻഫോഴ്സ്മെന്റ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയില്ലേ, കുറച്ച് സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്, നിങ്ങളുടെ റീഇൻഫോഴ്സ്മെന്റ് ഇത്തവണ എനിക്ക് വേണേ എന്നൊക്കെ നമ്മൾ പറയില്ലേ വീട്ടുകാരോടൊക്കെ, അതാണ് സാധനം റീഇൻഫോഴ്സ്മെന്റ്. അടുത്ത സ്റ്റിന്റ് പഠിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ദ്രൗപദി മുർമു പ്രസിഡന്റ് ആയിട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ സ്റ്റിന്റ്. ഒരു ഭരണ കാലയളവ്, ടൈം പീരിയഡ്, റൺ അല്ലെ, സ്പെൽ, ഈ ഒരു കാലയളവ്, സ്ട്രെച്ച്, പീരിയഡ്, ടൈം, ടേൺ, റൺ, ഇതൊക്കെ ഒരേ മീനിങ് ആണ്. സ്റ്റിന്റ് എന്ന വേർബ് നൗണിന്റെ മീനിങ് ആണ്, വേർബ് അല്ല നൗണിന്റെ മീനിങ് ആണ് കേട്ടോ. സ്റ്റിന്റ് എന്ന് പറഞ്ഞാൽ സ്പെൽ, സ്ട്രെച്ച്, പീരിയഡ്, ടൈം, ടേൺ, റൺ എന്നൊക്കെയാണ്. ഓർത്തോളാം. 10 മണിക്കുള്ളിൽ നമുക്ക് തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടുന്നത്, കാരണം നമുക്ക് സമയം വെറുതെ കളയണ്ട, നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അല്ലേ, നമ്മൾ വെറുതെ സമയം കളയണ്ട, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഓക്കെ ഇൻഹെറന്റ് ഹ്യൂമൻ ബീങ് അവിടെ വരും അല്ലേ. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് റീഇൻഫോഴ്സ് ദ മിഷൻ ബിക്കോസ് ഓഫ് അനോമാലിറ്റി ഇൻ ദി അബ്നോർമാലിറ്റി അല്ലെങ്കിൽ അനോമലി. ഷമാസ ശ്രദ്ധിക്കണേ, അനോമലി എന്ന് പറഞ്ഞാൽ തന്നെ അബ്നോർമാലിറ്റി, അവിടെ മാലിറ്റി കൊടുക്കരുത്, അപ്പൊ വേർഡ് തെറ്റിപ്പോയി. അനോമലി കേട്ടോ, അനോമലി ആണ്. ഇൻ ദ ടെസ്റ്റിമണീസ് ഹി ഗേവ് വൺസ് ഓർ വൺസ്, രണ്ടാമത്തെ വൺസ്, ഒരാളുടെ. ഈ വൺസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലൂറല്. വൺസ് ഇത് പ്ലൂറല, വണ്ണിന്റെ പ്ലൂറല, വൺ എന്ന സിംഗുലറിന്റെ പ്ലൂറലാണ് ഇത് വൺസ് കേട്ടോ. അനശ്വര ഇത് വൺ എന്ന സിംഗുലർ, ഇതിന്റെ പ്ലൂറലാണ്. പക്ഷേ ഈ വൺസോ ON ഈ കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി ഇടുക, ഇത് പൊസസീവ് ആണ്. ഇതാണ് നമ്മുടെ പൊസസീവ്, ഞാനിപ്പോ പറഞ്ഞ പൊസസീവ് കേട്ടോ. ഒരാളുടെ പൊസസീവ്. ക്ലിയർ ആയില്ലേ? സം പോലീസ് ഓഫീസേഴ്സ് ഷോ ഇനിക്വിറ്റി നേച്ചർ. ഓക്കെ, ഷോ ഇനിക്വിറ്റി തന്നെ വന്നാൽ മതി, ഇനിക്വിറ്റി നേച്ചർ എന്ന് പോലും വേണ്ട, ഇനിക്വിറ്റി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഷൈനി അതാ കറക്റ്റ്. റെട്ടോറിക്കലി ഇന്ത്യ ഈസ് സെക്യുലർ ബട്ട് ദർ ആർ മെനി അനോമലീസ്. പ്ലൂറിൽ കൊടുക്കാം, അനോമലിയുടെ പ്ലൂറിൽ അനോമലീസ് ആണ്. LIES കേട്ടോ. മെനി എന്ന് ഓർക്കുമ്പോൾ എന്തായാലും പ്ലൂറിൽ വേണം, മെനിയുടെ കൂടെ പ്ലൂറിലേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. വിനു അബ്നോർമാലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ TIES കൊടുക്കില്ല, അതുപോലെ അനോമലീസ്, അനോമലി കഴിഞ്ഞിട്ട് LIES ആണ്, LIES അനോമലീസ് എന്ന് കൊടുത്താൽ മതി. അനോമലി ആക്ടിവിറ്റീസ് എന്ന് കൊടുക്കരുത്, അനോമലീസ് കൊടുക്കുക കേട്ടോ. Rhetorically, India is secular, but there are many anomalies. ആറും വേണ്ട, അവിടെ അടുത്ത ആറും വേണ്ട. Anomalies cropping up. There are many anomalies cropping up in many parts of the country in the name of religion. കേട്ടോ. Iniquity must be removed from the society. That is great. Last word ചില സമയങ്ങളിൽ കാണുവാൻ പറ്റുന്നില്ല. ഇപ്പോഴെങ്കിൽ റൈഡിലേക്ക് കുറച്ചുകൂടി നീട്ടി സെറ്റ് ചെയ്യാൻ മാം. അതിന്റെ മുൻപിൽ ആണ്, അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ മനസ്സിലായി. നാളെ ഞാൻ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് വേർഡ് പലപ്പോഴും കാണാൻ പറ്റുന്നില്ലല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം,
ഇനി അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. സോറി അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, ഇപ്പോഴാണ് AB പറഞ്ഞപ്പോൾ അറിഞ്ഞത്. ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഡസന്റ് ഹാപ്പൻ നെക്സ്റ്റ് ടൈം കേട്ടോ. ഐ വിൽ സെറ്റ് ഇറ്റ് കേട്ടോ. യെസ്, പുരാതനമായ ദാറ്റ ക്രോപ്പിംഗ് അപ്പ് എന്ന് കൊടുക്കണം. ദാറ്റ ക്രോപ്പിംഗ് അപ്പ് അവിടെ അല്ലേ, ഡാറ്റ ക്രോപ്പിംഗ് അപ്പ് എന്നല്ലേ, അത് കൊടുത്താലും കുഴപ്പമില്ല. യെസ്, ഒന്നെങ്കിൽ ഡാറ്റ ക്രോപ്പിംഗ് അപ്പ് എന്ന് കൊടുക്കാം. ഷമാസ് പറഞ്ഞ കറക്റ്റ് ആണ്. വിനു ഇങ്ങനെയാ, റെറ്ററിക്കലി ഇന്ത്യ ഈസ് സെക്യുലർ ബട്ട് ദർ ആർ മെനി അനോമലീസ്, ഡാറ്റ ക്രോപ്പിംഗ് അപ്പ് എന്നും കൊടുക്കാം. അല്ലെങ്കിൽ ഡാറ്റ ഇല്ലാതെ വെറുതെ കൊടുത്താൽ മതി, അനോമലീസ് ക്രോപ്പിംഗ് അപ്പ് എന്ന് കൊടുത്താൽ. ഡാറ്റ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഡാറ്റ ഉണ്ടെങ്കിൽ അവിടെ 6 വേണം, ഡാറ്റ ഇല്ലെങ്കിൽ 6 വേണ്ട. അതാ ഞാൻ പറഞ്ഞത്. ഷീ ഓൾവേസ് വോർ എ ലോങ് സ്ലീവ്ഡ് തെർമൽ വെസ്റ്റ് ഇൻ വിന്റർ. ഓൾ റൈറ്റ്. യെസ്, പുരാതനമായ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന. യെസ്, ആണ്. ആന്റി ഡിലൂവിയൻ AD. യെസ്. അത് എന്താണ്, AD അല്ല, ആന്റി അത് വേറെ പ്രശ്നമുണ്ട്, അതിന് വേറെ പ്രശ്നമുണ്ട്. ആന്റി ഡിലൂവിയൻ അല്ല, AD എന്ന് പറയുന്നത് അതല്ല. എന്താണ് അന്ന ഡൊമിനി, അത് വേറെ. അന്ന ഡൊമിനി ഇതാണ് AD കേട്ടോ. അന്ന ഡൊമിനിയാണ് AD, മാറിപ്പോയിരുന്നു. ഷമാസെ, ആന്റി ഡിലൂവിയൻ അല്ല, ഇതാണ് കേട്ടോ. അബോർഷൻ റൈറ്റ്സ് ക്യാൻ റീഇൻഫോഴ്സ് ദ റൈറ്റ്സ് ഓഫ് വിമൻ ഓൺ ദെയർ ഓൺ ബോഡി. ഏതോണാ ഓൺ ബോഡി? അവനവന്റെ ഓണർഷിപ്പ്, OWN, ഓൺ ബോഡി. ആ ഓണാണ് രണ്ടാമത്തെ ഓൺ കേട്ടോ. ദെയർ കഴിഞ്ഞിട്ട് ദെയർ ഓൺ ബോഡിയിലെ ഓണർ OWN ആണ്. അനശ്വര ഓർത്തോണം. സം ഓഫ് ദ ജഡ്ജ്മെന്റ് അല്ല, സം ഓഫ് ദ ജഡ്ജ്മെന്റ്സ്, വിധികൾ അല്ലെ. സം ഓഫ് ദ വേർഡിക്സ് അതല്ല ഉദ്ദേശിക്കുന്ന പ്രവി. സം ഓഫ് ദ വേർഡിക്സ് ഓർ സം ഓഫ് ദ ജഡ്ജ്മെന്റ്സ് ഓഫ് ദ കോർട്ട് റീഇൻഫോഴ്സസ് അല്ല, സം ഓഫ് ദ ജഡ്ജ്മെന്റ്സ് അല്ല. അപ്പൊ റീഇൻഫോഴ്സ് സം കാറ്റഗറി ഓഫ് ദ പീപ്പിൾ. യെസ്, ഒരു പ്രവൃത്തിക്ക് ചെലവഴിക്കുന്ന സമയം. യെസ് സ്റ്റിന്റ്, അത് തന്നെ, നിശ്ചിത സമയം. ഹിസ് ഫെറ്റ് ബോൾസ്റ്റഡ്. ഫെയ്റ്റ് വേർബ് അല്ല. അഭിനയ ഫെയ്റ്റ് ഇസ് നോട്ട് വേർബ്. ഇറ്റ് ഇസ് സോറി, വേർബ് എന്നല്ല, നൗൺ അല്ല, വേർബാണ്, നൗൺ അല്ല. അപ്പൊ ഹിസ് ഫെയ്റ്റ് എന്ന് പറയില്ല. ഹിസ് ഫെയ്റ്റ് തെറ്റല്ലേ, ഹിസ് ഫെയ്റ്റ് തെറ്റാണെന്ന് ഓർക്കുക. സംടൈം മാം സേസ് ദാറ്റ് ഐ എം ഫെറ്റഡ്, ഐ എം ഓണേഡ്. അതിൽ ഐ കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി ഇട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ ഐ എം എങ്ങനെ കൊടുക്കുക, ഷോർട്ട് ഫോം അത് പറഞ്ഞു തരാവേ. ഐ എം നോക്കിയേ, ഐ എം ഓണേഡ്, ഐ എം, അല്ലെങ്കിൽ ഓർ ഐ ആം എഴുതുമ്പോൾ കേട്ടോ. 2 രീതിയിലുണ്ട്. എഴുതുമ്പോൾ പറയുമ്പോഴും അതിൻ്റെ ഇത് വരരുത്. ഒരു ഡൗട്ട്, ഈ ടൈം 10:30 എനിക്ക് പറയുന്നതിൻ്റെ മുൻപേ അറ്റ് പ്രൊപ്പോസിഷൻ ആണോ? ടൈം പറയുന്നതിന് മുമ്പ് മനസ്സിലായില്ല. അറ്റെന്ന് പ്രൊപ്പോസിഷൻ. കറക്റ്റ് ടൈം പറയുമ്പോൾ അറ്റാണ്. 10:30 ആണ്. ഓക്കെ, യെസ്, ഓൾ റൈറ്റ്. വി ഷുഡ് റീഇൻഫോഴ്സ് അവർ ഡ്രീംസ് ഫോർ അവർ സക്സസ്. യെസ്, ഇൻകംബന്റ് Alapi collector Krishna Teja is fated by the people within 2 days. Yes. All right, that's great. Welcome. Kerala reinforced its position in Indian athletics through the medals won by Eldos Paul, Abdullah Abubakar and M. Sri Shankar in KWC Commonwealth Games. Yes. A number of studies in housing literature can be cited. That is great. അടുത്ത സെറ്റ് പിടിച്ച പിള്ളേരെ ഈസി ഇംഗ്ലീഷിന്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇംഗ്ലീഷിന് വീക്ക് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ കോഴ്സ് എടുക്കുക. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. നിങ്ങൾ ഞാൻ പിന്നെ എടുത്ത് പറയുകയാണ്. കാര്യം ഈസി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്സ് മുതൽ കവർ ചെയ്യും. അടിപൊളിയായിട്ടാണ് ക്ലാസ് പോകുന്നത്. ഒരു തരത്തിലും നമ്മൾ എന്താ പറയുക, ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ ക്ലാസ് പോകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനും റീമാമേഴ്സൂടെയാണ് ക്ലാസ് എടുക്കുന്നത്. 870 രൂപയാണ് കോഴ്സ് ഫീ. അത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്. അപ്പോൾ കൂപ്പൺ കോഡ് അടിച്ച് കൊടുക്കുമ്പോൾ എൻട്രി കോഡ് ചെയ്യേണ്ട കൂപ്പൺ കോഡ് Y314 Y314 എന്ന കൂപ്പൺ കോഡ് അടിക്കുക. 40 മണിക്കൂറുകളുടെ ക്ലാസ് ആണ്, 40 hours. ചില ദിവസങ്ങളിൽ 12 PM ക്ലാസ്സുകളും കൂടി ഉണ്ട്. അപ്പോൾ 4 and 12 ആണ് നമ്മുടെ ടൈം. അത് ഓർത്തിരിക്കുക. ദേവസ്വം ബോർഡിലെ കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് പഠിക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ തന്നെ 10th മെയിൻസ് നോക്കുന്ന കുട്ടികൾക്ക്, ഏത് PSC എക്സാംസ് നോക്കുന്നവർക്കും ബേസിക്സ് മുതലേ കവർ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് വിചാരിച്ച് SSC ഉള്ള കുട്ടികൾക്ക്, SSCക്ക് പോകുന്നവർക്കും ബാങ്ക് ഉള്ളവർക്കും ഇത് പഠിക്കരുതെന്നല്ല. ബേസ് മുതലേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തുടങ്ങും എന്നാണ് ഈ ഇംഗ്ലീഷ് 2.0 പ്രത്യേകത. സോ 4ാം തീയതി ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക, ജോയിൻ ചെയ്യാം. യു ആർ ഓൾവേസ് വെൽക്കം. അടുത്തത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ 4ാമത്തെ ബാച്ചാണ്. ഇന്നലെ ക്ലാസ്സുകൾ ആരംഭിച്ചു കേട്ടോ. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് വരിക. ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്, +2 പ്രിലിംസിന്റെ എക്സാം കണ്ടിട്ട് നിങ്ങളിത് മാറ്റി വെക്കരുത്. ഇനി ഒരു ഗൈഡൻസ് ഇല്ലാതെ, നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഇല്ലാതെ പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം. എങ്ങനെയാണ് പഠിക്കേണ്ടത് ഒരു അപ്രോച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വരിക, ജോയിൻ ചെയ്യുക. 2530 രൂപയാണ് കോഴ്സ് ഫീ. അതും വളരെ കുറവായ എമൗണ്ട് ആണ്. പറഞ്ഞു വരും മറ്റുള്ള എല്ലാ ഇതിൽ വെച്ച് പോകുമ്പോൾ 210+ അവേഴ്സാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. രാവിലെ ഒരു മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട് 7 മണിക്ക്, പിന്നെ 4 മണിക്കുണ്ട്, പിന്നെ നമുക്കുള്ളത് 8 മണിക്ക്, അങ്ങനെ വൈകിട്ട് 8 മണിക്ക്, 4 മണിക്കും പിന്നെ വൈകിട്ട് 8 മണിക്കോ 7 മണിക്കോ അങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ പങ്കെടുക്കാൻ മറക്കണ്ട. അപ്പോൾ 1.5 മണിക്കൂറിന് 3 ക്ലാസ്സുകളാണ് ഉള്ളത്. കോഡ് അറിയാലോ, Y314 Y314. അടുത്ത സെറ്റിലോട്ട് പോകാം. ആൻഡ് ലാസ്റ്റ് സെറ്റ് ഇതാണ്, കാറ്റപ്പൾട്ട് എന്ന നൗണും ഉണ്ട്, കാറ്റപ്പൾട്ട് എന്ന വേർബും ഉണ്ട്. കാറ്റപ്പൾട്ട് എന്ന് പറഞ്ഞാൽ സ്ലിങ്, അതായത് ഒരു ഫോർക്ക് ഷേപ്ഡ് ഒരു വടി, സ്റ്റിക്ക്, ഫോർക്ക് ഷേപ്ഡ് ഒരു വടിക്കാണ് സ്ലിങ് എന്ന് പറയും, അല്ലെങ്കിൽ ഷാങ്കായ് എന്ന് പറയും. ഷാങ്കായ്. അപ്പോൾ ഫോർക്ക് ഷേപ്ഡ് ഒരു വടി, ഫോർക്ക് ഇങ്ങനെ, അത് തൃശൂലം പറയില്ല, തൃശൂലൊക്കെ പറയും, ഫോർക്ക് പോലെയല്ല തൃശൂൽ ഇരിക്കുന്നത്, അതിനാണ് കാറ്റപ്പൾട്ട് എന്ന് പറയുന്നത്. ദുർഗാദേവി പണ്ട്
നമ്മുടെ ആരെ വധിച്ചില്ലേ അത് വെച്ചിട്ട് ആ സാധനം കാറ്റപ്പൾട്ട്. ഓക്കെ കേട്ടോ, കാറ്റപ്പൾട്ട് അതാണ്. എന്നാൽ വേർബ് കാറ്റപ്പൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൊപ്പല് ചെയ്യുക. ഈ നമ്മുടെ മിസൈലൊക്കെ പ്രൊപ്പൽ ചെയ്യുക, ലോഞ്ച് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, സ്പേസ് ഷിപ്പ് ഒക്കെ ലോഞ്ച് ചെയ്യുക പറയില്ല, ഹേൾ ചെയ്യുക, അതിനെ കാറ്റപ്പൾട്ട് ചെയ്യുക എന്ന് പറയും. ശൂലം വെച്ചിട്ട് കുത്ത പറയില്ലേ, അതുപോലെ ഇങ്ങനെ പോവല്ല സാധനം. അതുകൊണ്ട് സെയിം രീതിയിലുള്ള മൂവ്മെന്റ് ആണ്. പ്രൊപ്പൽ, ലോഞ്ച് അല്ലെങ്കിൽ ഹേൾ എന്നാണ് കാറ്റപ്പൾട്ട് ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. അടുത്തത് മെന്റ്. ഒരുപാട് തവണ മെന്റ് ഇന്നത്തെ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. മെന്റ് എന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്യുക, ഫിക്സ് ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. അല്ലാതെ വേറെ അർത്ഥമുണ്ട്. മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ഫ്യൂവൽ, എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊരർത്ഥമുണ്ട്. മേക്കപ്പ് ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന അർത്ഥമാണ്. മേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഫാബ്രിക്കേറ്റ് ചെയ്യുക, സ്റ്റോറി ഫാബ്രിക്കേറ്റ് ചെയ്യുക, മെനയുക പറയും. മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെനയുക. ഹീസ് മെന്റിങ് ഇറ്റ്, അവൻ കുറച്ച് വളച്ചൊടിക്കുന്ന അതെന്നുള്ള അർത്ഥത്തിലാണ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കുക്കപ്പ് എ സ്റ്റോറി, കുക്ക് എ സ്റ്റോറി, ഒരു കഥ മെനയുക എന്നൊക്കെ പറയില്ല, അങ്ങനെ കുക്കൊക്കെ സ്റ്റോറി എന്നല്ല, എന്തിനൊരു മേക്കപ്പ് ചെയ്യുക അതങ്ങനെ. അടുത്തത് ഒബ്ലിഗ്ലി. ഒബ്ലീഗ്ലി 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 ഒബ്ലീഗ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. അതിനോട് എൽവ ഇട്ട് കൊടുത്തപ്പോൾ അഡ്വേർബ് കിട്ടി. കാര്യം ഒബ്ലീഗ്ലി എന്ന് പറഞ്ഞാൽ അഡ്വേർബ്, ഇൻഡിറക്ട്ലി, സൈഡ് വൈസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഡയഗണലി എന്നുള്ളതാണ് ഒബ്ലീഗ്ലി എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്തോടെ, ഒബ്ലീഗ്ലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവസാനത്തെ വേർഡ് കാണുന്നില്ല നേബി പറഞ്ഞില്ല, ഞാനത് സെറ്റ് ചെയ്ത് തരാം. ഞാൻ ഇച്ചിരി മാറിയിരുന്നാൽ സെറ്റ് ആവാനുള്ള പ്രശ്നമുള്ളൂ, ഞാൻ മാറിത്തരാം. സോ ഒബ്ലീഗ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിറക്ട്ലി, സൈഡ് ലോങ്, ഡയഗണലി എന്നാണ് അർത്ഥം. അടുത്തത് അബ്സ്റ്റെയിൻ. അബ്സ്റ്റെയിൻ, യു ഹാവ് ടു അബ്സ്റ്റെയിൻ ഫ്രം ഡേഞ്ചറസ് സിറ്റുവേഷൻ. യു ഹാവ് ടു അബ്സ്റ്റെയിൻ ഫ്രം, അബ്സ്റ്റെയിനോട് എപ്പോഴും എന്താണുള്ളത്, നമ്മുടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നെ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ പിള്ളേരെ? സംഭവം സെറ്റായി നടക്കുന്നുണ്ടോ ഇപ്പോൾ? മഴയാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മഴയാണ്, എങ്ങനെയാണ് പിന്നെ നെറ്റ് ഇൻ ബിറ്റ്വീൻ ഒന്ന് പോയി. ഞാൻ അവരിപ്പോൾ വിളിച്ചിട്ട് സെറ്റാക്കിയതാണ്. നിങ്ങൾക്ക് എന്നെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. സംഭവം ഓക്കെ ആണോ എന്നൊന്ന് പറയണേ. നമ്മൾ തിരിച്ചു വന്നോ എന്നൊന്ന് പറയാം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് അങ്ങ് പോവാം. ഓക്കെ അല്ലേ? സോൾഡ് ആണ്, നമുക്ക് നേരെ പോകാം കേട്ടോ. ഇതോട് പറഞ്ഞ ആർട്ടിക്കിൾ വായിച്ചിട്ട് പോകും. ആർട്ടിക്കിൾ നിന്ന് അടിപൊളി ആർട്ടിക്കിൾ നിന്ന് വായിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് സങ്കടപ്പെട്ടു, കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു, ശരിക്കും ലിറ്ററലി ഞാൻ സങ്കടപ്പെട്ടു. ലെറ്റ്സ് മൂവ്. ലാസ്റ്റ് വേർഡ് ഇതാ വിളിച്ചു പിള്ളേരെ, ഇൻട്രീഗ്. ഇൻട്രീഗ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പ്ലോട്ടിംഗ് അല്ലെങ്കിൽ കോൺസ്പിറസി. നമ്മളൊരു എന്താ പറയാ, ഒരു കോൺസ്പിറസി, ഗൂഢാലോചനയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇൻട്രീഗ്. യൂട്യൂബിൽ നിന്നുള്ള ആഡാണ്, ഞാനൊന്നും കാണുന്നല്ല, ആഡാണ്. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ, ആഡാണ്. സോറി ഫോർ ദാറ്റ്. ഇൻട്രീഗ്. അപ്പോൾ ഇൻട്രീഗ് എന്ന വാക്കിന്റെ അർത്ഥം പ്ലോട്ടിംഗ് അല്ലെങ്കിൽ കോൺസ്പിറസി, ഗൂഢാലോചന എന്നാണ്. വേർബ് എപ്പോഴോ പ്ലോട്ട് ചെയ്യുക, കൺസ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ഫാസിനേറ്റ് ചെയ്യുക, നമ്മുടെ അട്രാക്ഷൻ പിടിച്ചുവിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നൊരർത്ഥം കൂടെ അതിനുണ്ട് കേട്ടോ. അപ്പോൾ ഇൻട്രീഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് പ്ലോട്ട് ചെയ്യുക, കൺസ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, യു ഇൻട്രീഗ് മീ, ഓ നീ എന്നെ വീഴ്ത്തി കളഞ്ഞല്ലോ എന്നൊക്കെ പറയില്ലേ, അത് ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുക. ഹിസ് ഐഡിയ ഇൻട്രീഗ് മീ, ഓ ഹിസ് പ്രപ്പോസൽ ഇൻട്രീഗ് മീ, അവൻ പറഞ്ഞ പ്രപ്പോസൽ എന്നെ ഫാസിനേറ്റ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആരർത്ഥമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം ആർട്ടിക്കിളിലോട്ട്. ഇനിയിപ്പോൾ സമയം കളയണ്ടല്ലോ, ആർട്ടിക്കിളിലോട്ട് ഇത്ര നേരം നിങ്ങൾ എന്നെ സഹിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സെൻറ്റൻസുകൾ വിട്ടുപോയല്ലേ, ഞാൻ നമ്മൾ നോക്കിയേട്ടാ കേട്ടോ. യെസ്, ഹി ലേറ്റർ സെർവ്ഡ് എ സ്റ്റിന്റ് ഇൻ ദ നേവി. ഓൾ റൈറ്റ്. മലയൻ കുഞ്ഞ് is a movie which fates us to watch in a stint. All right. Sometimes ruling governments move back to us in antediluvian. In antediluvian എന്ത്? In antediluvian manner എന്ന് പറയണം. antediluvian adjective അല്ല ഷൈനി, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു noun കൊടുക്കണം. antediluvian manner എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ way എന്ന് കൊടുത്താലും കുഴപ്പമില്ല, രീതി അല്ലേ. A landlord may retain part of your deposit if you break the lease. Yes, Draupadi Murmu is the incumbent president of India. Yes, not only the memes are fretting, but also it is thoughtful. Challenges can catapult a child into new maturity. All right. I was trying to mend the broken clock. Okay, that is great. As surprises are inherent on the occasion of Fahad Fasil's birthday, his wife fated him with her amazing performance. That's great. I reinforced the army of the dead warrant of the biggest criminal in India. Oh, ശരി. All right. സെറ്റ് അല്ലേ പിള്ളേരെ? അപ്പോൾ നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാം. ഐ ഹോപ്പ് ആർട്ടിക്കിൾ വായിക്കാനൊക്കെ നിങ്ങൾ റെഡി ആണെന്ന് വിശ്വസിക്കുകയാണ്. ജസ്റ്റ് ഗിവ് മീ 10 minutes, ലെറ്റ്സ് മൂവ്. അടിപൊളി ആർട്ടിക്കിളാണ്. ഐ ജസ്റ്റ് വോണ്ട് ടു റീഡ് ഇറ്റ്. ഇത് വായിക്കാതെ ഡിസ്കസ് ചെയ്യാതെ പോകാൻ പറ്റില്ല. ദാറ്റ് ഈസ് എ സോൾ ഓഫ് എഡിറ്റോറിയൽ. ആർട്ടിക്കിൾ വായിക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ IBPS PO പ്രിലിംസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ LIC അസിസ്റ്റന്റ് മാനേജർ ഓർ അസിസ്റ്റന്റ് പോസ്റ്റിലോട്ട് വേണ്ടിയിട്ടുള്ള
നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 25 വരെ അപ്ലൈ ചെയ്യാം. LICക്ക് ഓഗസ്റ്റ് 22 വരെയാണ് IBPS POയുടെ അപ്ലൈ ചെയ്യാം. IBPS PO അപ്ലൈ ചെയ്യുന്നവർക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രം മതി. ഇങ്ങനെ മാർക്ക് വെരിഫിക്കേഷൻ. പക്ഷേ LICക്ക് പോകുന്നവർ ശ്രദ്ധിച്ചോണം. LIC അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഒരുപാട് ആനുകൂല്യം, ഇൻഷുറൻസ് സ്കീം ആനുകൂല്യങ്ങളുണ്ട്. ഇൻഷുറൻസ് എക്സാം ആണ്. നിങ്ങൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാട്ടോ. അടിപൊളി പോസ്റ്റാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഗ്രാജുവേഷൻ അസിസ്റ്റന്റ് പോസ്റ്റോട് നോക്കുന്ന ആൾക്കാർക്ക് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഒന്നും പറ്റില്ല. നോർമൽ ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഒരു കോളേജിൽ നിന്നുള്ള ഡിഗ്രി വേണം. അതിൽ 55% മാർക്ക് വേണം. അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റോടാണ് 60% മാർക്ക് ഡിഗ്രിക്ക് വേണം. PGക്ക് കുഴപ്പമില്ല, PG ക്വാളിഫിക്കേഷനും ആയാലും മതി, കുഴപ്പമില്ല എന്നുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 60% മാർക്ക് PGക്ക് നിർബന്ധമില്ല. ഓഗസ്റ്റ് 22 കോഴ്സ് ആരംഭിക്കും. നിങ്ങൾ ആർക്കെങ്കിലും അറിയെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നല്ലൊരു കോഴ്സാണ്. നമ്മൾ കോഴ്സ് 2250 രൂപയ്ക്കാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത്. അടിപൊളി കോഴ്സാണ്. ആദ്യം പർച്ചേസ് ചെയ്യുന്ന 50 പേർക്ക് ബുക്കും അവൈലബിൾ ആണ്. ബുക്ക് ആദ്യം പർച്ചേസ് ചെയ്യുന്ന 50 പേർക്ക് ബുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കുക അവരോട്. അതുപോലെ ടെസ്റ്റ് സീരീസ് എന്തായാലും എല്ലാ കോഴ്സുകളുടെ കൂടെയാണ്. മോക്ക് ടെസ്റ്റുകളൊക്കെ പഠിപ്പിച്ച് നിങ്ങളെ അടിപൊളിയാക്കാം കേട്ടോ. അപ്പം കോഡ് മറക്കണ്ട Y314. ഇനി പ്രീ റെക്കോർഡ് ക്ലാസ്സുകൾ വേണോ നിങ്ങൾക്ക്? ഓൾറെഡി ബേസ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ പ്രീ റെക്കോർഡ് ക്ലാസ്സുകൾ എടുക്കുക. നമ്മുടെ ഈ പ്രീ റെക്കോർഡ് ക്ലാസ്സുകളിൽ നേരത്തെ നമ്മൾ ലൈവായിട്ട് പഠിപ്പിച്ച ക്ലാസ്സിന്റെ നമ്മുടെ കുട്ടികളുടെ യജ്ഞ 1 യജ്ഞ 2.0 കുട്ടികളുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ പ്ലസ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക അഡ്വാൻസ് ക്ലാസ്സുകളുടെ ഫൗണ്ടേഷൻ പ്ലസ് അഡ്വാൻസ് ക്ലാസ്സുകളുടെ ഒരു കമ്പൈലേഷനാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ കിട്ടാൻ പോകുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ചോദിക്കുന്ന ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ എടുക്കുക, എന്നിട്ട് ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാം ഞങ്ങളോട്. ഇതിൽ നിങ്ങൾക്ക് ഒരു ഗുണമുണ്ട്. നിങ്ങൾക്ക് GA കംപ്ലീറ്റ്ലി കവേർഡ് ആണ്. ബാങ്കിങ് അവയർനെസ് ആൻഡ് GA കംപ്ലീറ്റ് കവേർഡ് ആണ്. അതുകൂടാതെ നമുക്ക് ക്വാണ്ടും അതുപോലെ റീസണിങ്ങും ആൻഡ് ഇംഗ്ലീഷ് ഇസ് കവേർഡ്. അപ്പോൾ എല്ലാ ബാങ്ക് എക്സാമും നിങ്ങൾക്ക് ഇതൊരു മുതൽ കൂടായിരിക്കും. ബേസിക്സ് ഇല്ലാത്തവർ ഇതെന്തായാലും പർച്ചേസ് ചെയ്യാം. സോ കോഡ് മറക്കണ്ട Y314 Y314 1464 രൂപ 60 രൂപ. അത് ഇന്ന് നിങ്ങൾക്ക് കോഴ്സ് ഫീ ഉള്ളൂ കേട്ടോ. നല്ല എമൗണ്ട് കുറച്ച് തന്നെയാണ്. പക്ഷേ അഡ്വാൻസ് ക്ലാസ്സുകളാണ്, ക്വാളിറ്റി ക്ലാസ്സാണ്. ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് നമ്മൾ കൊടുക്കില്ല. സോ യു ക്യാൻ ഓൾവേസ് അവൈൽ യുവർ ക്ലാസ്സസ്. ധൈര്യമായിട്ട് വന്ന് കോഴ്സ് ഉപയോഗിക്കുക, ബെനിഫിഷ്യൽ ആക്കുക. ആൻഡ് മൂവിങ് ടു അവർ ആർട്ടിക്കിൾ. ഇന്നത്തെ ആർട്ടിക്കിൾ പിടിച്ചോ പിള്ളേരെ. ആർട്ടിക്കിൾ ഫോർ ദ ഡേ. ഇന്നത്തെ അടിപൊളി ആർട്ടിക്കിൾ ആൻഡ് പ്രോഗ്രസീവ് ആർട്ടിക്കിൾ പിടിച്ചോ. A law without a flow. ഒരു ലോ നമ്മുടെ മുമ്പിൽ ഒരു നിയമം കൊണ്ടുവരാണ്. വിതൗട്ട് എനി ഫ്ലോ, വിതൗട്ട് എനി ഡിഫക്റ്റ്. ഒരു ഡിഫക്റ്റും ഇല്ലാത്തൊരു ഫ്ലോ ഇല്ലാത്തൊരു ഇതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. യൂട്യൂബിലല്ല ക്ലാസ്, യൂട്യൂബിലല്ല, ആപ്പ് വഴിയാണ് കേട്ടോ. ആപ്പ് വഴിയോ അല്ലെങ്കിൽ നേരെ വെബ്സൈറ്റ് വഴിയാണ് ക്ലാസ്. Obliquely the statement hits hard to the right juncture. Great. ഡെത്ത് വാറന്റ് അല്ലേ? അങ്ങനെയാണോ? We can't help reading today's editorial. Today editorial, today's hashi, today's ഇന്നത്തെ editorial. We can't help reading today's article. അല്ലെ, ഇന്ന് വായിക്കാതിരിക്കാൻ നിവർത്തിയില്ല. Because that is a progressive article. ഇന്നത്തെ article is the article on പിള്ളേരെ, is the article. A so much progressive article ആണ്. നമുക്ക് നോക്കാം അല്ലെ. Let's give it a read. വായിക്കാം അല്ലെ. The Supreme Court has put unmarried women plural on an equal footing in availing അബോർഷൻ സർവീസസ്. അങ്ങനെ സുപ്രീം കോടതി തീരുമാനിച്ചു അൺമാരിഡ് വിമൻ, കല്യാണം കഴിക്കാത്ത സ്ത്രീകളെ ഈക്വൽ ഫുട്ടിങ്ങിൽ അവർക്ക് സെയിം കണ്ടീഷൻ സെയിം റൈറ്റ്സ് ഇൻ അവൈലിംഗ്. അവർക്കും കല്യാണം കഴിച്ചവർക്ക് മാത്രമല്ല, കല്യാണം കഴിക്കാത്തവർക്കും അൺവെഡ് ആയിട്ടുള്ള വിമനും എന്ത് ചെയ്യാൻ പറ്റും? അബോർഷൻ സർവീസസ് ചെയ്യാൻ പറ്റും അല്ലെ. കല്യാണവും അബോർഷനുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് ഉള്ള ലോജിക്ക് ഇപ്പം നമ്മുടെ സുപ്രീം കോടതി തിരിച്ചറിഞ്ഞു. ആ ഒരു കാര്യം തിരുത്തി. ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്, എ പ്രോഗ്രസീവ് വൺ. ഇത് പറയുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേ സാധനത്തിന് ഞാൻ പറയുന്ന ഒരു മാസം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അബോർഷൻ ലോ സ്ട്രിക്റ്റ് ആക്കുവാണ് അമേരിക്കയിൽ. അങ്ങ് US അബോർഷൻ ലോ സ്ട്രിക്റ്റ് ആക്കുമ്പോൾ അവര് പഴയ കാലത്തിലോട്ട് അല്ലെ ബാക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ഇന്ത്യ പ്രോഗ്രസീവ് ആയിട്ട് മുന്നോട്ട് സഞ്ചരിക്കുന്നു. ദാറ്റ് ഇസ് ക്വൈറ്റ് എ കോൺട്രറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. വായിക്കാം. ദ മോസ്റ്റ് സെലിബ്രേറ്റഡ്. ഇപ്പോഴും ഞാൻ പറയണേ, ചില ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ഓർക്കും മിസ് എന്താ ഇത് ഇത്ര അധ്യായം സന്തോഷിക്കുന്ന, അബോർഷൻ നല്ലതാണെന്നാണ് മിസ് വിചാരിക്കും. ഞാൻ ഒരിക്കലും ഇതിനെ മൂല്യപരമായിട്ട് ചിന്തിക്കില്ല. അബോർഷൻ എല്ലാവരും ചെയ്യണം എന്നല്ല ഈ ലോ പറയുന്നത്. ഈ ലോ പറയുന്നതെന്ന് വെച്ചാൽ അബോർഷൻ അതായത് നമുക്ക് എന്താണ് ആക്സിഡന്റൽ പ്രഗ്നൻസി വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിയെ വേണോ വേണ്ടോ നമുക്ക് തീരുമാനിക്കാനുള്ള ഇതുണ്ട്. അല്ലാതെ എല്ലാം കാര്യത്തിലും നമ്മൾ എന്താ പറയുക, എല്ലാത്തിനും എന്താ പറയുക, നമ്മൾ പഴിക്കില്ല, ദൈവത്തെ പഴിക്കുന്ന ഒരു പരിപാടിയില്ല. അത് വേണ്ട. അല്ലാതെ നമുക്ക് വേണോ വേണ്ടോ തീരുമാനിക്കാം. യു ക്യാൻ ടേക്ക് ദ ഡിസിഷൻ ബൈ യോർ സെൽഫ് എന്നൊരു അർത്ഥമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എ പ്രോഗ്രസീവ് മെന്റാലിറ്റി. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് എന്ത് വേണം, എനിക്ക് എന്ത് വേണ്ട തീരുമാനിക്കാനുള്ളൊരു പൂർണ്ണ ഉത്തരവാദിത്വം ആൻഡ് അതിനുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് പവർ ഇസ് യോർ സെൽഫ് ആണ്. നിനക്ക് തന്നെയാണ്. ഇറ്റ്സ് വെസ്റ്റഡ് ഇൻ യോർ സെൽഫ് എന്നാണ് ബുദ്ധൻ വരെ പറഞ്ഞങ്ങനെയാ. നിന്റെ ഹെൽത്തും നിന്റെ ഡിസീസും നിന്റെ തന്നെ ഇതാണ്, നിന്റെ തന്നെ തീരുമാനം പോലെ ഇരിക്കും. നീ തന്നെയാണ് തീരുമാനിക്കുന്നത് നിനക്ക് ഹെൽത്തി ആയിട്ടിരിക്കണോ അതോ ഡിസീസിൽ ഇല്ലായിട്ടിരിക്കണോ എന്നുള്ളത് അല്ലേ. നമ്മുടെ ഏത് സ്റ്റേറ്റും നമ്മുടെ തന്നെ തീരുമാനമാണ്. എവറിത്തിങ് മസ്റ്റ് ബി ലൈക്ക് ദാറ്റ് എന്നാണ് വിശ്വസിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ വിശ്വസിക്കുന്ന വളരെ പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതെനിക്ക് പറയുന്നതിൽ ഒരു മടിയില്ല. ദാറ്റ് ഇസ് മൈ ഡിസിഷൻ and that's it. Let's move. The most celebrated kind of court judgments are those that eliminate inherent bias vested in a law or rules framed by the government.
The Supreme Court's move last week to set right a rule that was manifestly arbitrary and violative of women's right to bodily dignity fits right into the concept of justice that is free and without prejudice or favor to any person or group of people. Earlier, the apex court, in its wisdom, facilitated the abortion beyond 20 weeks of a young unmarried woman whose partner parted ways after realizing she was pregnant. Had the court rested then, it might have meant relief for one. നോക്കാം. അപ്പൊ പറഞ്ഞു വരുന്നത് ഇതാണ്. ദ മോസ്റ്റ് സെലിബ്രേറ്റഡ്, ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് കോർട്ട് ജഡ്ജ്മെന്റുകൾ എന്താണെന്ന് അറിയാം. ഏറ്റവും കൂടുതൽ മനുഷ്യർ സെലിബ്രേറ്റ് ചെയ്യുന്ന കോർട്ട് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഹറന്റ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രെജുഡിസ്, പാർഷ്യാലിറ്റി, മുൻവിധികൾ വെസ്റ്റ് ചെയ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ലോയിൽ, നമ്മുടെ നിയമത്തിൽ, നമ്മുടെ റൂൾസിൽ കുറച്ച് ഫ്രെയിം ചെയ്യപ്പോൾ അല്ലെ, ഗവൺമെന്റ് ഫ്രെയിം ചെയ്ത നമ്മുടെ നിയമങ്ങളിൽ കുറച്ച് തെറ്റുകൾ, ബയസ് ഉണ്ട്, കുറച്ച് പാർഷ്യാലിറ്റി ഉണ്ട്. ആ പാർഷ്യാലിറ്റിയെ നീക്കം ചെയ്യുമ്പോഴാണ്, പാർഷ്യാലിറ്റിയെ എലിമിനേറ്റ് ചെയ്യുമ്പോഴാണ്, റിമൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ പറയുന്ന ജഡ്ജ്മെന്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ. നമ്മളെല്ലാവരും LGBTQA+ന്റെ അല്ലെ, LGBTQA+ന്റെ കമ്മ്യൂണിറ്റിയുടെ നമ്മൾ അതിനെപ്പറ്റി പല കളറിലുള്ള ഫ്ലാഗ് വെച്ചിട്ട് നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ്? Every person in this world has a right to celebrate their gender, celebrate their existence. അവർക്ക് എല്ലാവർക്കും അവരുടേതായ റൈറ്റ് ഉണ്ട്. എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരെ കാണാൻ നിങ്ങളെ കൊണ്ട് പറ്റിയാൽ അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതി എന്ന് ഞാൻ പറയും. എല്ലാവരെയും മനുഷ്യരായിട്ട് കാണുക, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വേറെ ഒന്നും വേണ്ട. നോ ഡിഫറൻസ് ബേസ്ഡ് ഓൺ ജെൻഡർ. അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരു രീതിയിൽ അതിനെ മനുഷ്യരായിട്ട് കാണാം. അതാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. സോ അത് ഇവിടെ സ്ത്രീകളെ അല്ല സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഈക്വാളിറ്റിയാണ്, മനുഷ്യരുടെ ഈക്വാളിറ്റിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുന്നത് ഐ ആം സോ ഹാപ്പി അബൌട്ട് ദിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോർട്ട് കഴിഞ്ഞ വീക്കിൽ ഒരു റൂൾ സെറ്റ് റൈറ്റ് ചെയ്തു, കറക്റ്റ് ആക്കി ചെയ്തു. എന്താണ്? വളരെ അൺഡൗട്ടഡ്ലി, വളരെ ക്ലിയർലി ആർബിട്രറി ആയിട്ടുള്ള, റാൻഡം ആയിട്ടുള്ള, എന്നാൽ വയലേറ്റീവ് ആയിരുന്നു, വിമനോട് ഭയങ്കര വയലേറ്റീവ് ആയിട്ടുള്ള ഒരു റൂളായിരുന്നു. വിമൻ്റെ ബോഡിലി ഡിഗ്നിറ്റി, എൻ്റെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, അതായത് ഞാനൊരു സ്ത്രീ സമൂഹത്തിൽ പെടുന്ന ഒരാളാണ്, ഐ എം എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ വുമൺ. അപ്പോൾ അല്ലേ, ഒരു വിമൻ ആണ് ഞാൻ. അപ്പോൾ എനിക്ക് വിമനിൽ എന്ന കമ്മ്യൂണിറ്റിയിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പോൾ ഐ കുഡ് സേ ദാറ്റ് ക്ലിയർലി. ഇതിലുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. ബോഡിയുടെ അഡ്ജക്റ്റീവ് ആണ് ബോഡിലി, ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ്. ബോഡിലി ഡിഗ്നിറ്റി നൗൺ ആണ്, ബോഡിലി ഇസ് എൻ അഡ്ജക്റ്റീവ്. ബോഡി നൗണിനോട് എൽവ ഇട്ടാൽ അഡ്ജക്റ്റീവ് ഇട്ട് കേട്ടോ. ബോഡിലി ഡിഗ്നിറ്റി കൊടുക്കുമ്പോൾ അത് റൈറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഫിറ്റ്സ് റൈറ്റ് ഇൻ ടു ദ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് ദാറ്റ് ഇസ് ഫ്രീ. ഇപ്പൊ അവർക്ക് ബോഡിയിൽ എനിക്ക് തീരുമാനിക്കാം വെദർ ടു അബോർട്ട് ഓർ നോട്ട്, അബോർഷൻ സർവീസ് എടുക്കോ വേണോ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. പ്യോർലി മൈ ജഡ്ജ്മെന്റ്, പ്യോർലി മൈ ഡിസിഷൻ. അങ്ങനെ വന്നപ്പോൾ ജസ്റ്റിസ് ഒരു ഫ്രീ ആണെന്ന് നമുക്ക് മനസ്സിലായി. വിതൗട്ട് എനി പ്രജുഡിസ് ഓർ ഫേവർ, ഒരാൾക്കും ഫേവർ കൊടുക്കുന്നില്ല ടു എനി പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരാൾക്കും ഫേവർ കൊടുക്കുന്നില്ല, ഒരു പ്രജുഡിസും ഇല്ല, ഒരു മുൻവിധി ഇല്ലാതെ പറയുന്നുണ്ട് യു ക്യാൻ take it or not, that is up to you. സർവീസ് വേണോ വേണ്ടോ എന്നുള്ളത് നിന്റെ തീരുമാനമാണ്. അങ്ങനെ അപ്പെക്സ് കോർട്ട് അതിന്റെ വിസ്ഡം, അതിന്റെ നല്ല ജ്ഞാനത്തോടെ ഫെസിലിറ്റേറ്റ് ചെയ്തു, അബോർഷൻ ഫെസിലിറ്റേറ്റ് ചെയ്തു ബിയോണ്ട് 20 വീക്സിന് ബിയോണ്ട് ആയിട്ടുള്ളത് അല്ലേ. കാരണം ഒരു യങ് ആയിട്ടുള്ള അൺമാരിഡ് ആയിട്ട് വുമന്റെ പാർട്ട്ണർ അവരെ ഇട്ടിട്ട് പോയി, പ്രഗ്നന്റ് ആയി എന്ന പേരില്ല അല്ലെ. അയ്യോ, രണ്ടുപേരും ഒരു കൈ കൂടാതെ എന്താ അടിച്ചാൽ ഒച്ച കേൾക്കൂലെന്നാണ് പറയുന്നത്. പക്ഷെ പാർട്ണർ എന്ത് ചെയ്തു, പ്രഗ്നന്റ്, എനിക്ക് ഇനി ഇപ്പോൾ ഭാരം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, അവരിട്ടിട്ട് പോകും. അങ്ങനെ കേസുകളുണ്ട്. ആഫ്റ്റർ റിയലൈസിംഗ് ദാറ്റ് ഷി വാസ് പ്രഗ്നന്റ് അവരിട്ടിട്ട് പോകുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ എന്ത് ചെയ്യാം, ഷീ ക്യാൻ ഫെസിലിറ്റേറ്റ്, ഷീ ക്യാൻ അവെയിൽ ദ യൂസ് ഓഫ് അബോർഷൻ സർവീസസ്, അവെയിൽ ചെയ്യാം, സർവീസ് എടുക്കാം എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. ഹാഡ് ദ കോർട്ട് റെസ്റ്റഡ്, അപ്പോൾ അവിടെ നിന്നിരുന്നെങ്കിൽ, അതുകൊണ്ട് അവിടെ അത് മതി, ഈ ഒരു ക്ലോസ് അവിടെ ക്ലോസ് ചെയ്തേക്കാം, പീരിയഡ് നിർത്തിയേക്കാം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇറ്റ് മൈറ്റ് ഹാവ് മെന്റ് റിലീഫ് ഫോർ വൺ വുമൺ. ഒരു വുമണിന് കൊടുത്തേനെ അല്ലേ, ഒരു വുമണിന് കൊടുത്തേനെ, റിലീഫ് കൊടുത്തേനെ. പക്ഷെ അങ്ങനെയാണ് ഇവിടെ കൊടുത്തത് അല്ല. ഹു ഹാഡ് ടു ഗോ ഓൾ ദ വേ ടു ദ ടോപ്പ് ഓഫ് ദ കോർട്ട് ഓഫ് ദ ലാൻഡ്. ഈ ലാൻഡിന്റെ കോർട്ടിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് ടോപ്പ് വരെ പോകാൻ, ഏതൊരു അറ്റം വരെ പോകാൻ ഒരു വുമൺ പറ്റിയാണ്. ഇൻ ഓർഡർ ടു ആക്സസ് വാട്ട് 7 other categories of women would have been able to do without legal hassles. ഒരു പെണ്ണിനെ അവൾ പ്രഗ്നന്റ് ആയെന്ന് വിചാരിച്ച് അവളുടെ പാർട്ട്ണർ ഇട്ടിട്ട് പോയി, അതുകൊണ്ട് അവൾക്ക് അബോർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് അപ്പോൾ അബോർട്ട് ചെയ്യണ്ട,
ബാക്കിയുള്ളവർക്ക് എന്താ, എനിക്ക് കുട്ടിയെ വേണ്ട, ആക്സിഡന്റ് പ്രഗ്നൻസി ആണ്, എനിക്ക് കുട്ടിയെ വേണ്ട, കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി, കുട്ടിയെ വെറുതെ വളർത്തിയിട്ട് പ്രാഗി എപ്പോഴും എത്ര പേരൻസ് ഉണ്ട്, പേരൻറ്ഹുഡ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അനാവശ്യമായിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇത് കൊടുക്കും, പ്രശ്നം കൊടുക്കുന്നു. ബിക്കോസ് എന്താ, വേണ്ടാതെ യു ആർ ആൻ അൺവാണ്ടഡ് ചൈൽഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് കേസുകൾ എനിക്കറിയാം. എൻ്റെ സ്റ്റുഡൻസിന് ക്വൈറ്റ് പേഴ്സണലി എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനെ എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം. ഞാൻ പറഞ്ഞില്ല, കൗൺസിലിങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ. ഐ എം എ ട്രെയിനർ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കുട്ടികളെ അറിയാം. അങ്ങനെ കുട്ടികൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അൺവാണ്ടഡ് പ്രഗ്നൻസി കാരണം കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ആഫ്റ്റർ എഫക്ട്സ് വളരെ ദാരുണമാണ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ ദാരുണമാണ്. അങ്ങനെയുള്ള കേസുകളിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഇരുന്നെങ്കിൽ ഒരു പെണ്ണിന് അങ്ങനെ ബാക്കിയുള്ള 7 കാറ്റഗറിയിൽ പെടുന്ന സ്ത്രീകൾക്ക് എന്തോരം പോകേണ്ട വരുമായിരുന്നു അല്ലെ? എത്രത്തോളം ഇൻകൺവീനിയൻസ്, എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ച് ഈ നാടിന്റെ ലോയുടെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള കോർട്ട് വരെ പോകേണ്ടി വരുമായിരുന്നു. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അല്ലെ? നമ്മുടെ സോൾ ആയിട്ടുള്ള സുപ്രീം കോർട്ടിലോട്ട് തന്നെ നമ്മൾ പോകേണ്ടി വരും. അത് തന്നെ പോയി അങ്ങനെ നമുക്ക് നിയമം വന്നിരിക്കുന്നു. സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അല്ലെ? അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് ലീഗൽ ആയിട്ടുള്ള ഇൻകൺവീനിയൻസസ് ഉണ്ട് സ്ത്രീകൾക്ക് അല്ലെ? വിത്തൗട്ട് ലീഗൽ അല്ലെ, നിയമപരമായിട്ട് പോകണമെങ്കിൽ എന്തൊക്കെ കഷ്ടങ്ങളാ, ഇൻകൺവീനിയൻസാ. ഹാസൽസ് അറിയാലോ, ഇൻകൺവീനിയൻസ് അല്ലെ? ഈ ഇൻകൺവീനിയൻസസിനെ തരണം ചെയ്ത് ഒരു സ്ത്രീ പോകാൻ വേണ്ടിയിട്ട്. While the judgment could have been cited in support of other women in similar situation, the law retained its flow. And others could still have had to take long legal route and wait upon the discretion of individual judges. പറഞ്ഞു വരുന്നതാണ്, അന്ന് അങ്ങനെ ഒരു ഡിസിഷൻ വന്നപ്പോൾ, അന്നത്തെ ഡിസിഷൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ വന്നപ്പോൾ ഇത് സൈറ്റ് ചെയ്തത്, ഇത് റെഫർ ചെയ്തത് മറ്റു വിമനോട് സപ്പോർട്ട്, സിമിലർ സിറ്റുവേഷനുള്ള മറ്റു വിമനൊക്കെ സപ്പോർട്ടായിട്ട് കൊടുത്തു. പക്ഷെ അതേസമയം വിമൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി, റിട്ടേൺ ചെയ്തു, അതിന്റെ ഫ്ലോ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ പോയി. ഒരു ഫ്ലോ ഉണ്ടായിരുന്നു അതിന്. എന്തായിരുന്നു അതിന്റെ ഫ്ലോ? അതേഴ്സ്, മറ്റ് 7 കാറ്റഗറി പെടുന്ന അതേ ആൾക്കാരില്ലേ, അവരെന്ത് ചെയ്യണം, വീണ്ടും ലോങ് ലീഗൽ റൂട്ട് പോകേണ്ട അവസ്ഥ. വീണ്ടും പുറകെ പോയിട്ട് അതിന് വേണ്ടിയിട്ട് കൂടുതൽ പെറ്റീഷൻ കൊടുത്ത് അങ്ങനെ കൊടുക്കുന്നത് പുറകിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് ദേ ഹാവ് ടു വെയിറ്റ്, ആൻറ്റിസിപ്പേറ്റ് ചെയ്തെടുക്കണം, വെയിറ്റ് അപ്പോൺ ദ ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ്, അടുത്തൊരു ചോയ്സിന് വേണ്ടിയിട്ട്, ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് അടുത്ത ജഡ്ജസിന്റെ അവരുടെ തീരുമാനം അല്ലെ? ചില ജഡ്ജിമാരുണ്ട് അവരുടെ സ്വന്തം തീരുമാനങ്ങൾ യുക്തിക്കനുസരിച്ച് എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് അതിൽ മൂല്യങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കും. മൂല്യമൊന്നും അവിടെ സ്ഥാനമില്ല. ഇറ്റ്സ് പ്രാക്ടിക്കൽ ജഡ്ജ്മെന്റ്, പക്ക പ്രാക്ടിക്കലിറ്റി അവിടെ കൊണ്ടുവരണ്ടേ. യൂട്ടിലൈസിംഗ് ദ ഫുൾ എക്സ്പാൻസീവ് റീച്ച് ഓഫ് ഇറ്റ്സ് പവർ, ദ സുപ്രീം കോർട്ട് ഹാസ് ഡിസൈഡഡ് ടു കറക്റ്റ് ദ അനോമലി. വേണ്ട, ഇങ്ങനൊരു അനോമലി, ഇങ്ങനൊരു അബ്നോർമാലിറ്റി നമ്മുടെ റൂളിന് വേണ്ട, നമ്മുടെ നിയമത്തിന് വേണ്ട, നമ്മളത് തിരുത്തും. അബ്നോർമാലിറ്റി നമ്മൾ തിരുത്തും, അനോമലി തിരുത്തും. ബെഞ്ച് കംപ്രൈസിംഗ് ഓഫ് അല്ല, വെറും കംപ്രൈസിംഗ് ഓഫ് ഇല്ല, ഓർത്തോണേ. ജഡ്ജസ് DY Chandrachowd and JB Padiwala are considering pronouncing a judgment which would make access to medical abortion a legal playing field. അങ്ങനെ JB പാടിവാല എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഹിസ്റ്ററിയിൽ പേര് എഴുതി വെച്ച് പോകുന്ന കുറച്ച് ജസ്റ്റിസുകളായിരിക്കും. അപ്പോൾ DY Chandrachowd അതുപോലെ തന്നെ JB പാടിവാല, ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരടങ്ങുന്ന ഒരു കമ്മിറ്റി, ബെഞ്ച് ഓഫ് ജഡ്ജസ് തീരുമാനിക്കുന്നുണ്ട്, കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊനൗൺസിങ്, അവരെ ഡിക്ലെയർ ചെയ്യാൻ പോകണം, ഡിക്ലെയറിംഗ് എ ജഡ്ജ്മെന്റ്, ഡിക്ലെയർ ചെയ്യാൻ പോകണം ഒരു ജഡ്ജ്മെന്റ് വുഡ് മേക്ക് ആൻ ആക്സസ് ടു മെഡിക്കൽ അബോർഷനെ ലീഗൽ പ്ലേയിങ് ഗ്രൗണ്ട്. അത് ലീഗലാക്കാൻ പോകണം മെഡിക്കൽ അബോർഷൻ. ഇനി പ്രശ്നമില്ലല്ലോ, ഇന്ന ഡോക്ടർമാർ അല്ലെ ഓടിച്ചിരുന്ന് ബാത്റൂമിൽ അബോർഷൻ ചെയ്തു കൊടുത്ത് ഒരുപാട് പൈസ കൂട്ടി സാധാരണക്കാരൻ്റെ അടുത്ത് പിഴിയേണ്ട ആവശ്യം വരുന്നില്ല. ഉണ്ടല്ലോ, എന്തായാലും അബോർഷനോട് നടക്കുന്നില്ല ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അബോർഷനോട് നടക്കുന്നുണ്ട്. ഫ്രോജുലൻസസ് നടക്കാത്ത ഒരു സ്ഥലമില്ല. എന്നിട്ട് അതിൽ ഇവരെ പിഴിഞ്ഞ് അവരെ മുതലെടുത്ത് അവരിന്ന് പിഴിഞ്ഞാണ് പൈസ ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഇനി വേണ്ട. ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, ഓർത്തോണേ, നമ്മൾ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി ഹിസ്റ്ററി പഠിച്ചു വെക്കണം. ഞാൻ പറഞ്ഞില്ല, COP26 പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പാരീസ് എഗ്രിമെന്റ് പഠിക്കാതെ പോകാൻ പറ്റില്ല. കാരണം പാരീസ് എഗ്രിമെന്റിൽ എന്താ നടന്നറിഞ്ഞാലേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ചിൽ നമ്മൾ എടുക്കാൻ പോകുന്ന COP26 അജണ്ട, ഗ്ലാസ്ഗോയിലെ അജണ്ട എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഒരു ആക്ട് ആയിരുന്നു. 1971 വന്ന പ്രഗ്നൻസി നമുക്ക് ടെർമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും എന്നുള്ള ആക്ട്. ആ ആക്ടിൽ പറയുന്നത് എന്താ വെച്ചാൽ, ആൻഡ് ഇറ്റ്സ് റൂൾസ്, ഇത് ഇത്ര തീർന്നിട്ടില്ല. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആൻഡ് ഇറ്റ്സ് റൂൾസ്, അതിന്റെ റൂളുകൾ എന്ന് പറയുന്നത് 2023 വന്ന അതിന്റെ റൂള്. ഇത് രണ്ടും prohibit unmarried women who are between 20 weeks and 24 weeks pregnant to terminate the pregnancy. Unmarried ആണ്, സ്ത്രീകൾ അൺമാരിഡ് ആണെങ്കിൽ അവരെ പ്രൊഹിബിറ്റ് ചെയ്യും. അൺമാരിഡ് ആണെങ്കിൽ അവർ 20 വീക്ക് മുതൽ 24 വീക്ക് വരെയുള്ള പ്രഗ്നൻസി സ്റ്റേജിലാണെങ്കിൽ അവർ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു അവകാശം കൊടുക്കുന്നില്ല. ആ ഒരു റൂളിൽ 19 2003 ഉള്ള റൂളിൽ കൊടുക്കുന്ന അങ്ങനെ ഒരു അവകാശം അവർക്കില്ല. ലീഗലി അവർക്ക് ഓക്കെ അല്ല കേട്ടോ. The court's argument pierced at the heart of the iniquity. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിക്കഡ്നെസ്, ഇങ്ങനത്തെ ഒരു വിക്കഡ്നെസിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വൈസിന്റെ ഇങ്ങനെ ഒരു പോരായ്മ ഉണ്ടല്ലോ, ഇംപ്രൊപ്രൈറ്റി ഓഫ് ദ ലോയുടെ ഒരു ഇംപ്രൊപ്രൈറ്റിക്കെതിരെ ഹാർട്ടിന് തന്നെ കുത്താ കൊടുത്ത്, നെഞ്ചത്തോട്ട് കടാര വെച്ചൊരു കുത്തു കൊടുത്തിട്ടുണ്ട് ഈ നിയമം. ഇഫ് എ മാരിഡ് വുമൺ ഹാഡ് ആക്സസ് ടു അബോർഷൻ ഫെസിലിറ്റീസ്, കല്യാണം കഴിച്ചു എന്ന്, അതായത്
ഇഫ് ഷി ടൈഡ് എ നോട്ട്, ഓക്കെ, കല്യാണം കഴിച്ചു എന്ന പേര് മാത്രം അവർക്ക് എന്ത് പ്രിവിലേജാണ് കിട്ടുന്നത്? അപ്പൊ കല്യാണം കഴിച്ച വുമന് കല്യാണം കഴിക്കുന്ന വുമണിനേക്കാളും കൂടുതൽ പ്രിവിലേജ് കിട്ടുമല്ലേ? അവിടെ തന്നെ ഇനീക്വാളിറ്റി വന്നില്ലേ? അല്ലേ? തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇഫ് എ മാരിഡ് വുമൻ ഹാഡ് ദ ആക്സസ് ടു അബോർഷൻ ഫെസിലിറ്റീസ് ഡ്യൂറിംഗ് ദ സെയിം പീരിയഡിൽ ഇതുപോലെ 20 മുതൽ 24 വീക്ക് വരെയുള്ള ഒരു സ്ത്രീക്ക്, അതേ പറയുന്ന ആലോചിക്കുക, 20 മുതൽ 25 വയസ്സുള്ള സ്ത്രീകളാണെന്ന് വിചാരിക്കാം, കല്യാണം കഴിച്ചപ്പോൾ, കല്യാണം കഴിക്കുന്ന ഏർലി സ്റ്റേജ് ആണെന്ന് ഞാൻ പറയും, 18 മുതൽ 25 വരെയാണെന്ന് വിചാരിച്ചു, ഒരു പെങ്കൊച്ച്, അവൾ നേരത്തെ കല്യാണം കഴിച്ചു, മാരിഡ് ആണ് എന്ന പേരിൽ അവർക്ക് വേണമെങ്കിൽ അബോർഷൻ ചെയ്യാം. മാരിഡ് അല്ല, പക്ഷേ 18 മുതൽ 25 വയസ്സുള്ള ഒരു പെണ്ണിന് അബോർഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഇനീക്വാളിറ്റി ഇല്ലേ? അവർക്ക് അബോർഷൻ സർവീസ് ആക്സസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ then why should an unmarried woman be prevented from using these services? എന്തുകൊണ്ട് ഒരു അൺമാരിഡ് വുമൺ ആണ് കല്യാണം കഴിച്ചിട്ടില്ല എന്നൊരു ടാഗ് ലൈന് കൊണ്ട് അവൾക്ക് അബോർഷൻ സർവീസസ് നേടിക്കൂടാ? യുക്തിപരമായി വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എക്സോർട്ടിംഗ് ദ ഗവൺമെന്റ് ടു ഹാവ് എ ഫോർവേഡ് ലുക്കിംഗ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ലോ. അങ്ങനെ എൻകറേജിങ്, നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ഗവൺമെന്റിനെ എൻകറേജ് ചെയ്യാണ്, അല്ലെ? ഗവൺമെന്റിനെ എൻകറേജ് ചെയ്യാണ്, എൻകറേജിങ് ദ ഗവൺമെന്റിനോട് പറയാം, ഗവൺമെന്റ്, ഭരണമേ, നീ ഒന്ന് ചിന്തിച്ചു, ഭരണകൂടമേ, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ലോയിനെ കുറച്ചുകൂടെ ഫോർവേഡ് ലുക്കിംഗ് പെർസ്പെക്റ്റീവിൽ നിനക്കൊന്ന് ചിന്തിച്ചു, ഇന്റർപ്രിട്ടേഷൻ കൊടുത്തു നോക്കിയേ, അല്ലേ? അവിടുത്തെ ആ ലൂപ്പ് ഹോൾ നിനക്ക് മനസ്സിലാവുന്നില്ലേ? ദ ബെഞ്ച് പോയിന്റഡ് ഔട്ട് ദ റൂൾസ് മെൻഷൻ പാർട്ട്ണർ ആൻഡ് നോട്ട് ഹസ്ബൻഡ്. അവിടെയും പറയാണ് കൃത്യമായിട്ട് ആ ലോയിൽ, പഴയ ലോയിലും പറഞ്ഞത് എന്താ? പാർട്ട്ണറിനെ പറഞ്ഞിട്ടുള്ളൂ, കെട്ടിയോൻ അല്ലെങ്കിൽ ഭർത്താവ്, ഹസ്ബൻഡ് എന്ന് പറയുന്നില്ല. പാർട്ട്ണർ, ദാറ്റ്സ് ഇറ്റ്. പാർട്ട്ണർ, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. തിങ്ക് അബൌട്ട് ഇറ്റ്. എന്ത് ലോജിക്കലായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ എഴുതിയ ഓതറിന് തന്നെ ഞാൻ ആദ്യം കൊടുക്കുന്ന ഒരു സല്യൂട്ട്. കാരണം അടിപൊളി ആർട്ടിക്കിൾ അല്ലെ? ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി റിട്ടൺ, അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ? ഇഫ് നെക്സ്റ്റ് പാരഗ്രാഫിലെ if the Supreme Court was fated for taking a liberal view of the law. അപ്പോൾ സുപ്രീം കോർട്ട് ഫെയ്റ്റ് ചെയ്തേക്കുവാണ് അല്ലെ? ഓണേർഡ് അല്ലെ? വാസ് ഓണേർഡ്. സുപ്രീം കോർട്ടിനെ നമ്മൾ ഓണർ ചെയ്യാണ്, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാണ്, വെൽക്കം ചെയ്യാണ് ഫോർ ടേക്കിംഗ് എ ലിബറൽ വ്യൂ ഓഫ് ലോ. ഇറ്റ്സ് ആക്ട് ഓഫ് പുഷിംഗ് ദ എൻവലപ്പ് ഫർദർ ടു സെറ്റ് right existing anomalies in law is to be celebrated in full measure. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോർട്ടിനെ നമ്മൾ ഓണർ ചെയ്യണം, എൻകറേജ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ലിബറൽ വ്യൂ എടുത്തു, കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള ഒരു വ്യൂ എടുത്തു എന്ന പേരിൽ നിങ്ങൾ സുപ്രീം കോർട്ടിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ പുഷിംഗ് ദ എൻവലപ്പിനെ കുറച്ചുകൂടെ ഫർദർ, കുറച്ചുകൂടി കൂടുതൽ, വി ആർ പുഷിംഗ് ഇറ്റ് സോ ലിറ്റിൽ മോർ ഫർദർ, കുറച്ചുകൂടെ എൻവലപ്പ് കുറച്ചുകൂടെ കൂട്ടുവാണ്. ടു സെറ്റ് റൈറ്റ്, കുറച്ചുകൂടെ നമ്മൾ കുറച്ച് ഡിഫക്റ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ ലോയ്ക്ക്, ആ എക്സിസ്റ്റിംഗ് അനോമലീസിനൊക്കെ സെറ്റ് റൈറ്റ്, കറക്റ്റ് ആക്കുവാണ്, പുട്ട് ഇൻ പ്ലേസ്, റിപ്പയർ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വി ഹാവ് ടു റിയലി സെലിബ്രേറ്റ് ഇറ്റ് ഇൻ ഫുൾ മെഷർ. നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സമയമാണ്. എന്ത് മഴ ഉണ്ടെങ്കിലും നമ്മളിത് സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ പിള്ളേരെ. ഇറ്റ് ഇസ് എ റൈറ്റ് ടു സെലിബ്രേറ്റ്. ഞാൻ പുറത്ത് പോയാലെന്ന് ആലോചിക്കുന്നത്, ചുമ്മാ പുറത്ത് പോയിട്ടൊന്ന് സന്തോഷിച്ചാലെന്ന് ആലോചിക്കാം. ഐ റിയലി വോണ്ട് ടു ഡു ദാറ്റ് എന്ന് എനിക്ക് തോന്നുവാണ്, ബിക്കോസ് ദാറ്റ് ഇസ് സംതിങ് ഗ്രേറ്റ് അല്ലേ? അറ്റ് എ ടൈം, കേട്ടോളൂ, നെക്സ്റ്റ് കേട്ടോളൂ, നമുക്ക് ഇവിടെ ഒരു കോൺട്രവേഴ്സി ആയിട്ടൊരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിരുന്നു, നോക്കിയോ? അറ്റ് എ ടൈം, ഒരു മാസം മുമ്പ്, കൃത്യം ഒരു മാസമാണ് എൻ്റെ വിശ്വാസം. അറ്റ് എ ടൈം when the United States Supreme Court recent ruling overturning Roe versus Wade has drawn the nation back several decades on the abortion question, India's apex court's move stands out in sharp contrast. ഞാൻ പറഞ്ഞില്ലേ, അമേരിക്കയിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായി റോ വേഴ്സസ് വെയ്ഡ് കേസ് ഉണ്ടായി. അതിൽ പറയുന്നത് എന്നാണെന്നറിയോ? അബോർഷൻ ലീഗലാക്കിയത് ശരിയായില്ല, നമുക്കത് ഇല്ലീഗലാക്കിയാലോ എന്നൊക്കെ ഒരു രീതിയിലോട്ടൊരു ചിന്താഗതിയിലോട്ട് വന്നു. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സുപ്രീം കോർട്ട് കഴിഞ്ഞ ദിവസം ഒരു റൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അത് ഒരു ജഡ്ജ്മെന്റ് അല്ലേ, ഒരു വേർഡിക്റ്റ്, റൂളിംഗ് അല്ലെങ്കിൽ വേർഡിക്റ്റ് എന്ന് പറയാം, ഒരു വിധി വരുവാണ്, റൂളിംഗിൽ കൊടുക്കുകയാണ്, വേർഡിക്റ്റ് കൊടുക്കുകയാണ്. അത് ബാക്കോട്ട് കൊണ്ടുപോകണം അല്ലെ, പുരാതന ആന്റി ഡിലൂവിയൻ പീരീഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ അപ്പെക്സ് കോർട്ട്, സുപ്രീം കോർട്ട്, ഇന്ത്യയുടെ സുപ്രീം കോർട്ട് എന്ത് ചെയ്യാണ്? അവിടെയാണ് ഇന്ത്യയുടെ സുപ്രീം കോർട്ട് കുറച്ചുകൂടി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്, സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് അല്ലെ, പ്രൊജക്ട് ചെയ്ത് നിൽക്കുവാണ് ഇന്ത്യയുടെ സുപ്രീം കോർട്ട്. കോൺട്രാസ്റ്റഡ്, വൈരുദ്ധ്യപരമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഇറ്റ് ഇസ് ദ ഷുവറസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദ കോർട്ട്സ് വില്ലിംഗ്നെസ് ടു ബി മോഡേൺ ആൻഡ് പ്രോഗ്രസീവ്. ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നമ്മുടെ കോർട്ടിന്റെ വില്ലിംഗ്നെസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റും. കോർട്ട് ഈസ് റെഡി ടു ബി മോഡേൺ ആൻഡ് പ്രോഗ്രസീവ് ആകാൻ ഞാൻ റെഡിയാണ്, മോഡേൺ ആവാൻ ഞാൻ റെഡിയാണ്, നമ്മുടെ സുപ്രീം കോർട്ട് കാണിച്ചു തരുവാണ്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് സോ പോസിറ്റീവ് അല്ലേ, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടൊരു നേച്ചറാണ്. ഇൻ ഓർഡർ ടു റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റി ഡിലൂവിയൻ ഇൻകൺസിസ്റ്റൻസീസ്, നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട് എക്സിസ്റ്റിംഗ് ലോസിൽ. അതിന്റെ വളരെ പുരാതനമായിട്ടുള്ള, പ്രൈമീവൽ ആയിട്ടുള്ള, ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉള്ള അല്ലെ, വളരെ ഏൻഷ്യന്റ് ആയിട്ടുള്ള, പ്രൈമീവൽ ആയിട്ടുള്ള
ഒരുപാട് ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ട് ലോയിൽ. പണ്ടെങ്ങാണ്ട് കൊണ്ടുവന്ന നിയമം, ലാദാമിന്റെ കാലത്തെ നിയമം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. ലാദാമിന്റെ കാലത്തുണ്ടായ നിയമം, ആ നിയമമൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. ആൻഡ് ലെറ്റ്സ് മൂവ്. ഇറ്റ് ഈസ് ഓൾസോ ഇൻ ഫുൾ സ്പിരിറ്റ് ഓഫ് ആർട്ടിക്കിൾ 14 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഗ്യാരണ്ടീസ് ടു ഓൾ പേഴ്സൺസ് ഈക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കറക്റ്റായിട്ട് ഫുള്ളി ആയിട്ട് ആർട്ടിക്കിൾ 14 ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലേ? ആർട്ടിക്കിൾ 14 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന വെസ്റ്റ് ചെയ്യുന്ന പവർ എന്താ? ഈക്വാലിറ്റി ബിഫോർ ദ ലോ. എല്ലാ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. ആൻഡ് നിയമത്തിന് മുമ്പിൽ എല്ലാവർക്കും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. ലോസിൽ ഈക്വൽ പ്രൊട്ടക്ഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ അബോർഷൻ ലീഗലാക്കിയത് ഒരു അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. ഇപ്പോഴാണെന്ന് കറക്റ്റ് ചെയ്തത്, മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് ഇപ്പോഴാണ് സുപ്രീം കോർട്ട്. അല്ലേ? സോ ദാറ്റ് ഈസ് എ മൊമെന്റ് ഓഫ് സെലിബ്രേഷൻ. ഇറ്റ് കോൾസ് ഫോർ എ സെലിബ്രേഷൻ. അല്ലെ പിള്ളേരെ? ദ ലോ കെ നോട്ട് ചെറി പിക്ക് ബെനിഫിഷ്യറീസ്. അല്ലെ? ഏറ്റവും സെലക്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ ആയ ആളുകൾ മാത്രം. എന്താ നമുക്ക് ഈ ലോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ലൂപ്പ് ഹോൾ എന്താ? നമുക്കൊരിക്കലും ഏറ്റവും ബെസ്റ്റ് ആൾക്കാർക്ക് മാത്രം ഈ ലോ ഉപകാരപ്പെടട്ടെ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അത് ലോ അല്ല. അത് യൂണിറ്റി അവിടെ ഇല്ല. അവിടെ ഇക്വാലിറ്റി ഇല്ല. ഇഫ് ദർ ഇസ് ടു ബി എനി ജസ്റ്റിസ് അറ്റ് ഓൾ, ഇവിടെ നീതി എന്നൊരു സാധനം ഉണ്ടെങ്കിൽ, ദ ആന്റിക്വേറ്റഡ് പ്രിൻസിപ്പിൾസ് ഓൺ വിച്ച് ഓൾഡ് ആക്ട്സ് വർ ബിൽഡ്, പഴയ ആക്ടുകൾ ബിൽഡ് ചെയ്യപ്പെട്ട കുറച്ച് എന്താ പറയാ, അതിന്റെ കുറച്ച് പില്ലേഴ്സ് ഉണ്ടല്ലോ, നെടും തൂണുകളുണ്ടല്ലോ, അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഒരു സെക്കൻഡേ. നെടും തൂണുകളുണ്ടല്ലോ, ആ നെടും തൂണുകൾ cannot continue to frustrate young women. യങ് വിമനെ ഇനി ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന പരിപാടി പറ്റത്തില്ല ഇനി നമുക്ക്. അല്ലേ? ഹു ക്ലെയിം ദ ഓട്ടോണമി ഓഫ് ദെയർ ഓൺ ബോഡി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബോഡിയുടെ ഓട്ടോണമി, പരമാധികാരം എനിക്കാണ്. ഐ ഡിസൈഡ് വാട്ട് ടു ഡു വിത്ത് മൈ ബോഡി. എൻ്റെ ബോഡി, എൻ്റെ ശരീരം, മൈ റൂൾസ് എന്ന് തീരുമാനിക്കാൻ ഒരു സ്ത്രീക്ക് കഴിവുണ്ട്. എല്ലാ യങ് വുമനും അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത്. പിങ്ക് എന്ന മൂവി നിങ്ങൾ കാണണം. നോ ഇസ് എ കംപ്ലീറ്റ് സെന്റൻസ്. കഴിഞ്ഞ ദിവസം കൂടി ഞാനത് പറഞ്ഞോളൂ. അല്ലേ? അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ആർട്ടിക്കിളോട് അതപ്പോൾ ഐ എം സോ ഹാപ്പി. നോ ഇസ് എ കംപ്ലീറ്റ്. തപ്സി പന്നുവിനെയും അമിതാഭ് ബച്ചനൊക്കെ അഭിനയിച്ച പിങ്ക് എന്ന മൂവി, ഹിന്ദി മൂവി, അടിപൊളി ഒരു പ്രോഗ്രസീവ് മൂവിയാണ്, കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഓട്ടോണമി ഓഫ് ഒരു സ്ത്രീയുടെ ബോഡിയുടെ ഓട്ടോണമി എന്ന് പറയുന്നത് അവളുടെ മാത്രമാണ്. അല്ലേ? അതിനെതിരെ ബിൽഡ് ചെയ്യപ്പെട്ട ഒരുപാട് ആന്റിക്വേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനെയൊക്കെ നമ്മൾ തിരുത്തണം. ഓക്കെ? ആന്റിക്വേറ്റഡിന്റെ മീനിങ് ഞാൻ നോക്കട്ടെ കേട്ടോ. ആന്റിക്വേറ്റഡ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എന്നാ പറയേണ്ടത്, ഈ ആർട്ടിക്കിളെ അനലിറ്റിക്കൽ ആണെന്ന് പറയാം ആൻഡ് ആർഗ്യുമെന്റേറ്റീവ്, ഒരു ആർഗ്യുമെന്റിന് മുന്നോട്ട് വെക്കുക എന്ന് പറയാം. ഇറ്റ്സ് നോട്ട് ഇൻഫോർമേറ്റീവ് എന്ന് ഞാൻ പറയുന്നത്. ആർഗ്യുമെന്റേറ്റീവിനേക്കാൾ അനലിറ്റിക്കലിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി ആർഗ്യുമെന്റേറ്റീവ്, ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇറ്റ് ഇസ് ദാറ്റ് ആർട്ടിക്കിൾ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയെങ്കിൽ ഒന്ന് പറയുക. ലെറ്റ്സ് മൂവ് ടു ദി ക്വസ്റ്റ്യൻ. ഇന്നലത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇല്ല, ഇത് കൂടുതൽ എന്നെ ക്ലിയർ ആയല്ല. ഞാനാണ് ഘോര അതിനെപ്പറ്റി പ്രസംഗിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് ക്ലിയർ ആയി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ? അപ്പോൾ ആൻറ്റിക്വേറ്റഡ് എന്ന വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആൻറ്റിക്വേറ്റഡിൻ്റെ മീനിങ് ഇതാണ്. ഔട്ട്ഡേറ്റഡ്, പഴയത് തന്നെ കേട്ടോ. ആൻറ്റിക്വേറ്റഡ് എന്ന് പറഞ്ഞാലും ഔട്ട്ഡേറ്റഡ് എന്നാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് ഇട്ട് തന്നേക്കാം കേട്ടോ. ഇതിൽ ഞാൻ അതുകൂടി ഇട്ട് തന്നിട്ടേ പോകുന്നുള്ളൂ എന്തായാലും. അപ്പോൾ നമുക്കത് ചെയ്യാം. ഓക്കെ അല്ലേ പിള്ളേരെ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇടുക. ആൻഡ് വിൽ മൂവ് ടു ദി ക്വസ്റ്റനിലോട്ട് പോകാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ സെൻറ്റൻസുകളോട് നോക്കട്ടെ. എന്തോ പറഞ്ഞല്ലോ നിങ്ങൾ. യെസ്. ഹി സ്റ്റഡിങ് ഫ്രഞ്ച് ഒബ്ലിക്ലി വിത്ത് ഹിസ് ഡിഗ്രി. ദാറ്റ് ഇസ് ഗ്രേറ്റ്. ബട്ട് മെജോറിറ്റി ഇപ്പോഴും നോ ചേഞ്ച് ഇല്ലാതെയാണ് തുടരുന്നത്. അതങ്ങനെയാണല്ലോ. എല്ലായിടത്തും നമുക്ക് നാട്ടുകാരെ തിരുത്താനൊന്നും പറ്റില്ല. വേണമെങ്കിൽ അല്ലേ, എനിക്ക് ചിന്താഗതി ഞാൻ അപ്ഡേറ്റ് ആവണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ആരെയും തിരുത്തിയൊന്നും നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അല്ലേ? വേണമെങ്കിൽ തീരുമാനിക്കുക, നല്ലതിൻ്റെ ഒപ്പം നിൽക്കുക. പ്യൂർലി ഹെർ ഡിസ്ക്രിപ്ഷൻ. അതെ, അതിനൊക്കെ മാറ്റം വരും മെനു. അത് തന്നെ, മാറ്റമില്ലാത്ത മാറ്റത്തിന് മാത്രം. അത് സത്യമാണ് നന്ദീഷ, സത്യം. എൻ്റെ ഫ്രണ്ട് +1 പഠിക്കുമ്പോൾ പ്രഗ്നൻ്റ് ആയി, പഠിപ്പ് മുടങ്ങി. ഷി ഫേസ് സെവറൽ മെന്റൽ ട്രോമ ആൻഡ് ആൻസൈറ്റി അബൌട്ട് ചെയ്തൂടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറയാ ഹസ്ബൻഡിന് കുട്ടികളെ ഇഷ്ടമാണെന്ന്. എൻ്റെ പൊന്നെ, എന്തൊരു ചോദ്യമല്ലേ. കുട്ടികളെ ഹസ്ബൻഡിന് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊരു കൊച്ചിനെ ദത്തെടുക്കണം. ഡെലിവറി വളരെ കോംപ്ലിക്കേറ്റ് ആയിരുന്നു. ഷീ വാസ് അണ്ടർ 18. ഭയങ്കര ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. 20 വയസ്സായപ്പോഴേക്കും 2 കുട്ടികൾ, മൂത്ത കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങി. എൻ്റെ പൊന്നെ, തിങ്ക് അബൌട്ട് ഇറ്റ്. അഭിനയ, താങ്ക് യു സോ മച്ച്. ഷെയർ ചെയ്തതിന് വളരെ താങ്ക് യു കേട്ടോ. കാരണം വെച്ചാൽ ആലോചിച്ച് നോക്കി, ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. അഭിനയ, ഷീ ഡൂയിങ് വെൽ നൗ, വാട്ട് ഇസ് ഷീ ഡൂയിങ് നൗ? അത് തന്നെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലേ. ഹോപ്പ് മാത്രം. അബ്സല്യൂട്ട് ചിന്താഗതി ആൻഡ് പെർസ്പെക്റ്റീവ് ഉള്ള ഒരു ഏജ് ഗ്രൂപ്പ് ആളുകളുണ്ട്. അവരുടെ ഇതേപോലെ ചിന്തിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് ഡിസ്പാരിറ്റി നിൽക്കുന്നത്. ആണ്. അവർ പറഞ്ഞ പോലെ കുറച്ച് വർഷം കഴിയുമ്പോൾ ഇന്ത്യ ഒരു ഓൾഡ് ഏജ് ഹോം ആവും. അതിലെന്താ തെറ്റ്? ഇതൊക്കെ വേറൊരു ചിന്താഗതിയാണ്, അത് വേറൊരു കോൺസെപ്റ്റാണ്. പിന്നെ ഒരു ദിവസം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം അല്ലേ. ഇപ്പൊ കുട്ടികളെ നോക്കിയിരുന്നു നന്ദിഷ കേട്ടോ, കുട്ടികളെ നോക്കിയിരുന്നു. ആ കൊച്ചിന്റെ ജീവിതം. ഓക്കെ, ലെറ്റ്സ് മൂവ്. അപ്പൊ പറയാം. അപ്പൊ ഇന്നലത്തെ ആർട്ടിക്കിളിൽ നമ്മുടെ സ്പോട്ട് ദയർ ക്വസ്റ്റൻ ഇതായിരുന്നു. ഇറ്റ് ഇസ് ദസ് നോട്ട് ഹാർഡ് ടു സീ വെർ ഈവൻ US പ്രസിഡന്റ് ജോ ബൈഡൻ ആൻഡ് ദി US മിലിറ്ററി ഹാഡ് കോഷൻഡ് അഗൈൻസ്റ്റ് എ ട്രിപ്പ് ദാറ്റ് ബ്രിങ്സ് നോ ലാസ്റ്റിംഗ് സ്ട്രാറ്റജിക് ബെനിഫിറ്റ്സ് ഫോർ വാഷിംഗ്ടൺ. ഇതിൽ ഏതാണെന്ന് പിള്ളേരെ ഇവിടുത്തെ ക്വസ്റ്റൻ ആൻസർ? എന്താ ഇവിടുത്തെ തെറ്റ്? ഇറ്റ് ഈസ് ദസ് നോട്ട് ഹാർഡ് ടു സീ വെർ
Even US President Joe Biden and US military had cautioned against a trip that brings no lasting strategic benefits for Washington. എന്താണ് ഇവിടുത്തെ ക്വസ്റ്റനിലെ എറർ എന്ന് പറയാമോ? നോക്കിയിട്ടൊന്ന് പറഞ്ഞ് എന്താ ഇവിടുത്തെ എറർ എന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഇടുക കേട്ടോ. ഇത് നല്ലൊരു ആർട്ടിക്കിളാണ്. ഇത് പലരിലോട്ട് എത്തട്ടെ. എൻ്റെ അഭിപ്രായം അതാണ്, പലരിലോട്ട് ഇതൊന്ന് എത്തട്ടെ. ആൻസർ പറയോ? ആൻസർ പറയോ? കുറച്ച് പേര് മാത്രം, 1-2 പേര് ആൻസർ തന്നിട്ടുള്ളൂ. ഞാനത് ചെക്ക് ചെയ്തപ്പോൾ ഇന്നലെ 1-2 പേര് മാത്രമേ തന്നിട്ടുള്ളേ. അതെ, നോക്കണേ അത്. പറ 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 ആൻസർ പറ. ഇൻ ബിറ്റ്വീൻ ആ നെറ്റ് ഇഷ്യൂ വന്നുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇച്ചിരി ഒരു എന്താ പറയുക ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ വന്നത്. ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ തീർക്കായിരുന്നു. വേറെ അവിടെ വരാൻ പറ്റില്ല. എബി താങ്ക് യു. വേറെ അവിടെ വരാൻ പറ്റില്ല. അവിടെ ഒരു പ്ലേസിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ? നമ്മളൊരു പ്ലേസിനെ പറ്റിയാണോ പിള്ളേരെ സംസാരിക്കുന്നത്? നോക്കിക്കേ, ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് ഹാർഡ് ടു സീ. അതത്ര എന്താണ്, അത്ര ഹാർഡൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല കാണാൻ. എന്ത് കാണാൻ? വേർ ഈവൻ US പ്രസിഡന്റ്, എവിടെ US പ്രസിഡന്റും US മിലിറ്ററിയും കോഷൻഡ് എന്നാണോ? അല്ല. എന്തുകൊണ്ട് US മിലിറ്ററിയും, അല്ലെ? വൈ, അഡ്വേർബ് ഓഫ് റീസൺ ആണ് ഇവിടെ. വൈ US പ്രസിഡന്റ് ആൻഡ് US മിലിറ്ററി ഹാഡ് കോഷൻഡ് അഗൈൻസ്റ്റ് എ ട്രിപ്പ് ദാറ്റ് ബ്രിങ്സ് നോ ലാസ്റ്റിംഗ് സ്ട്രാറ്റജിക് ബെനിഫിറ്റ്സ് ഫോർ വാഷിംഗ്ടൺ. ഇതാണ് ഇവിടെ വരേണ്ടത്. കാരണം എന്ന് അറിയോ പിള്ളേരെ, എപ്പോഴും ഈ കണക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് അഡ്വേർബ്സ് പലതവണയും കേട്ടോ. അഡ്വേർബ്സ് മാത്രമല്ല, റിലേറ്റീവ് പ്രൊനൗൺസ് ഒക്കെ കണക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് അഡ്വേർബ്, ഇത് അഡ്വേർബ് ഓഫ് എന്താണ്, ഓഫ് റീസൺ ആണ്. അപ്പൊ റീസൺ വേണ്ടടുത്ത് റീസൺ, പ്ലേസ് വേണ്ടടുത്ത് പ്ലേസ്. അപ്പൊ തമ്മിൽ മാറിപ്പോകുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. വൈക്ക് പകരം വേറിട് വരിക, വേറിന് പകരം വെന്ന് വരിക, ഇങ്ങനെയൊക്കെ മാറി മാറി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് അതുപോലെ തന്നെയാണ് റിലേറ്റീവ് പ്രൊനൗണുള്ള ദാറ്റിന് പകരം വിച്ച് വരിക, അല്ലെ? വിച്ചിന് പകരം ഹൂ വരിക, ഹൂവിന് പകരം ഹുമ്മ് വരിക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എക്സാമിന് പലപ്പോഴും വരുന്ന, എല്ലാ എക്സാമിനും, PSCക്കും ഉണ്ട്, SSCക്കും ഉണ്ട്, ബാങ്കിനുണ്ട്, എല്ലാത്തിനും ഉള്ളതാണ്. അപ്പോൾ ഒന്ന് സ്പോട്ട് ഡയറക്റ്റിൽ വരാം, പില്ലേഴ്സിൽ വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണേ. ആർട്ടിക്കിളോ ഫസ്റ്റ് യൂസ് ചെയ്യണമെന്നോ? വേണ്ട, ആർട്ടിക്കിൾ ഇവിടെ വേണ്ട കേട്ടോ. ആർട്ടിക്കിൾ ഇവിടെ വേണ്ട, അതല്ല. ആർട്ടിക്കിൾ ഒന്നും വേണ്ട കേട്ടോ. ഇറ്റ് ഈസ് ദസ്, ഇറ്റ് ഈസ് അത് വേണ്ട. ദ ഈസ് ദസ് അങ്ങനെ പറയില്ലല്ലോ. ഇറ്റ് ഈസ് ദസ്, അത് തന്നെയാണ്. അവിടെ നമ്മൾ എന്താ പറയാ, ടെമ്പററി സബ്ജക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് കറക്റ്റ്, അതിലൊന്നും തെറ്റില്ല കേട്ടോ. ഇതാണ് അവിടുത്തെ ഉപയോഗം, ഒന്ന് ശ്രദ്ധിച്ചോണേ അത്. അപ്പൊ മൂവിങ് ഓൺ, നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോട്ട് ചെയ്തേക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്: ദ വൈസ് പ്രസിഡന്റ് ഷുഡ് ഫോർജ് ബെറ്റർ ടൈസ് അമംഗ് ദി opposition and the executive. The vice president should forge better ties among the opposition and the executive. ഇതാണ് ക്വസ്റ്റ്യൻ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, എന്നിട്ട് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷനിൽ തരാം. അപ്പൊ നമ്മുടെ 10th മെയിൻസിന്റെ ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട്. ഇനി ആലോചിച്ചെടുക്കാൻ സമയമില്ല. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യുക. കോഴ്സിന്റെ ഫീ 2530 രൂപ കേട്ടോ. അതാണ് നമ്മുടെ കോഴ്സ് ഫീ. 2530 അല്ല, 2350 ആണെന്ന് എനിക്ക് തോന്നുന്നു. 2350 10th മെയിൻസിന്റെ. യെസ് ആണ്, ഇതാണ് കോഴ്സ് ഫീ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മാറിപ്പോയതാ, ഡിഗ്രി പ്രിലിംസിന്റെ മാറിപ്പോയതാ. അപ്പോൾ അറിയാലോ, കോഴ്സ് ഫീ ഇത്രേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും, 27 ക്ലാസ് തുടങ്ങി, ഇനിയും പഠിക്കാൻ വരാം. ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ കോഡ് അടിച്ചു കൊടുക്കുക, Y314, Y314 എന്ന കോഡ് ഉപയോഗിച്ച് ധൈര്യമായിട്ട് വരിക. കാരണം സോ പ്രൗഡായിട്ട് പറയാണ്, നമ്മൾ അടിപൊളി ക്ലാസ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. അതുപോലെ ദേവസ്വം ബോർഡിന്റെ ക്ലാസ്സുകൾ എന്താണ്, ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ, ദേവസ്വം ബോർഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. 60 ദിവസത്തെ ക്രാഷ് കോഴ്സ് ഇപ്പോഴും ഓപ്പൺ ആണ്. Y314 എന്ന കോഡ് ഉപയോഗിക്കാം. Y314 എന്ന കോഡ് ഉപയോഗിച്ച് കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്ത് അവൈൽ ചെയ്യുക. ഡിസ്കൗണ്ട് 17% ഡിസ്കൗണ്ട്, 1952 രൂപയ്ക്ക് കോഴ്സ് കിട്ടും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവറി വൺ. IBPS POയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുവാണ് നമ്മൾ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം കണ്ട് പാറ്റേൺ കാണാം. നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ഇട്ട് നമ്മുടെ ക്ലാസ് യൂട്യൂബിൽ ഞാൻ എടുക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 7:15 ഞാൻ IBPS POയുടെ PYക്കും കേട്ടോ. IBPS POയുടെ PYക്ക് ഒരെണ്ണം ചെയ്യുന്നുണ്ട്. എല്ലാ ബാങ്ക് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും SSCക്ക് പഠിക്കുന്നവർക്കും ഇംഗ്ലീഷ് ക്ലാസ് ആണ് പിള്ളേരെ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരാം. കാരണം റീഡിംഗ് എബിലിറ്റി ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കൂടും, അല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ 7:15 ഞാൻ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ 7:15 എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് സമയം വൈകും. അതുകൊണ്ട് 7:15 ആകുമ്പോൾ വരുന്നത്. 7:15 ആകുമ്പോൾ ഞാൻ വരും.
അപ്പോൾ നിങ്ങൾ വരിക, പരമാവധി എല്ലാവരും തന്നെ വരിക കേട്ടോ. IBPS മാത്രം ബാങ്കിങ് എല്ലാവരും ബാങ്കിങ് നോക്കിയാൽ പോരെ. ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ തലങ്ങും വിലങ്ങുമായിട്ട് PSCക്കും ഇതിനും എല്ലാത്തിനും ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു സെഷൻ ആയിരിക്കും. വരിക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവറി വൺ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കോമെന്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, നിങ്ങളുടെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഷെയർ ചെയ്യാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാം. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ് ആൻഡ് ഹെൽതി. ബി ഹാപ്പി. അപ്പോൾ 7:15 കാണാം. ബൈ.